ഗുഡ് ഈവനിംഗ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി വെറും 6 നാളുകൾ മാത്രം. പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികൾ കുതിക്കുമ്പോൾ വിവിധ വിഷയങ്ങൾ ചർച്ചയായത് നമ്മൾ കണ്ടു. ഡീലും മുണ്ടക്കൈ ഫണ്ട് പിരിവിലെ തർക്കത്തിനും ശേഷം ഇപ്പോൾ ഇതാ പേരാമ്പ്രയിലെ അനൗൺസ്മെന്റ് വിവാദമാണ് കത്തുന്ന ചർച്ചാ വിഷയം. പുതിയ വിവാദം കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് നൽകുന്ന സൂചന എന്താണ്? പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന വോട്ടറുടെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? മാറ്റത്തിന് വേണ്ടിയാണോ തുടർച്ചയ്ക്ക് വേണ്ടിയാണോ പൊതുജനം വിധിയെഴുതുക? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വസ്തുതകളുടെ സൂക്ഷ്മ വിശകലനവും സമഗ്ര അവലോകനവുമായി നമ്മൾ തുടങ്ങുന്നു മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്. സ്വാഗതം. പതിപോലെ നമ്മുടെ പാനലിസ്റ്റുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിം. ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിൽ ഇവിടുന്ന് ഒരു ഹിന്ദു പോകണ്ടേ? നാവിലും മലനും കുന്തിരിക്കോ കാത്തുവെച്ചോ വരുന്നുണ്ട് കാലം മാറുന്ന ധ്രുവീകരണ മുദ്രാവാക്യം ഉണ്ടായ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എന്റെ നിലയിൽ ഉറച്ചിരിക്കുന്നു. വെൽക്കം ഹാഷ്മി. ഹായ്. ദിലീപ് കുമാർ. കേരള രാഷ്ട്രീയത്തിലെ ഒരു സവിശേഷമായ രാഷ്ട്രീയ ധാരണയായിരുന്നു 1980 എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. CPIM-നെ സംബന്ധിച്ച് മറ്റു വിഷയങ്ങൾ, വികസന വിഷയമല്ലാത്ത മറ്റു വിഷയങ്ങൾ, അത് ചർച്ചയ്ക്ക് വരുന്നത് ഗുണകരമല്ല. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞതുപോലെ ഇതിലുള്ള കള്ളനാണയങ്ങളെ പിടിക്കേണ്ടതുണ്ട്. ഹായ് ദിലീപ്, വെൽക്കം. അസിത സഹീർ. അത് പറയാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വത എനിക്കുണ്ട്. ആ ചോദ്യം ചോദിക്കാനുള്ള രാഷ്ട്രീയ പക്വത. കോൺഗ്രസിൽ കാണുന്ന വലിയ പൊട്ടിത്തെറികൾ ഇവിടെ ഏറ്റവും ആദ്യം ഉണ്ടായത് CPIM-ലാണ്. അതെങ്ങനെയാണ് പറയാൻ കഴിയുന്നത്? എന്റെ ആവശ്യം ചിലപ്പോൾ ഹാഷ്മിക്ക് അനാവശ്യമായി ഭൂമി നൽകും എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. മതരാഷ്ട്രവാദത്തിനെതിരാണ് ഞങ്ങൾ എന്ന് INL എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന്? എന്തുകൊണ്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകാത്തത്? എവിടെയാണ് ഈ ചർച്ചകൾക്ക് തടസ്സമുണ്ടാകുന്നത്? പുതിയ സംഭവം ഇപ്പൊ PR ഏജൻസി വരുന്നുള്ളൊരു പുതിയ സംഭവമല്ല. ഹലോ പ്രജിൻ. എല്ലാ പാനലിസ്റ്റുകളും വന്നിരിക്കുന്നു. നമുക്ക് നമ്മുടെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇനിയിപ്പോൾ കേവലം 6 ദിവസം മാത്രമാണ് ഹാഷ്മി ബാക്കിയുള്ളത്. അൾട്ടിമേറ്റ്ലി ചോദ്യം എന്താണ്? ഒരു ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ എന്നുള്ളതാണ്. എന്താണ് ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? വളരെ പെട്ടെന്ന് അത് ചില സർവേകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ആ സർവേകളെ മുഖവിലേക്ക് എടുക്കാൻ കഴിയുമെന്ന് അറിയില്ല. ആ സർവേകളിൽ ചില ട്രെൻഡിന്റെ സൂചനകൾ ഉറപ്പായും നൽകുന്നുണ്ട്. പോട്ടെ, അത് ജനമാത്യന്തിക പറയേണ്ടതാണ്. ഇന്ന് 6-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. കൃത്യം പറഞ്ഞാൽ 4 ദിവസം മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ബാക്കിയുള്ളത്. കൊടുമ്പിരി ഉള്ളതാണ് പേരാമ്പ്രയിലെ ഈ അനൗൺസ്മെന്റ് വിവാദം, ഫാത്തിമ തേയിലേക്ക് മറിച്ചു കിട്ടുന്ന കൗണ്ടർ നോട്ടീസ്, ഈ ഡീലാരംഭണം, SDPI, BJP, RSS, വയനാട് ഫണ്ട്, വിഷയങ്ങൾ അങ്ങനെ ആഞ്ഞു കത്തുകയാണ്. എന്തായാലും വിഷയങ്ങൾക്കൊടുവിൽ ജനം എന്തായാലും ഒരു കാര്യം തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യം എന്ന് ഉറപ്പാണ്. അതിനെ ഈ പ്രചരണം ഏത് രീതിയിൽ സ്വാധീനിക്കുമെന്ന കാര്യം നമുക്ക് വോട്ടെണ്ണുമ്പോൾ അറിയാം. ഗോപി, ഈ പറയുന്ന പോലെ പല വിഷയങ്ങൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ മാറി മാറി പറയുന്ന വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തിനായിരിക്കും ജനങ്ങൾ മുൻതൂക്കം നൽകുക എന്ന് പറയാൻ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിൽ? എന്തിനായിരിക്കും ജനങ്ങൾ മുൻതൂക്കം നൽകുക എന്ന് പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം അല്ല കേരളത്തിൽ. കാരണം പ്രചാരണ തരംഗമായി മാറിയിട്ടുള്ള വിഷയങ്ങൾക്കപ്പുറത്ത് ജനങ്ങളെ സ്വാധീനിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന, ജനങ്ങളെ നേരിട്ട് അവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവർ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും സൗഭാഗ്യങ്ങളും ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ടായിരിക്കും ജനങ്ങൾ വിധി എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പുറമേക്ക് പൊന്തി വരുന്ന ഈ പ്രചാരണ വിഷയങ്ങൾക്കപ്പുറത്ത് വലിയൊരു രാഷ്ട്രീയ അടിയൊഴുക്ക് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ അടിയൊഴുക്കിന്റെ പ്രതിഫലനമായിരിക്കും ജനവിധിയായി തെളിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും. ദിലീപ്, ഈ പറയുന്ന പോലെ ഭരണമാറ്റം അല്ലെങ്കിൽ ഭരണ തുടർച്ച, ഇത് രണ്ടുണ്ടായാലും ഇനി കേരളം ആരായിരിക്കും ഭരിക്കുക, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൗതുകമായി പലയിടങ്ങളിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരാളിലേക്ക് LDF-നകത്തും UDF-നകത്തും മുന്നോട്ട് നിർത്താൻ ആരാണുള്ളത്? പ്രജിൻ, LDF-നെ സംബന്ധിച്ച് നമുക്കറിയാം, LDF-ന് ഭൂരിപക്ഷം ലഭിക്കുകയാണെങ്കിൽ അത് ക്യാപ്റ്റൻ എന്ന് ഇതിനകം തന്നെ വിളിപ്പേരുള്ള പിണറായി വിജയനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിണറായിയെ മുൻനിർത്തിയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഇറങ്ങിയത്. അതേസമയം UDF-ന് ഭൂരിപക്ഷം ലഭിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ചൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അങ്ങനെയുണ്ടെങ്കിൽ അത് ഈ പ്രതിപക്ഷത്തെ ഭരണത്തിലേക്ക് എത്തിക്കുന്നതിൽ മുഖ്യ പങ്ക് എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. അതല്ല, മറ്റ്
മറ്റു ചില നേതാക്കൾ രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ പേരുകളും സജീവമായുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അശ്വത 71 എന്നുള്ളതാണ് മാജിക് സീറ്റ് എന്ന് പറയുന്ന നമ്പർ, ടോട്ടൽ ഭൂരിപക്ഷം നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് പക്ഷേ BJP അല്ലെങ്കിൽ NDA ക്യാമ്പ് പറയുന്നു 40 സീറ്റ് വന്നു കഴിഞ്ഞാൽ ഭരണം ഞങ്ങൾ തീരുമാനിക്കുന്നതാണ്. ആ നിലയിലേക്കുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോഴും NDA ക്യാമ്പിനുണ്ടോ എന്ന് തോന്നുന്നു? പ്രശ്നം അത് കഴിഞ്ഞ തവണയും NDAയുടെ പ്രചാരണ സമയങ്ങളിൽ അവർ ഉപയോഗിച്ചതാണ്. അത് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ചില കാര്യങ്ങൾ ഞങ്ങൾ ഇതാ വലിയ മുൻതൂക്കം ലഭിക്കാൻ പോകുന്നു അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നതിനപ്പുറം അതിൽ ഒന്നും കാണേണ്ടതില്ല എന്നാണ് കരുതുന്നത്. എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകണം ഇതിനോടകം തന്നെ എന്തൊക്കെയാണ് അവരുടെ വോട്ടിംഗ് പാറ്റേണിനെ തീരുമാനിക്കാൻ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ അപ്പുറം കൃത്യമായും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിന്റെ വിലയിരുത്തൽ അത് തന്നെയാകണം. ഒപ്പം തന്നെ അതാത് മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികളുടെ വിലയിരുത്തൽ അതുകൂടിയാകണം. ആ നിലയിലായിരിക്കണം ഒരുപക്ഷെ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുക എന്ന് തോന്നുന്നു. യെസ്, അത് 4 പേരുടെയും പൊതു വിലയിരുത്തലായി മാറുന്നു. എന്തായാലും നമുക്ക് ആദ്യ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ ഫോക്കസ് ഏരിയയിലെ ആദ്യ വിഷയത്തിൽ നമ്മൾ കടക്കുന്നു. പ്രചാരണം പാരമ്യത്തിലെത്തി നിൽക്കെ വിവാദങ്ങളിൽ ഉൾപ്പെടെ 24 മനസ്സ് തുറന്നിരിക്കുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീടുകളുടെ നിർമ്മാണം 6 മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് KC വേണുഗോപാൽ പറയുന്നു. 24ന്റെ KC വിത്ത് SKN എന്ന പരിപാടിയിലായിരുന്നു ഈ പ്രതികരണം. നിർമ്മാണ ഏജൻസിയെ ഏൽപ്പിച്ചെന്നും പിരിച്ച പണത്തിന് കണക്കുണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. എനിക്കൊന്ന് ഒരു നാഷണൽ ലീഡർ എന്നുള്ള നിലയിൽ KCക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ട് തന്നെ KCക്ക് എന്നോട് പറയാൻ പറ്റുമോ ഈ വീടിന്റെ നിർമ്മാണം എപ്പോൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റും? 6 മാസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇരിക്കും. ഉറപ്പായിട്ടിരുന്നോ? അച്ഛാ, വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടി നമ്മൾ ഒരു ഏജൻസി ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇതിനുള്ള ഞാൻ പറഞ്ഞല്ലോ, സ്ഥലം ആവശ്യത്തിന് സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു. സ്ഥലം വാങ്ങിക്കാൻ ആ സ്ഥലത്തിന് തന്നെ പിരിച്ചതിനേക്കാൾ കൂടുതൽ ചെലവഴിച്ചു കഴിഞ്ഞു നമ്മൾ. അതിന്റെ കണക്കുണ്ടെന്ന് വ്യക്തമായിട്ട് ബാങ്കിൽ കൃത്യമായി കണക്കുണ്ട്, നല്ല ട്രാൻസ്പെറൻസി ഉണ്ട്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, ഏത് ഏജൻസിയും ഓപ്പൺ പുസ്തകമാണ്. ഇത് ഒരു ഇലക്ഷൻ ആയുധമാക്കിയിട്ട് ഉപയോഗിക്കാം, അത്രേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അകലെയാണത്, ദൂരവും. മറ്റു വിഷയങ്ങളിലും ഉണ്ടായി പ്രതികരണം. CPIM BJP ഡീൽ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. തിളക്കമാർന്ന വിജയത്തോടെ UDF അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവന വൈകാരികമെന്നാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം. ഈ കേരളത്തിൽ ഇപ്പം CPM-ഉം BJP-യും തമ്മിൽ ഒരു ശക്തമായ ഡീല് നടക്കുന്നു, ചില മണ്ഡലങ്ങളിൽ അത് പ്രകടമാണ് എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും KC അതിൽ ഉറച്ചു നിൽക്കുകയാണോ? അല്ലാതെ തീർച്ചയായിട്ടും BJP-യെ സംബന്ധിച്ചിടത്തോളം BJP കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള ഏത് അണ്ടർസ്റ്റാൻഡിങ്ങിനെയും താഴെത്തട്ടിലുള്ള പ്രവർത്തകൻ അത് നേരായ മാർഗത്തിൽ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം വെച്ച് അവർ കേരളത്തിൽ പുറത്തുള്ള പശ്ചാത്തലം പോലെയായിരിക്കും. കാരണം അങ്ങനെയാണല്ലോ അവർ പറഞ്ഞുകൊണ്ട് കിടന്നത്. അപ്പോൾ ഇതൊന്നും ഈ പറയുന്ന ഡീലൊന്നും ചിലവാകാൻ പോകുന്നില്ല. ഈ രാഷ്ട്രീയത്തിൽ അവിശുദ്ധമായിട്ടുള്ള ഏത് ഡീല് നടത്തിയാലും അതൊന്നും സക്സസ്ഫുൾ ആണ്. KC വിത്ത് SKN എന്ന അഭിമുഖ പരിപാടിയിലായിരുന്നു KC വേണുഗോപാലിന്റെ ഈ പ്രതികരണം. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായരാണ് KCയുമായി സംസാരിച്ചത്. R ശ്രീകണ്ഠൻ നായർ തത്സമയം നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ്. SKN വെൽക്കം. SKN വളരെ വ്യക്തമായി തന്നെ ചില വിഷയങ്ങളിൽ KC വേണുഗോപാൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. യെസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഇപ്പോൾ വിവാദമായി നിൽക്കുന്ന വിഷയങ്ങളിൽ പ്രതികരണം ഉണ്ടായി എന്നുള്ളതാണ്. വയനാട് പുനരധിവാസത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, കൃത്യമായ കണക്കിനപ്പുറത്ത് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്നതിലടക്കം കൃത്യമായ വ്യക്തതയോടെ കൂടിയാണോ KC വേണുഗോപാൽ സംസാരിച്ചത്? അദ്ദേഹത്തിന് ഈ അഭിമുഖത്തിൽ ഉടനീളം അദ്ദേഹത്തിന് നല്ല വ്യക്തതയുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഈ മുണ്ടക്കൈ ചൂരൽമല ഈ ആരോപണം, അതായത് പണം പിരിച്ചിട്ട് കെട്ടിടം നിർമ്മിച്ച് നൽകാൻ കോൺഗ്രസ് താല്പര്യം കാണിച്ചില്ല, പണം മുക്കി എന്നൊക്കെ പറയുന്ന ആരോപണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ചൂടുവേളയിൽ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞത് ഈ പണമെല്ലാം ബാങ്കിലുണ്ട്, ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, അതൊക്കെ ഒരു തുറന്ന പുസ്തകം തന്നെയാണ്. മാത്രമല്ല 6 മാസത്തിനകം ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കും, ഇവർ നിർമ്മിച്ച് നൽകുമെന്ന് പറഞ്ഞാൽ അത്രയും കെട്ടിടങ്ങളുടെയും പണി പൂർത്തിയാക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. 6 മാസം കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഇരിക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും നമ്മൾ ഇരിക്കണം, നമുക്ക് ഇരിക്കാം, അത്രയ്ക്ക് ഉറപ്പിച്ച് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെ KC മറുപടി പറഞ്ഞു. KC വേണുഗോപാലിൻ്റെ ഇന്നത്തെ മറ്റൊരു കാര്യം, അതായത് VD സതീശൻ 100-ലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം എന്നോട് തന്നെ നടത്തിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം അടിവരയിട്ട് പറയുകയുണ്ടായി. അതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം കുറിച്ച് ഇമോഷണലായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ 80 സീറ്റുകളിൽ കൃത്യമായിട്ട് ജയിക്കുന്ന സീറ്റുകൾ കേരളത്തിലുണ്ടെന്നും മറ്റുള്ള 20 സീറ്റുകൾ കൂടി ലഭിക്കുമ്പോൾ 100 സീറ്റിൽ UDF അധികാരത്തിലെത്തും എന്ന് അദ്ദേഹം വളരെ വ്യക്തതയോടെ പറയുകയുണ്ടായി. മാത്രമല്ല ഈ കേരളത്തിൽ ഈ BJP CPM തമ്മിലുണ്ടെന്ന് പറയുന്ന ഡീല് അങ്ങനെ ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം കോൺഗ്രസിനെ പുറത്താക്കി നിർത്തിയാൽ BJP കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമാകുമെന്നുള്ള ചിന്തയിൽ
അവർ ആ വഴിക്ക് നീങ്ങുകയാണ്. അത്തരമൊരു ഡീല് കേരളത്തിൽ നിലനിൽക്കുന്ന ചില മണ്ഡലങ്ങളിൽ സീറ്റുകൾ എന്തിനാണ് 2020 കൈമാറിയത് എന്ന ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു. തൃപ്പൂണിത്തുറ പോലുള്ള ചില മണ്ഡലങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന വേളയിൽ പല കാര്യത്തിലും ക്ലാരിറ്റി നൽകുന്ന ഒരു അഭിമുഖമാണ് അദ്ദേഹം ഞാനുമായി നടത്തിയത്. ഈ അഭിമുഖം നമ്മൾ മറ്റന്നാൾ, അതായത് ഈസ്റ്റർ ദിനത്തിൽ വൈകുന്നേരം 5 മണി മുതൽ 6 മണി വരെ 24 സംപ്രേഷണം ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പല കാര്യങ്ങളിലും KC വേണുഗോപാലിൻ്റെ നിലപാട് അറിയിക്കാം. ഞാൻ ഒരു കാര്യം കൂടി അദ്ദേഹത്തോട് ചോദിച്ചു. ഈ സ്വർണം കെട്ടത് ആരപ്പ എന്ന് രാഹുൽ ഗാന്ധി സ്റ്റേജിൽ പാടിയത് വളരെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഈ പാട്ട് പാടിപ്പിച്ചതും ഒക്കെ അങ്ങയുടെ കരവിരുതാണോ, കലാപരിപാടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലുമല്ല, രാഹുൽ ഗാന്ധി അങ്ങനെ മിസ്ലീഡ് ചെയ്യാനൊന്നും ആർക്കും കഴിയില്ല എന്ന രീതിയിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറി. എന്ന് മാത്രം അദ്ദേഹം അതിനകത്തും അദ്ദേഹം ഒരു ക്ലാരിറ്റി എടുത്തു. ഓവറോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഉയർന്നു കേൾക്കുന്ന പല ആരോപണങ്ങളിലും വ്യക്തതയോടെ അദ്ദേഹം ഈ അഭിമുഖത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് ഒരു അവതാരകൻ എന്നുള്ളതിൽ എന്നെ സന്തോഷിപ്പിച്ചത്. SKN, ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ചർച്ചയാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ വരുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. നേരത്തെ വ്യക്തമാക്കിയതാണ്, എങ്കിൽ കൂടി അത് എപ്പോഴെങ്കിലും ഈ അഭിമുഖത്തിനിടയിൽ സംസാരിച്ചിരുന്നോ? അതിന് ഞാൻ ഈ അഭിമുഖത്തിൽ ആ ചോദ്യം ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഞാൻ VD സതീശനും അതുപോലെ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തമ്മിൽ നേതൃത്വതലത്തിൽ നല്ല ശകട നടക്കുന്നു എന്ന ഖ്യാതി പ്രചാരണം ഒക്കെ കേരളത്തിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിലപാട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി ഞങ്ങൾ പല വേദികളും ഒന്നിച്ച് കാണാറുണ്ട്, ഞങ്ങൾ എവിടെയെങ്കിലും ഞങ്ങൾ തമ്മിൽ തല്ലുന്നതായി കണ്ടിട്ടുണ്ടോ. അത്തരമൊരു പ്രചാരണമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന ആരോപണങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞ് അദ്ദേഹം നിർദ്ദയം തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ആരാകും എന്ന ചോദ്യം ഞാൻ ചോദിച്ചില്ല. കാര്യം അത് പലതവണ ചോദിച്ചപ്പോഴും KCക്ക് ഒരു മറുപടി ഉണ്ടായിരുന്നുള്ളൂ. തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കും, ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കും. ആ പതിവ് റിപ്ലൈ വീണ്ടും വരും എന്നതുകൊണ്ട് തന്നെ ഞാൻ മനഃപൂർവ്വം തന്നെ ആ ചോദ്യം ഒഴിവാക്കുകയായിരുന്നു. SKN, ഗുഡ് ഈവനിങ്. SKN, ഈ UDF-ന്റെ തിരിച്ചുവരവ്, അതായത് ഭരണത്തിലേക്കുള്ള തിരിച്ചുവരവ് ഉറപ്പാണ് എന്നാണല്ലോ KC വേണുഗോപാലും UDF നേതാക്കളും പറയുന്നത്. എന്താണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടിത്തറ? ഏതൊക്കെ ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അനുകൂലമാകും എന്നാണ് അവരുടെ വിലയിരുത്തൽ? അതേക്കുറിച്ച് KC വേണുഗോപാൽ സംസാരിച്ചോ താങ്കളോട്? തീർച്ചയായിട്ടും ഈ അഭിമുഖത്തിലുടനീളം അദ്ദേഹം പറയാൻ ശ്രമിച്ചു അതുതന്നെയാണ്, ഒരു ഭരണമാറ്റം കേരളത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണത്തിൽ ജനങ്ങൾ ഒട്ടും തൃപ്തരല്ല, അവരുടെ താല്പര്യങ്ങളൊന്നും സംരക്ഷിക്കപ്പെടുന്നില്ല, അഴിമതി വരെ അദ്ദേഹം ഇക്കാര്യത്തിൽ ആരോപിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നു. കേരളം കടക്കണിയിൽ മുങ്ങുന്നു. ഏതാണ്ട് 4.25 കോടിയോളം കടത്തിൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനത്തിന് കരകയറണമെങ്കിൽ ഒരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം ഈ അഭിമുഖത്തിലുടനീളം വല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചതെന്നുകൂടി വേണമെങ്കിൽ പറയാം. മാത്രമല്ല, ഈ ഒരു ഭരണമാറ്റം വന്നാലേ ജനങ്ങൾക്കിനി രക്ഷയുള്ളൂ എന്നൊരു നിലപാടാണ് KC ഈ അഭിമുഖത്തിൽ കൈക്കൊണ്ടത്. അശ്മി, ഈ പറയുന്ന എന്താണ് ഈ BJP കോൺഗ്രസ് ഡീൽ എന്ന് പറയുന്ന ആരോപണത്തിനപ്പുറം കോൺഗ്രസ് അത് ആത്മാർത്ഥമായി അങ്ങനെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ പറയുന്ന രീതിയിൽ BJPക്ക് വലിയ വോട്ട് പ്രാധാന്യമുള്ള അടക്കമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ BJP സ്ഥാനം നിർത്താതിന് കാരണമെന്ന് കരുതുന്നു. അപ്പൊ അതിനെ അതിജീവിക്കാൻ എന്താണ് മാർഗം എന്ന് KC പറയുന്നുണ്ടോ? SKN അല്ല, KC സംശയിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് BJPക്ക് നല്ല പ്രവർത്തകരും നേതാക്കന്മാരുമുള്ള മണ്ഡലങ്ങളിൽ പോലും സീറ്റുകൾ 2020 വിട്ടുകൊടുത്ത് എന്തിനാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. തൃപ്പൂണിത്തുറ പോലെയുള്ള മണ്ഡലങ്ങളിൽ, അല്ലെങ്കിൽ കോന്നി പോലെയുള്ള മണ്ഡലങ്ങൾ, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ 2020 സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് CPM-നെ വിജയത്തിലേക്ക് എത്തിക്കാനുള്ള തന്ത്രമാണ് NDA പയറ്റുന്നത് എന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. BJP നേതൃത്വത്തിന് ഇതിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നുകൂടി പറയുന്നു. ഈ ഡീൽ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. SKN, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്നത് വയനാടുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ SKN അത് ചോദിക്കുന്നുണ്ട്. കണക്കുകളുണ്ട് എന്ന് ആവർത്തിക്കുന്നതിനപ്പുറം എന്തുകൊണ്ട് ഈ സാഹചര്യത്തിൽ പോലും, നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ആ കണക്കുകൾ അങ്ങ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതിനെന്തുകൊണ്ടാണ് കോൺഗ്രസിന് UDF-ന് കഴിയാത്തത്? എന്താണ് അദ്ദേഹം ആ വിഷയത്തിൽ പറയുന്നത്? SKN
സിത, അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ ഇത് ബാങ്കിൽ കിടക്കുന്ന പണമാണ്. മാത്രം അദ്ദേഹം പറയുന്നത് കുറേ മാസങ്ങളോളം ഗവൺമെൻറ് ഭൂമി വിട്ടുകൊടുക്കുമെന്ന രീതിയിൽ അവർ നടക്കുകയായിരുന്നു. വി ഡി സതീശനോട് തന്നെ അവസാനം മുഖ്യമന്ത്രി ഞങ്ങൾ തന്നെ എല്ലാവർക്കും വീട് ടൗൺഷിപ്പിലൂടെ നൽകും, ഇനി അത് ഈ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ സെപ്പറേറ്റ് ആയിട്ട് ലാൻഡ് എടുക്കേണ്ട കാര്യമില്ല എന്ന രീതിയിൽ അവരുടെ ആവശ്യം തള്ളുകയായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ലാൻഡ് കിട്ടാതെ പോയത്. പക്ഷേ അവരുടെ പണം കൃത്യമായി ബാങ്കിൽ കിടപ്പുണ്ട്. അത് ഓപ്പൺ പുസ്തകമാണ്, തുറന്ന പുസ്തകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് മാത്രമല്ല, അത് ആർക്കും പരിശോധിക്കാം. ഒരു 6 മാസത്തിനകം ഈ കെട്ടിടത്തിൻ്റെ എല്ലാ പണിയും, വീടിൻ്റെ പണികളെല്ലാം നിർമ്മിച്ച് നൽകുമെന്ന് വളരെ അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഇതിനകത്ത് ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ആരോപണ വിഷയമാക്കേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി മുണ്ടക്കൈ ചൂരൽമല ഉപയോഗിക്കേണ്ട ആവശ്യം എന്താണ്? അത് അവിടെ വീട് ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കും. പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ പണം ബാങ്കിലുണ്ടാകും. ബാങ്കിലുള്ള പണം വെച്ച് തന്നെ 6 മാസത്തിനകം വീടിൻ്റെ നിർമ്മാണം പൂർത്തിയാകും. അതല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി കാണേണ്ടി വരും എന്ന രീതിയിലാണ് KC ഇന്ന് എന്നോട് പറഞ്ഞത്. താങ്ക് യു എസ്കേൻ. എന്തായാലും നമ്മുടെ ഡിബേറ്റ് നമ്മൾ തുടങ്ങി മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുകയാണ് എസ്കേൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ വളരെ ശക്തിയായിട്ട് ഡിബേറ്റുമായി മുന്നോട്ട് പോവുക. ഞാൻ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര തിരിക്കുകയാണ്. താങ്ക് യു എസ്കേൻ. താങ്ക് യു. നമുക്കിനി നമ്മുടെ വിഷയങ്ങളിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഫോക്കസ് ഏരിയയിലെ അടുത്ത വിഷയത്തിൽ നമ്മൾ കടക്കുന്നു. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിൽ വിവാദം കത്തിക്കയറുന്നുണ്ട്. വർഗീയ പ്രചാരണം എന്ന പരാതികളിൽ LDF, UDF സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അനൗൺസ്മെന്റ് വിവാദമാണ് LDFനെ പ്രതിരോധത്തിലാക്കുന്നത്. ആരോപണം തള്ളി LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് ഇന്ന് ക്ഷുഭിതനാവുകയും ചെയ്തു. പ്രതികരണത്തിലേക്ക്. ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ ഒരു അനൗൺസ്മെന്റ് വിവാദമില്ല. അല്ല, അതുണ്ടെങ്കിലേ വിവാദം ആരാണോ ഉയർത്തിക്കൊണ്ടുവന്ന് അവരോട് അന്വേഷിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു വിവാദമില്ല. ഈ പരാതി ഉണ്ടെങ്കിൽ പരാതി അന്വേഷിച്ചോട്ടെ. ഒരു നോട്ടീസും കിട്ടിയിട്ടില്ല. ഞാനിവിടെ ഇന്ന് എൻ്റെ മുമ്പിലുള്ള ഒറ്റ വിഷയം ഈ പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കലാണ്. അതിന് പേരാമ്പ്രയുടെ പത്രങ്ങളൊക്കെ എങ്ങനെയാണ് വന്നുവിട്ടതെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ഞങ്ങളെ വാഹനത്തിൽ ഉപയോഗിക്കുന്ന അനൗൺസ്മെന്റിന്റെ ഒരു പെൻഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ കുറേ ദിവസങ്ങളായി ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ പര്യടനത്തിലെല്ലാം ഈ പെൻഡ്രൈവ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നും ഒരു വിഷയം വന്നിട്ടില്ലല്ലോ. ഇനി എന്തെങ്കിലും വിഷയം വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുമല്ലോ. സമുദായത്തിന്റെ പേരിൽ വോട്ട് അഭ്യർത്ഥിച്ചെന്ന പരാതിയിൽ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹിലിയയ്ക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. വിവാദ അനൗൺസ്മെന്റിലെ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് ഫാത്തിമ തഹിലിയ കുറ്റപ്പെടുത്തി. ഇവിടെ ഒരു അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമുണ്ട്. അത് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം വരെ FIR ഇട്ടിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. UDF പിടിക്കും. ഭൂരിപക്ഷത്തിൻ്റെ കാര്യം അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഈ നാട്ടിലെ വോട്ടർമാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഞങ്ങൾ ഈ മണ്ഡലം യഥാർത്ഥത്തിൽ ഞങ്ങളെ മണ്ഡലമാണ്. അത് വിധി എഴുതുന്ന തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരാനിരിക്കുന്നത്. വിശദമായ ചർച്ചയിലേക്ക് വരും മുമ്പ് നമ്മുടെ പ്രതിനിധി അജി കുഞ്ഞുമോൻ അവിടെ നിന്നും വിശദമായ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജി, ഈ ഗ്രൗണ്ട് റിയാലിറ്റി, ഗ്രൗണ്ട് എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നുള്ളത് അറിയണം. കാരണം ഈ പരാതി ഉയർത്തിക്കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ആദ്യം ഇത്തരത്തിലൊരു അനൗൺസ്മെന്റ് നടന്നു എന്നുള്ളത് അത് CPM-നും LDF-നും എതിരായിട്ടാണ് അത് കൊണ്ടുവന്നത്. ആക്ഷേപം പിന്നീട് ലീഗ് ഏറ്റെടുക്കുന്നത്, പരാതിയൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് ആ മണ്ഡലത്തിൽ ഏത് രീതിയിലാണ് ചർച്ചയാകുന്നത് ഇരുപക്ഷത്തും? ഇപ്പോൾ 2 പരാതികൾ വന്നു, രണ്ടിലും അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പ്രജിൻ, ഈ വിഷയം ഉയർന്നു വരുന്നത് ഇന്നലെയാണ് TP രാമകൃഷ്ണൻ, LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ പ്രചരണ വാഹനത്തിൽ എതിർ സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയെ മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്നു, അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലിയുടെ മതം പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള അനൗൺസ്മെന്റ് പ്രചരിക്കുകയാണ്. ഈ അനൗൺസ്മെന്റ് ഒരു കവലയിലൂടെ പോകുന്നു. പേരാമ്പ്രയിലെ വിവിധ മണ്ഡലങ്ങളിലൂടെ ഈ വിവിധ സ്ഥലങ്ങളിലൂടെ ഈ അനൗൺസ്മെന്റ് വാഹനം സഞ്ചരിക്കുകയാണ്. അപ്പോൾ UDF പ്രവർത്തകർ ചെയ്തത് ഉടനെ തന്നെ ഇത് വീഡിയോ ആയി ചിത്രീകരിച്ചു, അത് മാധ്യമങ്ങൾക്ക് നൽകുകയും ചെയ്തു. ഇവിടെയാണ് വിവാദങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് TP രാമകൃഷ്ണൻ ഇന്ന് പറഞ്ഞത് ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ്, അതായത് UDF സ്ഥാനാർത്ഥിയായ ഫാത്തിമ തഹ്ലിയെ അപമാനിക്കുന്ന തരത്തിൽ, ഫാത്തിമ തഹ്ലിയെ മതത്തിന്റെ പേരിൽ വിമർശിക്കുന്ന ഒരു തരത്തിലുള്ള വീഡിയോ പോലും തങ്ങൾ ഇട്ടിട്ടില്ല. തങ്ങളുടെ പ്രചരണ വാഹനത്തിൽ ഉപയോഗിക്കുന്ന പെൻഡ്രൈവുകൾ എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ തയ്യാറാണ്. ഞങ്ങൾ അന്വേഷണവുമായി സഹകരിക്കും. അതെങ്ങനെയാണ് വന്നതെന്ന് തങ്ങൾക്ക് അറിയില്ല എന്നുള്ള നിലപാടാണ് LDF സ്വീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കേസെടുക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് UDF. ഇതായിരുന്നു ഈ വിവാദങ്ങളുടെ തുടക്കം. പക്ഷേ ഇന്ന് വൈകുന്നേരം കഥകളാകെ മാറി മറിയുകയാണ്. ഇന്ന് വൈകുന്നേരം
ഫാത്തിമ തഹ്ലിയക്കെതിരെ 3 വ്യക്തികൾ പരാതി നൽകുകയാണ്. ആ പരാതിയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഫാത്തിമ തഹ്ലിയയും UDF പ്രവർത്തകരും എൻ്റെ വീട്ടിൽ വന്നിട്ട് മതത്തിന്റെ പേരിൽ, സമുദായത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ചു, സമുദായത്തിന്റെ ഉന്നമനത്തിനായി എന്നെ വിജയിപ്പിക്കണം എന്ന തരത്തിൽ വോട്ട് ചോദിച്ചു എന്നുകൊണ്ടാണ് ഈ 3 വ്യക്തികൾ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയത്. ഈ റിട്ടേണിംഗ് ഓഫീസർ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പേരാമ്പ്രയിലെ റിട്ടേണിംഗ് ഓഫീസർക്കാണ് ഈ 3 വ്യക്തികൾ പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പറയുന്നു, തങ്ങൾ ഒരു പാർട്ടിയുടെയും വക്താക്കളല്ല, മറ്റു ആളുകളുടെയും ഒരു വക്താക്കളും അല്ല എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇതിന് പ്രതികരണമായിട്ട് ഫാത്തിമ തഹ്ലിയ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഫാത്തിമ തഹ്ലിയയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. കയ്യിൽ കിട്ടിയതിനു ശേഷം എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിന് തയ്യാറാകുകയുള്ളൂ എന്നാണ് ഫാത്തിമ തഹ്ലിയ പറയുന്നത്. തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് പോവുകയാണ്. അവസാന ലാപ്പിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു മതത്തിന്റെ പേരിൽ കാടിറക്കിയുള്ള ഒരു പ്രചരണവും അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും പേരാമ്പ്ര മണ്ഡലത്തിൽ കൊടുമ്പിരി കൊള്ളുന്നത്. നമുക്കറിയാം, കുഞ്ഞുമനാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ എന്താണ് ആ വിഷയം എന്നും അത് ഗ്രൗണ്ടിൽ ഏത് രീതിയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്, എന്താണ് ചർച്ചകളെന്നും വ്യക്തമാക്കുന്നത്. അസിത, ഈ പേരാമ്പ്ര മണ്ഡലത്തിന്റെ ഒരു ഹിസ്റ്ററി നോക്കിയാണ് 1980 തൊട്ട് ഇങ്ങോട്ട് അത് LDF-നൊപ്പമുള്ള ഒരു മണ്ഡലമാണ്. ഇനി ഇപ്പോൾ നോക്കുക, 2016 വെറും കേവലം 1000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. പിന്നെ 2021 വരുമ്പോഴത്തേക്കും 22,500 വോട്ടിന്റെ ഭൂരിപക്ഷമായി അത് TP രാമകൃഷ്ണൻ ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ കോൺഫിഡന്റോട് കൂടി മത്സരിക്കേണ്ട ഒരു മണ്ഡലമാണ്. അവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആരോപണത്തിൽപ്പെട്ട് LDF ഇപ്പോൾ പ്രതിരോധത്തിലാവുന്നത്? അതിന് പല രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. നമ്മുടെ ഔദ്യോഗിക വാഹനമല്ല, പക്ഷെ അത് പൊളിച്ചെടുക്കുന്ന രീതിയിൽ അത് പറയുന്നു. അതിന് കൃത്യമായ പെർമിഷൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന മറുവാദം ഉയർത്തുന്നുണ്ട് മറുപക്ഷം. അപ്പൊ അങ്ങനെയൊക്കെ ആ വിവാദം പോവുകയാണ്. അങ്ങനെ ഒരു പ്രതിരോധത്തിലാകേണ്ട ഒരു സാഹചര്യം എന്താണ്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു മാറിയ കാറ്റ് നമ്മൾ കണ്ടു. അവിടെ എനിക്ക് തോന്നുന്നു അവിടെയുള്ള ആ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഒരു 10ഓളം പഞ്ചായത്തുകളിൽ കൂടുതലും UDF-നാണ് ഭരണം കിട്ടിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രജിൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പേരാമ്പ്ര എന്ന് പറയുന്നത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്ന മണ്ഡലമാണ് എന്ന് നിലവിലെ സാഹചര്യങ്ങൾ വെച്ചും ആ മണ്ഡലത്തിന്റെ പൊതുചിത്രം, ചരിത്രമൊക്കെ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം, ഒരു വിവാദം ഉയർന്നു വന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. ഇവിടെ ഇപ്പോൾ എന്താണ് ആദ്യഘട്ടത്തിൽ LDF-ന്റെ പ്രചാരണ വാഹനത്തിൽ പറഞ്ഞു എന്ന നിലയിൽ മുസ്ലിം ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നും വന്ന ആക്ഷേപം എന്താണ്? മതം പറഞ്ഞ് ഫാത്തിമ തഹ്ലിയ എന്ന മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി വോട്ട് തേടി എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ മതം പറഞ്ഞ് വോട്ട് തേടിയിട്ടുണ്ടോ അവർ എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം ഇതുവരെ നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഫാത്തിമ തഹ്ലിയ അങ്ങനെ വോട്ട് തേടിയിട്ടില്ല എങ്കിൽ, അങ്ങനെ വോട്ട് തേടി എന്ന് ഒരു വ്യാജ പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിൽ ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ഇനി മറുവശം എന്താണ്? ഇപ്പോൾ നോക്കൂ, ഫാത്തിമ തഹ്ലിയക്കെതിരെ 3 പേർ ഇപ്പോൾ തന്നെ പരാതി നൽകിയിരിക്കുന്നു. മതം പറഞ്ഞ് വോട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ 3 പേർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ പ്രചാരണ വാഹനത്തിൽ പറഞ്ഞത് എന്താണ്? നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് മുസ്ലിം ലീഗ് പ്രചാരണം നടത്തുന്നു എന്നുള്ളതാണല്ലോ ആ വാഹനത്തിൽ പറഞ്ഞത്. ഇനി ആ വാഹനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതുക. മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നുണ്ടെങ്കിൽ അത് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ അവർ പ്രചാരണം നടത്തുന്നുണ്ട്, പക്ഷെ അങ്ങനെയല്ല വേണ്ടത് എന്നുകൂടി പറയുന്നുണ്ട് ആ വാഹനത്തിൽ. അതല്ല നമ്മുടെ നാടിന് വേണ്ടത്, ആ നിലയിലുള്ള പ്രചാരണമല്ല വേണ്ടത് എന്നതുകൂടിയാണ് ആ വാഹനത്തിൽ അനൗൺസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു പ്രചാരണം നടത്തുന്നുണ്ട് എങ്കിൽ അത് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എന്റെ പക്ഷം. ഇനി മുസ്ലിം ലീഗ് ഇങ്ങനെ മതം പറഞ്ഞ് വോട്ട് പിടിക്കാത്ത ഒരു പാർട്ടിയാണോ, ഒരു രാഷ്ട്രീയ സംഘടനയാണോ? ആ വാദത്തിനോട് ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയില്ല. ഇന്നിപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നുണ്ട് മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന പാരമ്പര്യം UDF-നില്ല, മുസ്ലിം ലീഗിനില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ അതും മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിശ്വസനീയമല്ല. മുൻപ് PK സൈനബ തട്ടമിടില്ല, ഷംസീർ ഉമ്മയും ഉപ്പയും ഉംറയ്ക്ക് അയക്കില്ല എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ളത് ആരാണ്? ഇനി ചരിത്രമൊക്കെ അല്ലെങ്കിൽ പോയ കാലത്തെ സംഭവങ്ങളൊക്കെ പോട്ടെ, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് നഗരസഭയിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, 16-ാം വാർഡിലെ സ്ഥാനാർത്ഥി ഷാഹിനയ്ക്ക് വേണ്ടി മുസ്ലിം ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് എടനീർ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരാണ്, നോമ്പ് നോൽക്കുന്നവരാണ്, ഇസ്ലാമിക ശൈലികൾ ഉൾക്കൊണ്ട സ്ഥാനാർത്ഥിയാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതണമെന്നുള്ളതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് തേടി ഒരു പൊതുയോഗത്തിൽ ജനങ്ങളോട് പറഞ്ഞത്. ഈ മുസ്ലിം ലീഗാണോ മതം പറഞ്ഞ് വോട്ട് തേടാത്തത്? ഗോപി, പ്രജിൻ, വളരെ വിചിത്രമായ ഒരു വാദമായിട്ടാണ് ഇതുവരെ കേട്ട വാദങ്ങളെ എനിക്ക് തോന്നുന്നത്. കാരണം പറയാം. ഒന്നാമത്തെ കാര്യം, ഈ നടത്തിയത് നമുക്ക് ആദ്യം നോക്കേണ്ടത് എന്താണ് ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ പറഞ്ഞത്. ഇനി അത് പറഞ്ഞത് മതസ്പർദ്ധ വളർത്തുന്നതാണോ, തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണോ എന്നതാണ്. ഇനി അഥവാ മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് വിളിച്ചു പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന വാദം ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അനൗൺസ്മെന്റിലെ വാചകം ഇങ്ങനെയാണ്: പേരാമ്പ്രയുടെ മണ്ണിൽ ഒരു സഹോദരിയെ സ്ഥാനാർത്ഥിയാക്കി മുസ്ലിം ലീഗ് നടത്തുന്ന സ്വകാര്യ പ്രചാരണം
നമ്മുടെ വോട്ടുകൾ നമ്മുടെ കൗമിലെ, അതായത് ആ സമുദായത്തിലെ കുട്ടിക്ക് എന്നാണ്. മത ഏകീകരണത്തിന്റെ ചിഹ്നം വിളിയാണ് മുസ്ലിം ലീഗ് നടത്തുന്നത്. സമത്വബോധമുള്ള മനുഷ്യർ ഇത് ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. അതായത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ ഒരു സ്വകാര്യമായി ഈ വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രചാരണം ലീഗ് നടത്തുന്നുണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനത്തിലൂടെ പറഞ്ഞുകൊണ്ട് പോവുകയല്ല, അവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്, പരാതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം. ഇനി ഈ വാചകത്തിന്റെ അപകടം എന്താണ്? ഇത് മറുഭാഗത്ത് നിൽക്കുന്ന, അതായത് പേരാമ്പ്രയിൽ ഇതുവരെ കാണാത്ത തരത്തിൽ ഒരുപക്ഷെ ശക്തമായ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടക്കാൻ പാകത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയായി ഈ ഫാത്തിമ തെഹ്ലിയുടെ പ്രവർത്തനം കൊണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ എതിരാളിയെ ചാപ്പ കുത്താൻ, അവർ വർഗീയ പ്രചാരണം നടത്തുന്നയാളാണ് എന്ന് വോട്ടർക്കിടയിൽ അവരെ സ്റ്റാമ്പ് ചെയ്യാൻ നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമല്ലേ ഈ പ്രചാരണം എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അവിടെയാണ് ഇത് മതധ്രുവീകരണത്തിന് ഇടവരുത്തുന്ന ഒരു തെറ്റായ പ്രചാരണമാണെന്നും ഇത് ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി അനുവദിക്കപ്പെടാൻ പാടില്ല എന്നും ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനമായി കാണണം എന്നും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പരാതി ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഇനി വടകരയിൽ എന്താണ് സംഭവിച്ചത്? കാഫിർ സ്ക്രീൻഷോട്ട് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ള ആ വിവാദം വടകര മണ്ഡലത്തെ എങ്ങനെ ബാധിച്ചു, അത് ഏത് തരത്തിലുള്ള വിവാദമായി എന്ന് നമുക്ക് അറിയാം. അതിന് സമാനമായ രീതിയിൽ ഇത് ഉണ്ടാക്കിയതാണോ എന്ന സംശയമുണ്ട്. ഇനി ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞല്ലോ, ലീഗ് മുമ്പും വർഗീയ പ്രചാരണം നടത്തിയിട്ടുണ്ട്, അവർ യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെ നടത്തുന്നുണ്ട്, അവർക്കെതിരെ പരാതി ഉണ്ടെന്ന്. അങ്ങനെ ഒരു പരാതി ഇടതുമുന്നണി സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണൻ ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഇത് തെറ്റാണെന്ന്. ഇങ്ങനെ ഒന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പേരാമ്പ്രയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി തന്നെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറഞ്ഞു. അങ്ങനെ ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രചാരണം നടത്താൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, എനിക്ക് എന്റെ വാഹനത്തിന്റെ തന്നെ നമ്പർ ഓർമ്മയില്ല എന്നാണ്, ഇത് നിങ്ങളുടെ പ്രചാരണ വാഹനമല്ലേ എന്ന് ചോദിച്ചപ്പോൾ ടി.പി. രാമകൃഷ്ണൻ മാത്രമല്ല ഇന്നിപ്പോ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു. അതായത് അതല്ല ഔദ്യോഗികമായുള്ള അനൗൺസ്മെന്റ്, അതൊരു പെൻഡ്രൈവ് ഉണ്ട്, ആ പെൻഡ്രൈവ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്നാണ് മാധ്യമത്തിൽ. ഇനി ഫാത്തിമ തെഹ്ലിയെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രചാരണ വാഹനത്തിലൂടെ നടത്തുന്ന പ്രചാരണ മുദ്രാവാക്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് വളരെ യുക്തിസഹമായ ലളിതമായ ഒരു സംശയമല്ലേ? അതായത് എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നൊരു സ്ക്രിപ്റ്റ് ഉണ്ടാകണം, ആ സ്ക്രിപ്റ്റ് ഒരാൾ നോക്കിയിട്ടുണ്ടാകണം, ആ സ്ക്രിപ്റ്റ് തിരുത്തി കൊടുത്തിട്ടുണ്ടാകണം, അതിനുശേഷമായിരിക്കും നമുക്കറിയാലോ അതൊരു ഓഡിയോ ആകുന്നതും പിന്നീട് അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അനൗൺസ്മെന്റ് ആയി മാറുന്നതും. ആരും കാണാതെ, ആരും ശ്രദ്ധിക്കാതെ, വളരെ നിഷ്കളങ്കമായി ഇങ്ങനെ ഒരു വാചകം അതിനകത്ത് കടന്നുകൂടി എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ഇനി ഇത് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഗുരുതരമായ ഒരു പരാതിയാണ്. ആ പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ, ആ പരാതിക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ടതാണെന്നൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യെസ്, നമുക്ക് ഈ ചർച്ച തുടരാൻ മുമ്പ് ചെറിയൊരു ഇടവേള എനിക്ക് ആവശ്യപ്പെട്ട് വരുന്നു. ചെറിയ ഇടവേള കഴിഞ്ഞ ശേഷം തിരികെ എത്താം. ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക്. മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് തുടരുകയാണ്. വീണ്ടും പേരാമ്പ്ര അനൗൺസ്മെന്റ് വിവാദ ചർച്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഹാഷ്മി, ഇവിടെ നോക്കുക, ഇന്നത്തെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവിടെ LDFന്റെ ഭാഗത്തു നിന്നും ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. ഫാത്തിമ തെഹ്ലിയ മതം പറഞ്ഞ് വോട്ട് തേടുന്നു എന്നാണ്. അതായത് നേരത്തെ എന്താണോ അവർക്കെതിരെ ഉയർന്ന കേട്ട ആക്ഷേപം അത് അവർ തിരികെ ആയുധമാക്കുന്നു എന്നാണോ? എന്തുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. ഇന്നലെയാണ് 3 പരാതി കിട്ടിയത്. ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് ഇങ്ങനെ വലിയ വാർത്തയാകുമ്പോൾ പേരാമ്പ്രയിലേക്ക് കേരളത്തിന്റെ മാധ്യമശ്രദ്ധ മൊത്തം പോകുമ്പോഴേക്കും ഒരു കൗണ്ടർ പരാതിയാണെന്ന് മനസ്സിലാക്കാൻ പഴൂർ പടിപ്പരയ്ക്ക് പോകേണ്ട കാര്യമില്ല. മാത്രമല്ല ഫാത്തിമ തെഹ്ലിയോ മുസ്ലിം ലീഗോ അത്തരത്തിൽ വർഗീയ പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ ആദ്യം പരാതി ഉണ്ടാവേണ്ട ആൾ അവിടുത്തെ സ്ഥാനാർത്ഥി ടി.പി. രാമകൃഷ്ണൻ. ടി.പി. രാമകൃഷ്ണൻ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഇല്ല, ഫാത്തിമ തെഹ്ലി അങ്ങനെ നടത്തുന്നില്ല എന്നാണ് ടി.പി. രാമകൃഷ്ണൻ. ഇതൊന്നുമല്ല പ്രതി. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഗുരുവായൂരിൽ വർഗീയത പച്ചയ്ക്ക് പറഞ്ഞെങ്കിൽ ഇത് പരോക്ഷമായി വേറൊരർത്ഥത്തിൽ റോഡിൽ മൈക്കിട്ട് കൂവുന്ന പണിയാണ് നമ്മൾ വടകരയിൽ കണ്ടത്. അത് കൃത്യം പ്ലാൻഡ് പണിയാണ്. കാരണം എന്താണ്? ഏതെങ്കിലും തരത്തിൽ ഒരാൾ അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ടങ് സ്ലിപ്പിൽ നാക്കുപിഴയിൽ ഉണ്ടാകുന്നതല്ല, അത് റെക്കോർഡാണ് എന്ന് പറഞ്ഞാൽ ഒരു പേപ്പറിൽ സ്ക്രിപ്റ്റ് എഴുതി അത് പ്രൂഫ് റീഡ് ചെയ്ത് അതൊരു സ്റ്റുഡിയോയിൽ പോയി ഓഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പെൻഡ്രൈവിലായി കൊടുത്തതാണ്. ഒരു വണ്ടിയിലല്ല 40 മണ്ഡലങ്ങളോട് 40ഓളം വണ്ടികളിൽ അത് കൊടുത്തു എന്നാണ് അവിടെ നിന്ന് അറിയാൻ കഴിയുന്നത്. അതിന് ക്ലാരിഫിക്കേഷൻ വരട്ടെ. 1-ാം നമ്പർ പ്ലാന്റ് പണിയാണ്. ഇതുപോലൊരു പ്ലാന്റ് പണി നേരത്തെ ഗോപിച്ചേട്ടൻ പറഞ്ഞു. വടകരയിൽ കണ്ട കാഫർ സ്ക്രീൻഷോട്ട് മുമ്പ് തന്നെ ഷാഫി പറമ്പിൽ അവിടെ ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ പണി അവിടെ തുടങ്ങിയതാണ്. എന്തായിരുന്നു പണി? ഷാഫി പറമ്പിൽ തളി ക്ഷേത്രത്തിൽ പോയപ്പോഴേക്കും അവിടെ ഈ തീർത്ഥവെള്ളം കൊടുത്തു, അത് കുടിച്ചു. തീർത്ഥവെള്ളം കുടിച്ച ഷാഫി പറമ്പിൽ യഥാർത്ഥ ദീനിയായ വിശ്വാസിയല്ല, ദീനിയായ മുസ്ലിം അല്ല എന്നാണ് കൂട്ടർ ആദ്യം പറഞ്ഞുണ്ടാക്കിയത്. അത് വർക്കൗട്ട് ആവുന്നില്ല. ഷാഫി പറമ്പിലെ വലിയ മുന്നേറ്റം കണ്ടു. അപ്പോൾ ഇറക്കിയ അറ്റ കൈയാണ് ഈ പറഞ്ഞ കാഫർ സ്ക്രീൻഷോട്ട്. അന്വേഷണം ഉണ്ടായി.
അന്വേഷണം ഉണ്ടായി എത്തി. ഇപ്പം ഇന്ന് ആ കാഫർ സ്ക്രീൻഷോട്ടിലെ അന്വേഷണം അവസാന ദിവസം കൂടിയാണ് കേട്ടോ. അന്വേഷണം എത്തി നിന്നത് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവ് റിബേഷ് രാമകൃഷ്ണൻ. റിബേഷോട് പോലീസ് ചോദിച്ചു, റിബേഷ് നിനക്ക് എവിടെ നിന്ന് അത് കിട്ടിയത്? റിബേഷ് പറഞ്ഞു പറയാൻ സൗകര്യമില്ല. റിബേഷിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. റിബേഷിന്റെ ഫോൺ ആ ഫോറൻസിക് പരിശോധനാ ഫലം വരുന്നതിന് മുമ്പ് പോലീസ് അന്വേഷണം അവസാനിക്കും. എന്താ കാരണം? അത് പുറത്തു വന്നാൽ റിബേഷിന്റെ പിന്നിലുള്ള ഈ പറയുന്ന ദുഷ്ടബുദ്ധിയുടെ തലച്ചോറ് ആരാണെന്ന് കേരളം അറിയും. അതല്ലാതെ തന്നെ കേരളത്തിന് മനസ്സിലാവുന്നുണ്ട് ഏത് രീതിയിലാണ് അവിടെ ഉണ്ടാവുന്നത്. അതിനകത്ത് ഗുണം എന്താ പ്രജിൻ? അവിടെ ഷാഫി പറമ്പിലിന് വടകരയിൽ മുല്ലപ്പള്ളിക്കോ കെ മുരളീധരനോ കിട്ടുന്നതിനേക്കാൾ മാരകമായ ഭൂരിപക്ഷം ഉണ്ടായി. ഞാൻ വടകരയിലെ മതം പറഞ്ഞ ഡെമോഗ്രഫി പറയുന്നില്ല. ആ കണക്കെടുത്ത് നോക്കൂ. വളരെ ഷാർപ്പായി കൃത്യം മനസ്സിലാക്കും അവിടുത്തെ ആളുകൾ വോട്ട് ചെയ്തത് ഈ പറയുന്ന വർഗീയത പറഞ്ഞ അല്ലെങ്കിൽ ജാതിയോ മതം നോക്കിയോ അല്ല, രാഷ്ട്രീയമായി വോട്ടുള്ളതുകൊണ്ട് മാത്രം അത്രയും മാരകമായ ഭൂരിപക്ഷം ഉണ്ടായത്. ഇനി അതേ പണി തന്നെയാണ് പേരാമ്പ്ര നടക്കാൻ പോകുന്നതിന് ഉണ്ടാകാൻ പോകുന്ന പ്രോ ഫാത്തിമ ഫാത്തിമ തഹ്ലിയാണ്. നോക്കൂ പ്രജിൻ, ഇവിടെ TP രാമകൃഷ്ണന് പ്രായം 79 വയസ്സാണ്. ഫാത്തിമ തഹ്ലിക്ക് പ്രായം 29 വയസ്സാണ്. അത്രയും എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രായത്തിൽ പകുതി പോലും പ്രായമില്ലാത്ത ഒരാളോട് LDFന്റെ CPMന്റെ ഉറച്ച കോട്ടയിൽ TP പോലെ അധികാരം ഒരു നേതാവിന് ജയിക്കണമെങ്കിൽ ഇമാതിരി നാറിയ പണിയൊക്കെ കാണിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ കഷ്ടമെന്നേ പറയാനുള്ളൂ. അധമപ്പണിയാണ്, നാടിനെ കുട്ടിച്ചോറാക്കുന്ന വൃത്തികെട്ട പണിയാണ് എന്നേ പറയാനുള്ളൂ. അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഇപ്പം നേരത്തെ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഹാഷ്മി പറഞ്ഞ രണ്ട് പ്രശ്നങ്ങൾ, ഒന്ന് ഗുരുവായൂരിൽ B. ഗോപാലകൃഷ്ണൻ, പിന്നെ വടകരയിൽ അത്രമാത്രം ഇന്റൻസിറ്റി ഉള്ള ഒരു ആക്ഷേപമാണോ ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്നത്? ഈ അനൗൺസ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ ഈ മതം പറഞ്ഞ് ലീഗ് വോട്ട് തേടുന്നു എന്നൊരു ആരോപണമാണ്. അത് ആ രീതിയിൽ എന്തുകൊണ്ടാണ് കാണാത്തത്? അല്ല, ആ രീതിയിൽ കാണാൻ പറ്റുന്നത് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത കൂടിയുണ്ട്. അവിടെ ഈ അവിടെ സംഘർഷ സാഹചര്യങ്ങൾ പണ്ടുണ്ടായ മണ്ണാണ്, അതിന്റെ മുറിവുകൾ പേറുന്ന മണ്ണാണ്. ആ മണ്ണിൽ പ്രജിൻ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വാർത്തയാവുന്നത്, എന്തുകൊണ്ടാണ് തടയപ്പെട്ടത്, നോട്ടീസ് ആവുന്നത്? അത് ആ മണ്ഡലത്തിലുള്ള ഒരാൾക്ക് പ്രശ്നമായി തോന്നുന്നത്. കാരണം എന്താണെന്നറിയോ? അത് അവിടെ സ്ഥിരം പറയുന്നതാണ്. മണ്ഡലത്തിന് പുറത്തുള്ള ഒരാൾ കണ്ടപ്പോഴും ഇത് വർഗീയതയല്ലേ എന്ന് തോന്നി ഓടി എടുത്തപ്പോഴാണ് അത് പ്രശ്നമായത്. അവിടെ ഈ പറഞ്ഞ 4 വോട്ടിന് ഇത്തരത്തിൽ ഇത് വർഗീയമല്ലേ, ഇത് പ്യുവർ വർഗീയമല്ലേ എന്ന് പറഞ്ഞാൽ ഫാത്തിമ തഹ്ലി അത്തരത്തിൽ വോട്ട് ചോദിക്കുന്നില്ലെന്ന് പറയുന്ന ആരാണ്? TP രാമകൃഷ്ണൻ തന്നെയാണ്. കാഫർ സ്ക്രീൻ എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ 5 നേരം നിസ്കരിക്കുന്ന ദീനിയായ ഈ പറഞ്ഞ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യണം, കാഫറായ ടീച്ചർ വോട്ട് ചെയ്തെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അത് വോട്ട് മാത്രമല്ല പ്രജിൻ, ഇവിടെ വോട്ട് കഴിയും, ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിയും, ചിലപ്പോൾ അധികാര തുടർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ അധികാര തുടർച്ച ഉണ്ടാവാതിരിക്കും. പക്ഷേ ഇത്തരത്തിലുണ്ടാകുന്ന പ്രചരണത്തിന്റെ പ്രശ്നം എന്താണ് പ്രജിൻ? ഇവിടെ മനുഷ്യന്മാർ ശരിയാണ്, പല മതങ്ങളാണ്, പല ജാതികളാണ്, പല സമുദായങ്ങളാണ്, പല വിഭാഗങ്ങളാണ്. അതൊക്കെ മറന്ന് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയല്ലേ? ഇവർ പറയുന്നത് എന്താണ്? നിങ്ങൾ അവരാണ്, നിങ്ങൾ ഇവരാണ്, നിങ്ങൾ ഹിന്ദുവാണ്, നിങ്ങൾ മുസ്ലിമാണ്. ഈ നാടിന്റെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന മതേതര ഫേബ്രിക്കിനെ കുട്ടിച്ചോറാക്കലാണ്. അത് വരും തലമുറയ്ക്ക് കാണിക്കുന്ന ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ അത് വരും തലമുറയോട് കാണിക്കുന്ന മാരകമായ അപരാധമാണ്. ചെയ്തുകൂടാ, ഒരുത്തരും ചെയ്തുകൂടാ. അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. മുസ്ലിം ലീഗ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇപ്പോൾ ഖൗമിലെ കുട്ടി എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ഫാത്തിമ തഹ്ലി വോട്ട് ചോദിക്കുന്നത് നമ്മളാരും കേട്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പക്ഷേ മുസ്ലിം ലീഗ് മതം പറഞ്ഞ് വോട്ട് തേടാത്തവരാണ് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? മുസ്ലിം ലീഗിന്റെ പോയ കാല ചരിത്രം അത് തന്നെയാണ്. ഏറ്റവും ഒടുവിലെ തദ്ദേശ എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കാണിക്കുന്ന മര്യാദകേടുകൾക്ക് ന്യായീകരണം നമ്മളാരും ഇവർക്ക് തലച്ചോറ് അടിയറ വെച്ച അന്തം ഇവരുടെ അടിമകളല്ല. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. ഏത് അമ്മമാർ ചെയ്താലും, ഏത് രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ചെയ്താലും നാടിനെ നാനാവിധമാക്കുന്ന പന്നപ്പണിയാണ്. അത് നമ്മൾ ഒരു നിർദ്ദയം ചൂണ്ടിക്കാട്ടണം. പറഞ്ഞു യെസ്, ഞാൻ വരാം. ദിലീപ്, ഈ പറയുന്ന പോലെ ഈ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും പല രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ലീഗിനെതിരെയായിരുന്നു ആക്ഷേപം ഉയർന്നത്, ലീഗ് ഈ രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആദ്യം പരാതിയുമായി വന്നത് കോൺഗ്രസ് ആണ്. അതിന് പിന്നാലെയാണ് ലീഗ് അത് ഒഫീഷ്യലി അല്ലെങ്കിൽ പോലീസിലൊരു പരാതി കൊടുക്കുന്നത് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ മട്ടിലുള്ള വർഗീയ പ്രചാരണം അത് നടന്നിട്ടില്ല എന്ന് LDF പറയുന്നു, അല്ല അത് അങ്ങനെയാണ് എന്ന് UDF പറയുന്നു. വസ്തുതകൾ പരിശോധിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ്? പ്രജിൻ, ഈ പേരാമ്പ്രയിൽ ഇപ്പോൾ ഒരു വാഹനത്തിലെ അനൗൺസ്മെന്റ് ആണ്, അത് വീഡിയോ റെക്കോർഡ് ചെയ്ത് ഈ വാഹനത്തിന് പിന്നാലെ വന്ന ഒരു UDF പ്രവർത്തകൻ ഈ അനൗൺസ്മെന്റ് കേട്ട് അതിൽ ആ അനൗൺസ്മെന്റ് വെറുപ്പുളവാക്കുന്നതാണ്, വിദ്വേഷമുളവാക്കുന്നതാണ് സമൂഹത്തിൽ എന്ന് തോന്നി ഒരു UDF പ്രവർത്തകൻ അത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് മറ്റ് അനൗൺസ്മെന്റ് വാഹനങ്ങളിൽ ഉണ്ടായിരുന്നോ എന്ന കാര്യമൊക്കെ ഏതായാലും അന്വേഷണ സംഘം പരിശോധിക്കട്ടെ. ഈ ഒരു അനൗൺസ്മെന്റ് വാഹനം അതിൽ ഏതായാലും അക്കാര്യത്തിൽ അതിന് ഉത്തരവാദികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ ഈ അനൗൺസ്മെൻ്റ് എന്ന് പറയുന്നത് അതിനൊരു മൈക്ക് പെർമിഷൻ വേണം. അത് വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ പോലീസിന് അപേക്ഷ കൊടുത്താൽ മാത്രമേ ഈ മൈക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ, അനൗൺസ്മെൻറ്റിനുള്ള
പെർമിഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വാഹനം ആരുടെ പേരിലുള്ളതാണ്, ആ വാഹനത്തിൻ്റെ ഈ മൈക്ക് പെർമിഷൻ എടുത്തിട്ടുള്ളത് ആരാണ്, ഇതൊക്കെ അന്വേഷണ സംഘത്തിന് വളരെ വേഗം കണ്ടെത്താൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന്, ഇതിപ്പോൾ നടുവണ്ണൂരിലെ ഒരു സ്റ്റുഡിയോയിലാണ് ഈ അനൗൺസ്മെൻറ്റ് റെക്കോർഡ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ഏതായാലും അതൊരു അങ്ങേയറ്റം അങ്ങനെയുണ്ടെങ്കിൽ അത് ആ ഭാഗത്തെ CPIM നേതാക്കളാണ് അത് ചെയ്തതെങ്കിൽ ഏതായാലും അതിൽ അന്വേഷണം പുറത്തു വരട്ടെ, അന്വേഷണത്തിൻ്റെ റിസൾട്ട് പുറത്തു വരട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം അപക്വമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെ റെക്കോർഡ് ചെയ്യുക, നമ്മുടെ കൗമില കുട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന നിലയിൽ ആ നിലയിലുള്ള സംഭാഷണങ്ങളടങ്ങിയ പരാമർശങ്ങളടങ്ങിയ അത്തരം ഡയലോഗുകൾ അതിൽ ഈ അനൗൺസ്മെൻറ്റിൽ ഉൾപ്പെടുത്തുക എന്നതൊക്കെ പറഞ്ഞാൽ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വെറുപ്പ് വളരെ വലുതാണ്. അത് ഒരു വീടാന്തരം കയറി ഇറങ്ങുന്നത് പോലെയുമല്ല, അതിനേക്കാൾ എന്താ ഒരു പൊതുസമൂഹത്തോടാണ് ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറയുന്നത്. ഹാഷ്മി പറഞ്ഞു കൗണ്ടർ പരാതിയായിട്ട് മറ്റൊന്നും കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, മറ്റൊന്ന് കൊടുത്തിട്ടുണ്ട്. അല്ല പ്രജിൻ, ആ കാര്യത്തിലൊക്കെ അന്വേഷണത്തിന്റെ തീർപ്പ് വരട്ടെ. നമ്മുടെ മുന്നിലുള്ളത് ഇപ്പോൾ ഈ അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ 3 പേർ പരാതിക്കാർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് കയറുന്നത് വരെ എനിക്ക് അതേക്കുറിച്ച് അറിയില്ല. അവർ പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ. അവർ ആ പരാതി വരട്ടെ, അല്ല ഒരുപോലെയോ അല്ലെങ്കിൽ എത്രയോ ഏത് തരത്തിലോ വന്നോട്ടെ. അത് ഈ ജനാധിപത്യത്തിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിലാണ് ശരിയെങ്കിൽ അങ്ങനെ ആവട്ടെ. പക്ഷേ നിലവിലേതായാലും ഇപ്പോൾ ഈ പരാതി മാത്രമാണ്, റിട്ടേൺ പരാതി മാത്രമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റേത് പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു തെളിവാണ്. അത് വളരെ എവിഡൻ്റായ കാര്യമാണ്. അത് അനൗൺസ് ചെയ്തു എന്നുള്ളത് കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ, നേരത്തെ ഈ പ്രജിൻ പറഞ്ഞിരുന്നു, ഗോപിയുമൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു സുരക്ഷിത മണ്ഡലമൊന്നുമല്ല LDFനെ സംബന്ധിച്ച് പേരാമ്പ്ര എന്നുള്ളത്. അവിടെ എന്തിനാണ് ഇത്തരം ഗിമ്മിക്കുകൾ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ 22,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് TP രാമകൃഷ്ണൻ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ 19,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനുണ്ടായിരുന്നു, UDF സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 10 ഗ്രാമപഞ്ചായത്തുകളാണ് പേരാമ്പ്ര മണ്ഡലത്തിലുള്ളത്. ആ 10 പഞ്ചായത്തിൽ 6 പഞ്ചായത്തിലും UDF ഭരണമാണ്. 8,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് UDFന്. അപ്പോൾ അത്ര ഒരു ടൈറ്റ് മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത്. 2021-ലെ അവസ്ഥയല്ല ഇപ്പോൾ ഈ 2026-ലെത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇതേതായാലും ഇത് ആ ഒരു മണ്ഡലത്തിലെ കാര്യം മാത്രമല്ല, അത് ഫാത്തിമ തഹലിയ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകയോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ്. അത്തരം പരാമർശങ്ങൾ നടത്താൻ പാടില്ലാത്തതാണ്. അങ്ങനെ ഫാത്തിമ തഹലിയ കേരളത്തിൽ ഈ ഒരു എന്താ പറയുക ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. അത് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ നേതാവാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പോൾ അത്തരം ഒരു നേതാവിന് ഈ സമുദായത്തിൻ്റെ കള്ളികളിൽ മാത്രം ചുരുക്കി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓരോ സ്ഥാനാർത്ഥികളുടെയും സമുദായം പറഞ്ഞ് ഈ നിലയിൽ എതിരാളികൾ വോട്ട് തേടാൻ തുനിഞ്ഞാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും, ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? എത്രയോ മണ്ഡലങ്ങളിൽ നേതൃശേഷിയുള്ളവരാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതും അവരെ തെരഞ്ഞെടുക്കേണ്ടതും. ജനങ്ങൾ ജാതി മത സാമുദായിക ഭേദമന്യേ അവർക്ക് ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന, അവരുടെ ജാതിയോ മതമോ ഒന്നും പരിഗണിക്കാതെ ഏറ്റവും മികച്ചതെന്ന് തോന്നുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ കഴിയുന്നെന്ന് തോന്നുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കലാണ് വേണ്ടത്. അതിന് ഇത്തരം പരാമർശങ്ങൾ നടത്തുക എന്നത് അത് അങ്ങേയറ്റം അനുചിതമായ കാര്യമാണ്. കർശന നടപടി സ്വീകരിക്കേണ്ടതുമാണ്. അതിനു മുമ്പ് നേരത്തെ ഗോപി കൈ ഉയർത്തിയിരുന്നു. നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ കാലത്തെ ട്രെൻഡ് അനുസരിച്ചാണ് ദിലീപ് അതിനെ പറയുന്നത്. ഒരു പരാജയ ഭീതി കൊണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അത്യന്തം മോശം എന്ന അഭിപ്രായമാണ് ദിലീപിനുള്ളത്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ പിന്നാലെ വന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ LDFന് അനുകൂലമായ രീതിയിലല്ല അവിടെ കാറ്റ് വീശിയത്. അതുകൊണ്ട് തന്നെ ഒരു പരാജയ ഭീതി ഉണ്ട് LDFന്. അതുകൊണ്ട് ഇങ്ങനെ പോയെങ്കിൽ അത് മോശം എന്ന അഭിപ്രായമാണ്. അല്ല, ഞാനൊരു ചെറിയ തിരുത്ത് ദിലീപിന്. ഞാൻ പേരാമ്പ്ര ഒരു സുരക്ഷിത മണ്ഡലമാണ് ഇടതു മുന്നണിക്കെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സാധാരണ നിലയിൽ ഫാത്തിമ തെഹലിയെ നിർത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പരാതി, ഒരു ആക്ഷേപമൊക്കെ ജയിക്കാത്തൊരു മണ്ഡലത്തിൽ നിർത്തി എന്നൊക്കെയായിരുന്നു. പക്ഷെ അവിടെ വലിയൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഫാത്തിമ തെഹലിയുടെ പ്രചാരണം മാറിയിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ഞാൻ അത്, എനിക്കൊന്ന് ഒരുപക്ഷെ ദിലീപ് തെറ്റിദ്ധരിച്ചായിരിക്കും, എന്ന അർത്ഥത്തിലാണ് ഞാൻ ആ ഭാഗം വിശദീകരിച്ചത്. പിന്നെ നേരത്തെ പ്രജിൻ ഹാഷ്മിയോട് ചോദിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. അതായത് ഇത് കേവലം ഒരു ആരോപണമല്ലേ എന്നാണ്.
ഇത് കേവലം ഒരു ആരോപണം എന്ന നിലയിലല്ല ആ അനൗൺസ്മെന്റ് വാഹനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ കൗമിലെ കുട്ടിക്ക് വോട്ട് ചെയ്യണം, അങ്ങനെ നടത്തുന്ന പ്രചാരണം എന്നാണ്. അതായത് ആരോപണമായിട്ടല്ല, അങ്ങനെ നടക്കുന്നു എന്ന നിലയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. ഇനി അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒന്നെങ്കിൽ മുസ്ലിം ഇതര വോട്ടുകളുടെ ഏകീകരണം, അല്ലെങ്കിൽ മതേതര വോട്ടുകളുടെ ഏകീകരണം മറുഭാഗത്തേക്ക് ആക്കുക എന്ന ലക്ഷ്യമാണ് അതിന് പിന്നിൽ ഉള്ളത് ലളിതമായിട്ട്. അതായത് വർഗീയ സ്വഭാവമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വർഗീയത മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പുറത്ത് എതിരാളിയായി നിൽക്കുന്നത് എന്ന് ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇത്തരം അനൗൺസ്മെന്റുകളിലൂടെ നടക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി, അതായത് വർഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചാരണ തന്ത്രത്തിന്റെ ഭാഗമായി പ്രയോഗിക്കുന്ന കാര്യത്തിൽ അത് ലീഗ് ആകട്ടെ, BJP ആകട്ടെ, CPM ആകട്ടെ, കോൺഗ്രസ് ആകട്ടെ, പാർട്ടിയോ കൊടിയുടെ നിറമോ നോക്കാതെ അതിനെ എതിർക്കുക, അതിനെതിരായി നിലകൊള്ളുക എന്നത് ധാർമ്മികവും മാതൃകാപരവുമായ ഒരു നിലപാടായി നമ്മൾ പരിഗണിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ലീഗൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി ഇതിനു മുൻപ് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥി അത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നതൊന്നും ഈ പറയുന്ന പരാതിയെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനുള്ള ന്യായവാദമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാം. അസദയും ആ പറഞ്ഞ കൗണ്ടർ നേരത്തെ പറഞ്ഞു ലീഗുമായി ബന്ധപ്പെട്ട്. ഹാഷ്മിക്കും ഒരു പോയിന്റ് ഉണ്ട്, ഞാൻ അതിലേക്ക് വരാം. ഒരു അനുമുമ്പ് ചെറിയൊരു ഇടവേള വേണം. മൈജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിൽ ഒരു ചെറിയ ഇടവേള. ഇതേ വിഷയത്തിൽ നമ്മൾ ചർച്ച തുടരും. മൈജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് തുടരുകയാണ്. വീണ്ടും പേരാമ്പ്രയിലേക്ക് തന്നെയാണ് നമ്മൾ ആ വിഷയം കുറച്ചധികം സമയം ചർച്ച ചെയ്യുന്നെങ്കിലും ഹാഷ്മി മസൂദയും 2 പോയിന്റുകൾ. നമ്മൾ ഈ കാഫർ കൗമ് എന്നൊക്കെ പറയുന്ന സാധനം ഇപ്പോഴത്തെ കേരളത്തിലെ മുസ്ലിം ജനസാമാന്യം ഉപയോഗിക്കുന്ന വാക്കല്ല. 1970-കളിൽ എന്തോ സിനിമ കണ്ട ബുദ്ധികെട്ടവന്മാർ എഴുതി കയറ്റി വെച്ച സ്ക്രിപ്റ്റാണത്. അതുകൊണ്ടാണ് ആ വാക്കൊക്കെ വരുന്നത്. 1 2 പ്രജിൻ, പേരാമ്പ്രയിലെ റിലീജിയസ് ഡെമോക്രറ്റിയുടെ കണക്കെടുത്ത് നോക്കിയാൽ അവിടെ ഒരു മുസ്ലിം ഏകീകരണം ഉണ്ടാവാനുള്ള ഏറ്റവും അധികം തിരിച്ചടി ഉണ്ടാകുന്ന ഫാത്തിമത്തുകളിലേക്കാണ്. അങ്ങനെ ഉണ്ടാവുന്നിരിക്കും മുസ്ലിം ഏകീകരണത്തിനായി ഈ പറഞ്ഞ സമുദായം പറഞ്ഞ് വോട്ട് ചോദിച്ചെന്ന് 1 നമ്പർ മംഗത്തരമാണ്. ഒറ്റ കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കാം. വടകരയിൽ ഷാഫിക്കെതിരെ മാത്രമായിരുന്നില്ല, ശൈലജയ്ക്കെതിരെയും ഉണ്ടായ സമാന ആരോപണങ്ങൾ. അത് പോലീസ് അന്വേഷണം ഉണ്ടായി. മാഹിയിൽ നിന്നും കൃത്യം ആൾക്കാരെ പിടിച്ചു, മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കി തൂക്കി അകത്താക്കി. ഒരു നടപടി അവിടെ ഉണ്ടായി. ഇവിടെ അതിനേക്കാൾ ഭീകരമായ കാഫർ സ്ക്രീൻഷോട്ട്, നാടിനെ നാനാവിധമാക്കാൻ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടായി. അത് DYFI നേതാവിലേക്ക് എത്തിയേക്കും അന്വേഷണം അസ്തമിച്ചു. പ്രജിൻ, അന്വേഷണം അസ്തമിച്ചു. യഥാർത്ഥ ഒരു സർക്കാർ ചെയ്യേണ്ടതാണ്, കഴുത്തിന് തൂക്കി അവിടെ നിർത്തണം. നാടിനെ കുട്ടിച്ചോറാക്കാൻ 4 വോട്ടിനും അല്ലെങ്കിൽ 4 സീറ്റിനും വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാൻ അനുവദിക്കില്ല. അതാ ഇയാളാണ് പ്രതി എന്ന് നിർത്തേണ്ടതിന് പകരം ഇവിടെ സർക്കാർ ഒളിച്ചു കളിക്കുകയാണ്. വർഷം ഇത്രയായി. അപ്പൊ സർക്കാരിന്റെ പിന്തുണയും ഇത്തരത്തിലുള്ള അധമ പണികൾക്ക് പിന്തുണയാവുന്നുണ്ടെന്ന് അതിൽ തർക്കമുണ്ടോ? ഇവിടെ നേരത്തെ സ്ഥാനാർത്ഥികളുടെ മതം അല്ലെങ്കിൽ അങ്ങനെ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ കാര്യത്തിൽ വാസ്തവത്തിൽ സംഭവിക്കുന്നത് ഇപ്പോൾ പുറത്തുനിന്നുള്ള ആരും അങ്ങനെ ഒരു പ്രചാരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലയിലേക്ക് മാറിയില്ലെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം അവരായി തന്നെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനത. ഇവിടെ ഇപ്പോൾ ഫാത്തിമ തൈലിയുടെ കാര്യത്തിൽ ഫാത്തിമ തൈലിക്ക് വേണ്ടി പേരാമ്പ്രയിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു കൺവെൻഷൻ നടത്തുന്നു എന്നുള്ള വാർത്ത അല്പം മുമ്പാണ് വന്നത്. അപ്പോൾ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമി പോലെ മതരാഷ്ട്രവാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ പരസ്യമായി പിന്തുണയുമായി രംഗത്ത് വരുമ്പോൾ ഇവര് മതരാഷ്ട്രവാദികളാണ്, ഇവര് CA നുഴഞ്ഞുകയവരാണ്, മഹാ കൊള്ളരുതാത്തവരാണെന്ന് പറഞ്ഞ AK പറയുന്നത് അറിയോ? STPയുടെ വോട്ട് എന്താണ് അവർ നന്നാക്കാൻ വേണ്ടി. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ചോദിക്കുമ്പോൾ ഹാഷ്മി എന്നോട് തിരിച്ചപ്പോൾ STP അങ്ങനെ തരാതര വർഗീയപ്പെട്ട് നമ്മൾ പറയാണല്ലോ. അപ്പൊ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കൂടിയാണ് STP ആണെങ്കിൽ ആഹാ, ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിൽ ഓഹോ. അപ്പൊ ജമാഅത്തിലേക്ക് നോക്കുമ്പോഴേക്കെന്താ? അപ്പൊ ജമാഅത്തിലേക്ക് നോക്കും അവർ വർഗീയമാണ്. STP വോട്ട് നല്ല പഞ്ചസാര പാൽമുട്ടായ വോട്ട്. ഞാൻ പറഞ്ഞ UDF ആണെങ്കിലും ഈ തരാതര പീഡന അക്രമമാണ്. അത്രേ ഉള്ളൂ. LDF UDF അത്രേ ഉള്ളൂ. അത് പറഞ്ഞാൽ മതി. അതൊക്കെ പറഞ്ഞാൽ മതി. LDF തരാതര പീഡനമാണ്, ആർക്കും മാറ്റമില്ല. പ്രതിഷേധം അറിയിക്കേണ്ടതുണ്ട്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം പറയുമ്പോൾ അപ്പോൾ STPയോ എന്ന് മറിച്ച് ചോദിക്കേണ്ട ഒരു സാഹചര്യം തന്നെ ഇവിടെ ഉണ്ടാകുന്നില്ല. ഞാൻ CPMന്റെ കാര്യം പറയുന്നത്, ഞാൻ അസലാരും പറഞ്ഞല്ല. അതാ ഉറപ്പായും CPM കാണിക്കുന്ന തരാതര പീഡനമാണ്. ജമാഅത്തിന്റെ വോട്ട് പണ്ട് വാങ്ങുമ്പോൾ നല്ല വോട്ട്, അത് പിരിഞ്ഞു പോകുമ്പോൾ അക്രമ വോട്ട്. STP ആഹാ, ജമാഅത്ത് ഓഹോ. STP ഇവിടെ അധ്യാപകന്റെ കൈവെട്ടി കേസിലെ പ്രതിയാ, അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികളാ. അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികളാ. ചോദ്യം ചെയ്യും. അല്ലല്ല, ഇത്രയേ ഉള്ളൂ.
ഇതിൽ LDF എന്നോ UDF എന്നോ ഇല്ല, വ്യത്യാസമില്ല. ഇല്ല. LDF-ഉം UDF-ഉം തരാതരം പോലെ വർഗീയത ഉപയോഗിക്കാറുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങാറുണ്ട്, വോട്ട് വാങ്ങിയിട്ടുണ്ട് LDF. UDF ഇപ്പോൾ അവരുടെ പിന്തുണ ഉറപ്പാക്കിയിട്ടുണ്ട്. SDPI ഇപ്പോൾ അവർ ചില നിയമത്തൊക്കെ പരസ്യമായി പിന്തുണ LDF-ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളിലും ഏറെക്കുറെ LDF-നൊപ്പം പോകും എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. നേരത്തെ SDPI-യുടെ വോട്ടുകൾ UDF-ന് ലഭിച്ചിട്ടുമുണ്ട്. അത് ആ നിലയിൽ തന്നെ PDP തന്നെ രണ്ട് പക്ഷത്ത് UDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്, LDF-നും വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വർഗീയത ഇവരെല്ലാം തരാതരം പോലെ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയായി ഇവിടെ വർഗീയതക്കെതിരെ ജീവൻ കളഞ്ഞും പോരാടണമെന്ന് പഠിപ്പിക്കുന്ന ആരാന്നേ? വർഗീയതക്കെതിരെ ഇപ്പോൾ അവർ പ്രകടനപത്രികയിലുണ്ട് മതേതരയാണെന്ന് പറഞ്ഞിട്ട് വർഗീയതക്കെതിരെ പോരാടണമെന്ന് പഠിപ്പിക്കുകയും വർഗീയവാദികളുടെ വോട്ട് വാങ്ങാൻ ഒരു മടിയില്ലാതിരിക്കുകയും AK ബാലനെ പോലോട് വന്നു നിന്ന് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന എന്തൊരു അപഹാസ്യമാണ്. ഉത്തരവാദിത്തം UDF-നല്ല, LDF-ന് തന്നെയാണ്, CPM-ന് തന്നെയാണ്. ന്യായീകരണം തെറ്റാണ്. പക്ഷെ അതിനേക്കാളും വലിയ ന്യായീകരണം ഒരുപക്ഷെ കേരളത്തിന്റെ മതേതര ബോധത്തെ തന്നെ ഞെട്ടിച്ചൊരു ന്യായീകരണം നമ്മൾ കേട്ടത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നുള്ള ന്യായീകരണമായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ വർഗീയവാദികളുടെ വോട്ട് വാങ്ങുന്ന വിഷയത്തിൽ രണ്ടു കൂട്ടരും, ഒരാൾ ആഹാ, ഒരാൾ ഓഹോ, ആ നിലയല്ല ഉള്ളത്. കാരണം UDF LDF-നെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയാണ്. അവിടെയാണ് പ്രശ്നം. ഞാൻ അതാണ് ഫാത്തിമ തേനയുടെ കാര്യത്തിൽ പറഞ്ഞത്. ഈ മണ്ഡലത്തിൽ ഹാഷ്മിയോടുള്ള ഒരു വിയോജിപ്പ് എന്ന് പറഞ്ഞോട്ടെ. അതായത് ഹാഷ്മി രക്തസാക്ഷികളുടെ പേര് എപ്പോഴും പറയുന്നുണ്ട്. അത് രക്തസാക്ഷികൾക്കും CPI-നെ സംബന്ധിച്ചും വൈകാരികമാകാം. അത് പിന്നെ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചൊരു വൈകാരികതയല്ല. അത് പോട്ടെ. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിന്റെ പിന്തുണ, എനിക്ക് അധികാരം ഇല്ലെങ്കിലും കുഴപ്പമില്ല, വർഗീയവാദികളുടെ പിന്തുണ കൊണ്ട് എനിക്ക് അധികാരം വേണ്ട, അങ്ങനെ അധികാരത്തിന് പുറത്തു പോകുന്നെങ്കിൽ പോട്ടെ. ഇപ്പോൾ കോൺഗ്രസിന്റെ നില എന്താണ്? രണ്ടാമത്തെ കാര്യം, മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ കാലമാണോ ഇപ്പോൾ? ഞാൻ പറഞ്ഞു ഇതെല്ലാം കാലത്തിന് സിംഹമാണ്. ചരിത്രം പറയുമ്പോൾ മുഴുവൻ പറയണം. ഗോപി പറയുന്നത് അത് ലീഗിന്റെ വ്യാഖ്യാനം, ലീഗിന്റെ മറുപടി. CH മുഹമ്മദ് സ്പീക്കർ സ്ഥാനത്ത് ഇരുത്തിയത് കോൺഗ്രസ്. ഞാൻ ഇത്രേ പറഞ്ഞുള്ള അഭിപ്രായം എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഇരുമ്പുലൊക്കെയല്ല. അതിന് നമ്മൾ രക്തസാക്ഷികളെ പിടിക്കേണ്ട, നിലപാടെടുപ്പ് എന്നുള്ള കാര്യം മാത്രമാണ്. മനസ്സിലായി? അതായത് ഈ പറഞ്ഞ രക്തസാക്ഷികളെ ഞാൻ പറയുന്നു എന്നുള്ള പരാതി അഭിമന്യുവിനെ അത്ര ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയതാണ്. വട്ടവടയിൽ ഒരു അമ്മയുടെ കണ്ണീര് കണ്ടതല്ലേ? അതിൽ സങ്കടപ്പെടാൻ വേദനിക്കാൻ ഒരു മനുഷ്യനായ മതി. മാധ്യമപ്രവർത്തനം ഇതൊരു സാധനം വേണ്ട. ആ അഭിമന്യുവിന്റെ ചോര കയ്യിലുള്ള വോട്ട് വാങ്ങാൻ ഇവർക്ക് മടിയില്ലെങ്കിൽ പിന്നെ എന്ത് നിലപാട്, എന്ത് ഇരുമ്പോലക്ക? മാത്രമല്ല, നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ BDP അവരുടെ വോട്ട് വാങ്ങാൻ മടിയില്ല. ഒരു നിലപാടെന്ന് അധികാരത്തിലേക്കുള്ള വോട്ട് വാങ്ങി അഭിമന്യു സിന്ദാബാദ് മിണ്ടിപ്പോരുത്. അതായത് ഈ ആഹാ ഓഹോ വിവാദങ്ങൾക്ക് അപ്പുറത്തെ ഇപ്പോൾ SDPI-യുടെ കൺവെൻഷനിൽ ഏതെങ്കിലും ഒരു ഇടതുമുന്നണി സ്ഥാനാർത്ഥി പങ്കെടുത്താലോ, ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന കൺവെൻഷനിൽ ഏതെങ്കിലും ഒരു UDF സ്ഥാനാർത്ഥി പങ്കെടുത്താലോ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമല്ല, നിരോധിക്കപ്പെട്ട സംഘടനയുമല്ല. നമുക്കതിലെ രാഷ്ട്രീയമാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പക്ഷേ പിന്നെ പേരാമ്പ്രയിലെ പ്രശ്നം അതല്ല. പേരാമ്പ്രയിലെ പ്രശ്നം വർഗീയത പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്നു, അത് ഒരു പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതാണ്. അത് നിയമപരമായി നിലനിൽക്കുന്ന കാര്യമല്ല. തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമാണെങ്കിൽ ഗൗരവമുള്ള വിഷയമാണ്. അതിന് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ന്യായം കൊണ്ട് നമുക്ക് ആർക്കും മറ്റൊരു അഭിപ്രായമില്ല. ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ അത് ഏത് പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും വർഗീയത പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങൾ അത് ശരിയല്ല എന്ന അഭിപ്രായം തന്നെയാണ് പൊതുവിൽ എല്ലാവർക്കും തന്നെ ഉള്ളത്. എന്തായാലും മുന്നണികൾ വ്യക്തമാക്കട്ടെ എന്താണ് അവർ ചെയ്തതെന്നും അതിൽ അവരുടെ നിലപാടെന്തെന്നും. ഒരു ചെറിയ ഇടവേളയിലേക്ക് വീണ്ടും പോകുന്നു. നമ്മൾ മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കും. ഇടവേള കഴിഞ്ഞ് ബ്രേക്ക്. വെൽക്കം ബാക്ക്. മൈജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് തുടരുകയാണ്. അടുത്ത വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. നമുക്ക് മണ്ഡലങ്ങളിലേക്ക് പോവാം. എന്താണ് മണ്ഡലങ്ങളുടെ നിലവിലെ സ്ഥിതി? അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ വിജയപരാജയ സാധ്യതകൾ എന്താണ്? ഏതൊക്കെ ഘടകങ്ങളാണ് അവിടെ ചർച്ചയാവുക? ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. കൊല്ലത്തേക്കാണ് നമ്മുടെ ആദ്യ യാത്ര. എസ് ജയമോഹൻ LDF-ന് വേണ്ടിയും ബിന്ദു കൃഷ്ണ UDF-ന് വേണ്ടിയും ഡോക്ടർ N പ്രതാപ് കുമാർ NDAക്ക് വേണ്ടിയും അവിടെ മത്സരിക്കുന്നു. അത് പറയുമ്പോൾ അതിൻ്റെ പൂർവ്വകാല ചരിത്രം എന്താണ് നിലവിലെ അവസ്ഥ, അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ചയുടെ ഭാഗമായി കൊണ്ടുവരികയാണ്. നമുക്ക്
2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം എന്തായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിലേക്ക് വരാം. വളരെ പെട്ടെന്ന് ആ കണക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. PK ഗുരുദാസനാണ് 2011 LDF വേണ്ടി മത്സരിച്ചത്. അവിടെ 57,986 വോട്ടാണ് അന്ന് LDF അടിച്ചെടുത്തത്. KC രാജനായിരുന്നു UDF സ്ഥാനാർത്ഥി. 49,446 വോട്ട് UDF നേടി. G ഹരിയായിരുന്നു NDA സ്ഥാനാർത്ഥി. 4,207 വോട്ടായിരുന്നു അവിടെ. അന്ന് LDF ഭൂരിപക്ഷം 8,540 വോട്ടായിരുന്നു. ഇനി 2016 വരുമ്പോൾ അടുത്ത കണക്കിലേക്കാണ്. M മുകേഷ് LDF സ്ഥാനാർത്ഥി അവിടെ വരുന്നു. 63,103 എന്ന വലിയ വോട്ട് നില ഉണ്ടാക്കാൻ M മുകേഷിനോട് സാധിക്കുന്നു. സൂരജ് രവിയായിരുന്നു UDF സ്ഥാനാർത്ഥി. 45,492 വോട്ടായിരുന്നു അന്ന് സൂരജ് രവി അവിടെ നേടിയത്. K ശശികുമാർ NDA സ്ഥാനാർത്ഥി. 17,409 വോട്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് അവിടെ NDA നേടി എന്നുള്ളതാണ് വസ്തുത. ഭൂരിപക്ഷം 17,611 LDF ഉയർത്തുന്ന കാഴ്ച അവിടെ നമ്മൾ കണ്ടു. ഇനി 2021 എത്തിയപ്പോൾ കഴിഞ്ഞ തവണ അവിടെ M മുകേഷ് വീണ്ടും ജയിക്കുന്നു. 58,524 വോട്ടായിരുന്നു അന്ന് M മുകേഷിന് ലഭിച്ചത്. ബിന്ദു കൃഷ്ണയായിരുന്നു UDF സ്ഥാനാർത്ഥി. 56,452 ആ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. M സുനിൽ NDA സ്ഥാനാർത്ഥി. 14,252 വോട്ട് M സുനിൽ നേടി. ഭൂരിപക്ഷം 2,072 കുറയുന്ന കാഴ്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇനി വോട്ട് ഷെയർ കൂടി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ കാണും ഈ വോട്ട് നില എങ്ങോട്ട് മാറി മറിഞ്ഞു എന്നുള്ളത്. അതിന് അനുമാനം അങ്ങനെയാണ്. 2011 LDF-ന് കിട്ടിയ വോട്ട് നില, വോട്ട് ഷെയർ 50.86%. UDF-ന് 43.37, NDA-ക്ക് 3.69 ആയിരുന്നു 2011. 2016 വരുമ്പോൾ LDF 52.81, UDF 35.19, NDA 13.47. 2021 അതെങ്ങനെ മാറി എന്ന് കാണാം. അവിടെയാണ് ട്വിസ്റ്റ് ഉണ്ടായത്. LDF-ന് 44.86 കുറയുന്നു. UDF-ന് 43.27 ആയി കൂടുന്നു. NDA-ക്ക് 10.93 ആയി കുറയുകയും ചെയ്യുന്നു. ഇനി 2026 വരുമ്പോൾ വീണ്ടും നമുക്ക് ആ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളിലേക്ക് പോകാം. LDF-ന് വേണ്ടി ഇത്തവണ മത്സരിക്കുന്നത് M മുകേഷ് അല്ല. അവിടെ S ജയമോഹനാണ് മത്സരിക്കുന്നത്. ബിന്ദു കൃഷ്ണ തുടർച്ചയായി മത്സരിക്കുന്നു. അവിടെ UDF-ന് വേണ്ടി ഡോക്ടർ N പ്രതാപ് കുമാർ അവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി വരികയാണ്. ഗോപി, എന്താണ് ഈ നിലയിൽ പുതിയ മുഖങ്ങൾ വരുന്നത് LDF-ന് എന്നുള്ളത് വളരെ പ്രത്യേകതയാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിന് മുമ്പുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പും അതിലുണ്ടായ വോട്ട് ഷെയറിലെ ആ മാറ്റങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് UDF-ന് കിട്ടിയ ഒരു വലിയ വിഭാഗം LDF-ന് കിട്ടിയ ഒരു വലിയ വിഭാഗം വോട്ടുകൾ അത് UDF-ലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണോ വസ്തുത? എന്താണ് കൊല്ലത്തെ ഇത്തവണത്തെ ഒരുപക്ഷെ LDF-നൊപ്പം എന്നു നിൽക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിലൊക്കെ പറയുന്ന കൊല്ലത്തിൽ ഇത്തവണ കാറ്റുമാറി വീശുമോ? പ്രജൻ, കൊല്ലം ജില്ലയെ തന്നെ എടുത്താൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടുകൂടി അവർക്ക് സമീപിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്ന, കണക്കിൽപ്പെടുത്താൻ കഴിയുന്ന ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. അവിടെ 11 നിയോജക മണ്ഡലങ്ങൾ, അതിൽ 9 എണ്ണത്തിലും ഇടതുമുന്നണി ആധിപത്യം പുലർത്തുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലം മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചും ഇടതുമുന്നണിക്ക് സാധാരണ നിലയിൽ ഒരു ആശങ്ക ആവശ്യമുണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് വരെ. കാരണം 2006 PK ഗുരുദാസൻ അവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 11,439 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. 2011 അത് 8,000 ചില്ലുവാനുമായി കുറഞ്ഞു. പക്ഷേ 2016 M മുകേഷിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ നമുക്കറിയാം അവിടെ വലിയ വിമർശനങ്ങൾ മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നു. PK ഗുരുദാസിനെ ഒരു മൂലക്കിരുത്തിയെന്നും അദ്ദേഹത്തെ പാർട്ടി തഴഞ്ഞെന്നും മുകേഷിനെ പോലെ ഒരാളെ, അതായത് രാഷ്ട്രീയത്തിന് പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ അത് കൊല്ലം പോലെ ഒരു ഉറച്ച ഇടത് അല്ലെങ്കിൽ രാഷ്ട്രീയ മണ്ഡലത്തിൽ അത്ര വലിയ രീതിയിൽ അതിന് സ്വാധീനമുണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ആ സമയത്ത് ഉയർന്നതാണ്. അവിടെ പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ട് നേരത്തെ 2011 PK ഗുരുദാസൻ നേടിയ ഭൂരിപക്ഷത്തെക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണ് M മുകേഷ് അവിടെ നിന്ന് സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിനുശേഷം 2021 അപ്പോഴേക്കും മുകേഷിന്റെ ജനപിന്തുണ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജനകീയത, അദ്ദേഹം സിനിമാ നടൻ എന്ന നിലയിൽ വലിയ ജനപ്രിയനായ താരമായിരുന്നു. അതിനപ്പുറത്തേക്ക് ജനപ്രതിനിധി നിലയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിൽ വലിയ സ്വീകാര്യത അതിനെ തുടർന്ന് കിട്ടിയില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലുണ്ടായി. പക്ഷേ വീണ്ടും 2021 M മുകേഷിനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കി. ഭൂരിപക്ഷം കുത്തനെ കുറഞ്ഞു. 17,000-ൽ നിന്ന് മുകേഷിന്റെ ഭൂരിപക്ഷം 2,071 അന്നും മുകേഷിന്റെ പ്രധാനപ്പെട്ട എതിരാളി ആ മണ്ഡലത്തിൽ ബിന്ദു കൃഷ്ണയായിരുന്നു UDF സ്ഥാനാർത്ഥി. അന്ന് ബിന്ദുവിന് യഥാർത്ഥത്തിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ് കൊല്ലം. ഇത്തവണ പക്ഷേ കോൺഗ്രസ് അല്ലെങ്കിൽ UDF വർദ്ധിച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൊല്ലം മണ്ഡലത്തെ കാണുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞതൊരു വലിയ നേട്ടമായി കാണുന്നു. കഴിഞ്ഞ തവണത്തെ നേരിയ ഭൂരിപക്ഷം ഇത്തവണ ബിന്ദു കൃഷ്ണയ്ക്ക് അനുകൂലമാക്കി മാറ്റി തീർക്കാൻ കഴിയുമെന്ന് അവർ കണക്കുകൂട്ടുന്നു. അങ്ങനെ UDF-നെ സംബന്ധിച്ച പ്രതീക്ഷ വളരെ വലിയ രീതിയിലുള്ള ഒരു മണ്ഡലമായി കൊല്ലം മണ്ഡലം രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഇക്കാലത്ത്. അതുകൊണ്ട് അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി S ജയമോഹനാണ്. ജയമോഹൻ അവിടെ ജനകീയനാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ആളുകൾക്കിടയിലൊക്കെ സ്വാധീനമൊക്കെ ഉണ്ട്. പക്ഷെ അതേസമയം
ബിന്ദു കൃഷ്ണ തുടർച്ചയായി അവിടെ മത്സരിക്കുകയും അവിടെ ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ വളരെ സുപരിചിതയായി മാറുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അതിലെ വോട്ട് വിഹിതമൊക്കെ നോക്കുമ്പോൾ കൊല്ലത്ത് ഇത്തവണ UDF വലിയ പ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയും എന്നാണ് ഞാൻ പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതുകൊണ്ട് കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ ജയിച്ചു വരും എന്ന UDF കണക്ക് കൂട്ടൽ ആ അർത്ഥത്തിൽ നമുക്ക് പിന്നെ പരിഗണിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് തീർത്ത് പറയുകയല്ല, ഞാൻ പറഞ്ഞത് അതിന് ഉള്ളൊരു മണ്ണ് സാധ്യതയുണ്ട്. അത്രയല്ലേ നമുക്ക് അതിൽ പറയാം. ദിലീപിന് ഒരു പക്ഷേ കൂടുതലായി കൊല്ലംകാരനായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് പറയാൻ കഴിയും. നിലവിൽ ഈ പറയുന്ന പോലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച കാര്യങ്ങൾ കണ്ടു. ആ വോട്ട് ഷെയർ ഒന്നുകൂടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വളരെ കൃത്യമായി മനസ്സിലാകും. 2021 ലഭിച്ച 44.86, 2016 ലഭിച്ച 52.81, ഒരു 8% വോട്ടിന്റെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്നത് പോലെ അവിടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ പ്രതികരണങ്ങളും അവിടുത്തെ തർക്കങ്ങളും ഒക്കെ വിഷയമായിട്ടുണ്ടാകാം. പക്ഷേ ഇത്തവണ എന്താണ് ദിലീപ് അവിടുത്തെ ഒരു സാഹചര്യം? വിജയസാധ്യതയ്ക്ക് ഒരു പക്ഷേ അതിന് നിദാനമായി വരുന്ന ഘടകങ്ങൾ എന്താണ്? പ്രജിൻ, കടുത്ത മത്സരമാണ് കൊല്ലത്ത് എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഇടതുപക്ഷം അവരുടെ ഉറച്ച കോട്ടയായി കണക്കാക്കിയിരുന്ന കൊല്ലത്ത് കഴിഞ്ഞ തവണ പക്ഷേ നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ കപ്പിനും ചുണ്ടിനുമിടയിൽ ബിന്ദു കൃഷ്ണയ്ക്ക്, അന്ന് കൊല്ലം DCC പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണ ആ മണ്ഡലത്തിൽ വളരെ ആത്മവിശ്വാസത്തിലായിരുന്നു. ആ മണ്ഡലം ഒപ്പം നിൽക്കും എന്നാണ് ബിന്ദു കൃഷ്ണ കരുതിയത്. പക്ഷേ 2000-ൽ പരം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അന്ന് M. മുകേഷ് കടന്നുകൂടിയത്. അതിനുശേഷം പിന്നീട് നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ടു, തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടു. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ UDF അവരുടെ നില വളരെയധികം മെച്ചപ്പെടുത്തുന്നതിനാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. NK പ്രേമേന്ദ്രൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കൊല്ലം മണ്ഡലത്തിൽ നേടിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം നഗരസഭ, കൊല്ലം കോർപ്പറേഷൻ ആയതിനു ശേഷം ഇത്രയും നാൾ LDF ആണ് കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇതാ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF അവിടെ അധികാരത്തിലെത്തി. അതിനും തൊട്ടു മുമ്പുള്ള 2020-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 10 സീറ്റ് മാത്രമാണ് UDF കൊല്ലം നഗരസഭയിൽ ഉണ്ടായിരുന്നത്. അത് 27 വർദ്ധിപ്പിച്ചുകൊണ്ട് വളരെ മിന്നുന്ന പ്രകടനം. അതിൽ ഒരുപക്ഷെ ഈ കൊല്ലം കോർപ്പറേഷൻ തുടർച്ചയായി ഭരിച്ച LDF ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ UDF വളരെ വലിയ വിജയം, UDF കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന വിജയമാണ് കൊല്ലം നഗരസഭയിൽ UDF നേടിയത്. അതുകൊണ്ട് തന്നെ അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇത്തവണ അവിടെ അട്ടിമറി ഉണ്ടാകും, UDF പക്ഷത്തേക്ക് കൊല്ലം മാറും എന്ന പ്രതീക്ഷയിലാണ്. കൊല്ലം കോർപ്പറേഷനും അതോടൊപ്പം തന്നെ തൃക്കരുവ, പനയം ഗ്രാമപഞ്ചായത്തുകളുമാണ്. ഇതിൽ പനയം ഗ്രാമപഞ്ചായത്തിൽ LDF ആണ് അധികാരം നേടിയത്. അത് കഴിഞ്ഞ തവണയും LDF ആയിരുന്നു. കഴിഞ്ഞ തവണ കേവല ഭൂരിപക്ഷം ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ പനയത്ത് LDF അധികാരം നേടിയപ്പോൾ തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് UDF-നൊപ്പമാണ്. അതായത് ആ മണ്ഡലം മൊത്തം നോക്കിയാൽ ഇപ്പോൾ UDF-നൊരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം LDF അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന CPIM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്ന S. ജയമോഹനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരിക്കുന്നത്. അതിൽ പരം ഒരു മികച്ച സ്ഥാനാർത്ഥിയെ CPIM-ന് അവിടെ കണ്ടെത്താൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല. പക്ഷേ അദ്ദേഹം ആ മണ്ഡലംകാരനല്ല, പുറത്തു നിന്നുള്ള ആളാണ്. പക്ഷേ അതൊന്നും അവിടെ ഒരു LDF-നെ സംബന്ധിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, മാത്രമല്ല S. ജയമോഹൻ്റെ ജനകീയത സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമാകില്ല. NDA-യും BJP-യും ഒരു മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ, മെഡിട്രീന ഹോസ്പിറ്റലിൻ്റെ ഉടമയായിട്ടുള്ള ഡോക്ടർ പ്രതാപ് കുമാറിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളും നിർണായകമാണ്. അത് ആരുടെ വോട്ടുകളായിരിക്കും ഡോക്ടർ പ്രതാപ് കുമാർ സമാഹരിക്കുക എന്നതും കേരളം ഉറ്റുനോക്കുന്നുണ്ട്, കൊല്ലം ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ടൈറ്റ് ഫൈറ്റിൽ നിലവിൽ ഒരു നേരിയ എഡ്ജ് UDF-നുണ്ടോ എന്നൊരു സംശയമുണ്ട്. രണ്ടുപേർ UDF-ന് സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഹാഷ്മി ഈ പറയുന്നത് പോലെ ജയമോഹനാണ് സ്ഥാനാർത്ഥിയെങ്കിലും അവിടെ തോൽവി ഒരിക്കലും LDF കാണില്ല. പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് അവിടെ. കൊല്ലം എന്ന് പറയുന്നത് LDF-ന്റെ ഒരു കോട്ടയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ജയിക്കുക എന്നുള്ള അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ആ രീതിയിൽ 3 പേരുടെയും ഒരു മത്സരം വരുമ്പോൾ അന്ന് എന്തായിരിക്കും അതിൻ്റെ ഒരു തീവ്രത? അല്ല പ്രജിൻ, ഇപ്പോൾ ഒന്നല്ല പല സർവേകൾ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട എങ്കിൽ കൂടിയും ഒന്നല്ല പല സർവേകളിൽ അവിടെ ഒരു പ്രോ UDF, ഒരു പ്രോ ബിന്ദു കൃഷ്ണ ഒരു ട്രെൻഡ് പറയുന്നുണ്ട്. അതിന് പറയാനുള്ള കാരണം ഈ പറയുന്ന കണക്കുകൾ തന്നെയാണ്. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, 2016-ൽ 17,611 2021-ലേക്ക് എത്തുമ്പോഴേക്കും 2072 എന്ന ഭൂരിപക്ഷത്തിലെ ഗണ്യമായ കുത്തിനുള്ള ഇടിവാകുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ബിന്ദു കൃഷ്ണയ്ക്ക് നിരാശക്കിടയിലും ഒരു പ്രതീക്ഷ പൊട്ടിവിടുന്നതാണ്. തദ്ദേശം കൂടി കഴിയുമ്പോഴേക്കും ആ പ്രതീക്ഷ കുറച്ചുകൂടി തളർക്കുന്നു. അവിടെ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ അവിടെ ബിന്ദു കൃഷ്ണയ്ക്ക് ഒരു സഹതാപതരംഗമുണ്ട്. കഴിഞ്ഞ തവണ പരാജയപ്പെട്ടെങ്കിൽ കൂടിയും അവിടെ
അക്ഷരാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കായിരുന്നു ബിന്ദു. 5 വർഷം ആ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല. സകലമാന പരിപാടിക്കും പോയിട്ടുണ്ട്. സകലമാന പരിപാടിക്ക് പോയെന്ന് പറഞ്ഞാൽ ആൾക്കാർ അല്ലെങ്കിൽ തന്നെ DCC അധ്യക്ഷനാണ്. അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആ സ്വാധീനം അറിയാം, നേരത്തെ ആ സ്വാധീനങ്ങൾ അംഗമാണ്. ആ സ്വാധീനങ്ങളുണ്ട്, ആ പരിചയങ്ങളുണ്ട്. 5 വർഷം കഷ്ടപ്പെട്ട് ആ മണ്ഡലത്തിന് പണിയെടുക്കായിരുന്നു. അപ്പോൾ ആ പണിയെടുക്കുന്നതിന് ഗുണം കിട്ടുമെന്ന് ബിന്ദു പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കണക്കുകളും ബിന്ദുവിന് പ്രതീക്ഷ നൽകുന്നു. ജയമോഹൻ ഈ പറയുന്നത് പോലെ അതായത് കാപ്പെക്സിന്റെ ചെയർമാൻ, അവിടുത്തെ CITUവിൻ്റെ നേതാവ് എന്ന് പറഞ്ഞാൽ അവിടെ ജയമോഹനും ഏതെങ്കിലും ജനകീയതയിൽ ഒരു കുറവുള്ള ആളല്ല. പക്ഷേ അവിടെ ഒരു UDF അനുകൂലമായ ഒരു എന്തെങ്കിലും ഒരു ട്രെൻഡ് പ്രവചിക്കപ്പെടുന്നെങ്കിൽ അത് ബിന്ദു കൃഷ്ണയ്ക്ക് കൂടി അവകാശപ്പെട്ട ട്രെൻഡാണ്. അങ്ങനെ ഒരു 3 പേരും ഏതാണ്ട് ഒരേ സാധ്യത പറയുന്നു. അസിത, എന്താണ് മറ്റൊരു അഭിപ്രായമുണ്ടോ? പ്രജിൻ, ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ് കൊല്ലം എന്നുള്ളതാണ് തോന്നുന്നത്. അതിൽ ഇവിടെ കണക്കുകൾ വെച്ചുള്ള കാര്യങ്ങൾ എല്ലാവരും വിശദീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെയാണ് ബിന്ദു കൃഷ്ണ എന്ന സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം, അല്ലെങ്കിൽ അവർ കഴിഞ്ഞ കാലങ്ങളിൽ ആ മണ്ഡലത്തിലുണ്ടാക്കിയ സ്വീകാര്യത എന്നുള്ളത് ഏറ്റവും പ്രധാനം കൂടിയാണ്. ബിന്ദു കൃഷ്ണ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് എന്നൊരു ഫീൽ എപ്പോഴും ഉള്ള ആളാണ് ബിന്ദു കൃഷ്ണ. കഴിഞ്ഞ തോൽവിക്ക് ശേഷം ബിന്ദു കൃഷ്ണ മണ്ഡലത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നു. വൈകാരികമായ പല പ്രതികരണങ്ങൾ ബിന്ദു കൃഷ്ണയുടെ കാര്യത്തിൽ നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ നിലനിർത്താൻ സാധിക്കുന്ന, നമ്മൾ ഈ ചില സിനിമാ താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീൽ പൊതുവിൽ ആളുകളോട് നിലനിർത്താൻ കഴിയുന്ന ഒരു നേതാവാണ് ബിന്ദു കൃഷ്ണ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് സ്വാഭാവികമായും ബിന്ദു കൃഷ്ണയ്ക്ക് അവിടെ അനുകൂല ഫാക്ടറായി പ്രവർത്തിക്കുമെന്നതിൽ തർക്കമില്ല. പക്ഷേ കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം CPIഎമ്മിന്റെ ഉറച്ച വോട്ടുകളുള്ള മണ്ഡലമാണിത്. 2016 ആ വോട്ട് കണക്ക് പരിശോധിച്ചാൽ ആ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളൊക്കെ CPIഎമ്മിന്റെ കോർ വോട്ടുകളാണ് എന്നുള്ളത് നമുക്ക് കാണാം. 2021 എത്തുമ്പോൾ മുകേഷ് തന്റെ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നു. പക്ഷേ അദ്ദേഹത്തിനോട് ഈ പാർട്ടി എന്ന നിലയിൽ ആളുകൾ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ വോട്ടുകൾ കുറയുന്നതിൽ കാരണമായത്. അതോടൊപ്പം തന്നെ ബിന്ദു കൃഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ ഈ ഫാക്ടറുകൾ വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ മറുഭാഗത്തുള്ള സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനം കൂടിയാണ്. അവിടെയാണ് ജയമോഹൻ വരുന്നത്. പാർട്ടി വോട്ടുകൾ പൂർണ്ണമായും LDFന്റെ പെട്ടിയിലേക്ക് തന്നെ എത്തിക്കാൻ ഏറ്റവും പ്രാപ്തനായ സ്ഥാനാർത്ഥിയാണ് LDFനെ സംബന്ധിച്ചിടത്തോളം കൊല്ലത്ത് ജയമോഹൻ. മാത്രമല്ല കശുവണ്ടി തൊഴിലാളികളുടെ വോട്ട് വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന മണ്ഡലമാണിത്. അപ്പോൾ ജയമോഹൻ ആ നിലയിലുള്ള ഇടപെടലുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒപ്പം തന്നെ CITU പോലുള്ള തൊഴിലാളി സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം, അപ്പോൾ അത് ജയമോഹന് സ്വാഭാവികമായും അനുകൂലമായി വരികയും ചെയ്യും. പ്രജിൻ, എന്തായാലും എനിക്ക് തോന്നുന്നത് ഒരു പ്രവചിക്കാൻ കഴിയാത്തൊരു മണ്ഡലങ്ങളിൽ ഒന്ന് എന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മണ്ഡലമായി ഇത്തവണ കൊല്ലം മാറുന്നു. മുൻതൂക്കം പ്രവചിക്കാൻ കഴിയാത്തൊരു മണ്ഡലം എന്ന് തോന്നുന്നു. ടൈറ്റ് ഫൈറ്റ് ആ രീതിയിലാണ് അസിതയുടെ വിലയിരുത്തൽ. എന്തായാലും 3 പേർ UDFനൊപ്പം നിൽക്കുന്നു. അസിത പറയുന്നു അതിൽ കൃത്യമായി പറയാൻ കഴിയാത്തില്ല. സാധ്യത നോക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ നമ്മൾ ഇനി ഇലക്ഷൻ ഡയറി സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇന്ന് പാലായിലേക്കാണ്. പാലാ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ത്രികോണ മത്സരം നടക്കുന്നത്. ജോസ് കെ മാണിയും മാണി സി കാപ്പനും നേരത്തെ തന്നെ അംഗം കുറിച്ചു കഴിഞ്ഞു. പാലായിൽ NDA സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് കൂടി വന്നതോടെയാണ് ത്രികോണ പോരിന് കളമൊരുങ്ങിയത്. പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഇഞ്ചോടിഞ്ച് പോര് നടക്കുന്നു എന്നാണ് വിലയിരുത്തൽ. മൂന്ന് മുന്നണികളും സകല ആയുധങ്ങളും എടുത്ത് പോരിനിറങ്ങുമ്പോൾ മത്സരം പ്രവചനാതീതം തന്നെ. 2019 ഏപ്രിൽ 9 വരെ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നില്ല. മാണിസാറിന്റെ സ്വന്തം പാല എന്നും പാലായുടെ സ്വന്തം മാണിസാർ എന്നുമായിരുന്നു കഥ. എന്നാൽ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ മാണി വിഭാഗത്തിന് മാണിസാറിന്റെ പാല നഷ്ടമായി. അത് തിരിച്ചു പിടിക്കാനുള്ള പോരാട്ടമാണ് ഇത്തവണയും മകൻ ജോസ് കെ മാണി നടത്തുന്നത്. മുഖ്യമന്ത്രി നാടിന്റെ വികസനവും പാലായുടെ വികസനവും പാലായി വരേണ്ട ഒരു മാറ്റങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു. വലിയൊരു പ്രതീക്ഷ നൽകുന്നു. ഇന്ന് ജനങ്ങൾ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു അഭിമാനകരമായ ഒരു മുന്നേറ്റം ഇടതുപക്ഷത്തിനോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. നാടിൻ്റെ കാര്യം പറയുമ്പോൾ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ വികസനം, ഈ 2 കാര്യങ്ങളാണ് തീർച്ചയായും ഒരു നാടിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത്. അത് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. LDFനൊപ്പം ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം. പിന്നാലെ വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം മികച്ച വിജയം. പാലക്കാർ നൽകിയ ഈ പിന്തുണ തന്നെയാണ്
കാപ്പന്റെ ഇത്തവണത്തെയും പ്രതീക്ഷ. ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നില്ല, പാർട്ടിയുടെ പേര് കൊടുത്തില്ല എന്ന് പറഞ്ഞ് വലിയ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത്. എന്താണ് ശരിക്കും അതിൽ സംഭവിച്ചത്? അത് തെറ്റാണ്. കാരണം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇപ്പം ഞാൻ അത് മാറ്റി മത്സരിക്കണമെങ്കിൽ ഞാൻ രാജിവെച്ചിട്ട് MLA സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും വന്ന് മത്സരിക്കണം. എനിക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാലും പിന്നീട് എന്തെങ്കിലും സ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ രമേശ് ചെന്നിത്തലയോടും സതീഷിനോടും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാറിനോടും ചോദിച്ചു. അവർ പറഞ്ഞു ഇതാണ് നല്ലത്. പാലായെ ഇത്തവണ പ്രവചനാതീതമാക്കുന്നത് BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജിന്റെ കടന്നുവരവാണ്. മലയോര മേഖലയിലടക്കം കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകങ്ങളിലടക്കം കരുത്തു തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഷോൺ ജോർജിനുണ്ട്. BJP ഒരിക്കലും ന്യൂനപക്ഷ വിരുദ്ധമോ മറ്റേതെങ്കിലും സമുദായത്തിനെതിരെയല്ല. BJP എല്ലാവർക്കും ഒപ്പമാണ്. അത് മനസ്സിലാകാൻ ഇപ്പോഴും ഇവിടുത്തെ കുറച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ ഇനി ഒരു 5 കൊല്ലത്തിനപ്പുറത്ത് ഞങ്ങളെ തടഞ്ഞു നിർത്താനാകില്ല. ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങളാണ് ശരിയെന്ന് പാലായിക്ക് ഇപ്പം തന്നെ ബോധ്യപ്പെട്ടു. ഇനി അങ്ങോട്ട് കേരള സമൂഹത്തിന് മുഴുവൻ അത് ഞൊടിയിൽ ബോധ്യപ്പെടും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. വികസനം തന്നെയാണ് ഇത്തവണയും പാലായിലെ പ്രധാന ചർച്ചാ വിഷയം. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിലെ എല്ലാ വിഷയങ്ങളും പാലാ മണ്ഡലത്തിലും ചർച്ചയാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ FCRA വിഷയത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു. പാലാ നഗരസഭ നഷ്ടമായെങ്കിലും മോശമല്ലാത്ത പ്രകടനം കേരള കോൺഗ്രസും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചു. 3 മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷയിലാണ് പാലായിൽ. എന്നാൽ മീനച്ചിലാറ്റിലെ അടിയൊഴുക്കുപോലെ പാലാക്കാരുടെ മനസ്സ് പ്രവചനാതീതമാണ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. മാജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് തുടരുകയാണ്. അടുത്ത ഡിബേറ്റിംഗ് വിഷയത്തിൽ നമ്മൾ കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണത്തിൽ മാറി മാറി ആരോപണങ്ങളും വിവാദങ്ങളും വന്നു എന്നത് വസ്തുതയാണ്. CPIM BJP ഡീൽ ആരോപണത്തിൽ തുടങ്ങി SDPI ബന്ധം വരെ ആരോപണങ്ങൾ കത്തിക്കയറി. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ചയാക്കാൻ UDFും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ചർച്ചയാക്കാൻ LDFും ശ്രമിക്കുന്നതാണ് ഈ പ്രചാരണത്തിലെ ഏറ്റവും ഒടുക്കം നമ്മൾ കാണാൻ കഴിയുന്ന കാഴ്ച. R ശ്രീത്ത് അതിന്റെ ഒരു അവലോകനവുമായി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീത്ത്, പല വിഷയങ്ങൾ മാറി മാറി വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ 2 വിഷയങ്ങളിലേക്ക് ഇരു മുന്നണികൾ കേന്ദ്രീകരിക്കുകയാണോ? അപ്പോൾ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോൾ സ്വർണ്ണക്കൊള്ള എടുത്തു പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ ഈ പുനരധിവാസം അതിന്റെ കണക്കുകൾ പുറത്തുവിടണം കോൺഗ്രസിനോട് ചോദ്യവുമായി CPM രംഗത്ത് വരുന്നു. അങ്ങനെ ആ നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണോ ഈ അവസാന ലാപ്പിൽ? ഈ 2 വിഷയങ്ങളാണോ മുഖ്യമായും മുന്നണികൾ ഉയർത്തിക്കാട്ടുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിന് കേരളത്തിലെ മുന്നണികൾക്ക് ലഭിച്ചത് വളരെ കുറഞ്ഞ സമയമാണ്. എന്നാൽ ഇതിൻ്റെ ആദ്യ ദിവസങ്ങളിൽ ഏതാണ്ട് കോൺഗ്രസ് ഉയർത്തിവിട്ട ആരോപണമാണ് സമയം അപഹരിച്ചത്. അത് CPM BJP ഡീൽ എന്ന ആരോപണമായിരുന്നു. ഈ ആരോപണത്തെ ചുറ്റിപ്പറ്റിയുള്ള തർക്കവിതർക്കങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും കൊണ്ട് പൊതുരംഗം നിറയുന്നതാണ് നമ്മൾ ആദ്യ ദിവസങ്ങൾ കണ്ടത്. എന്നാൽ SDPI നേമത്ത് LDF സ്ഥാനാർത്ഥി V ശിവൻകുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതോടെയാണ് ഈ ചർച്ച CPM BJP ഡീൽ എന്ന ആരോപണത്തിൽ നിന്ന് വഴിമാറി SDPI ബന്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നത്. എന്നാൽ ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ വികസനം ചർച്ചയാക്കാനും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള വിഷയങ്ങൾ കൊണ്ടുവരാനും CPIM ശ്രമിച്ചു. ഒപ്പം തന്നെ UDF ആകട്ടെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പറ്റിയ സമയം ലാക്കാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ CPM BJP ഡീല് എന്ന ആരോപണം ഏറെ സമയം അവഹരിച്ചത്. എന്നാൽ പിന്നീട് CPIM വളരെ കൃത്യമായി തന്നെ വയനാട് മുണ്ടക്കൈ ചൂരൽമലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. CPIMന്റെ കേന്ദ്ര കമ്മിറ്റി ഈ വയനാട് പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് പിരിച്ച പണത്തിൻ്റെ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസിനെ കണക്ക് പുറത്തുവിടാൻ വെല്ലുവിളിക്കുകയായിരുന്നു. മാത്രമല്ല വയനാട് കുന്നംപറ്റയിൽ CPIM പ്രവർത്തകർ കോൺഗ്രസ് വാങ്ങിയ ഭൂമിയിലേക്ക് അവിടെ കുടിൽകെട്ടി സമരത്തിനടക്കം ശ്രമിച്ചു. അങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണം കൊണ്ട് വയനാട് പ്രതിഭാസം ഒരു പ്രധാന ചർച്ചയാക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചു. എന്നാൽ UDF ആകട്ടെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളെ മുൻനിർത്തി ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ
ശ്രമിച്ചു. അതിന് അവർക്ക് ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ അവർക്ക് അല്ലെങ്കിൽ അതിന് സഹായകരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തും വന്നു, അത് വിജിലൻസിൻ്റെ ഭാഗത്തും വന്നു. അത് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാരായ അജയ് തറയിൽ അടക്കമുള്ള ആളുകളെ കുറ്റമുക്തരാക്കിയുള്ള റിപ്പോർട്ട് കോടതിക്ക് മുന്നിൽ വന്നതാണ് അവർക്ക് ഗുണകരമായത്. അത്തരത്തിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുമ്പോൾ തന്നെ പ്രാദേശികമായ പല വിഷയങ്ങളും തിരഞ്ഞെടുപ്പിൻ്റെ പൊതുമണ്ഡലത്തിലേക്ക് ഉയർന്നു വന്നതും നമ്മൾ കണ്ടു. പയ്യന്നൂരിൽ വ്യാജക്കാർഡ് ആരോപണം, പേരാമ്പ്രയിൽ അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതൊക്കെ തന്നെ പൊതുമണ്ഡലത്തിലേക്ക് ചർച്ചയായി വന്നു. ഇതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചില പരാമർശങ്ങളും ചർച്ചയായി. ഒപ്പം തന്നെ കായംകുളത്തെ ലീഗിൻ്റെ പ്രാദേശിക നേതാവ് അവിടുത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ നടത്തിയ അങ്ങേയറ്റം മോശമായ പരാമർശത്തെ പറ്റിയുള്ള വിവാദങ്ങളും ഉണ്ടായി. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊണ്ട് നിറയുമ്പോൾ തന്നെ പ്രാദേശിക വിഷയങ്ങൾ മേൽത്തട്ടിലേക്ക് വരുന്ന കാഴ്ച ഈ കണ്ടതാണ്. ഇനി കേവലം 4 ദിവസങ്ങൾ മാത്രമാണ് പരസ്യപ്രചാരണം അവസാനിക്കാനുള്ളത്. ഇനി എന്തൊക്കെ വിഷയങ്ങൾ വരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. യെസ്, ആ ശ്രീത്താണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിനോടകം വിവാദമായ ചർച്ചയായ എല്ലാ വിഷയങ്ങളെയും ഒന്ന് ടച്ച് ചെയ്താണ് ഇപ്പോൾ ശ്രീത് സംസാരിച്ചത്. ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ ദിലീപ് ഈ പറയുന്നത് പോലെ 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, സ്വർണ്ണക്കുള്ള അതെന്തുകൊണ്ട് UDF ആയുധമാക്കുന്നു, അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഈ പറയുന്നത് പോലെ വയനാട്ടിലെ പുനരധിവാസം എന്തുകൊണ്ട് അത് ചർച്ചയാക്കുന്നു എന്നതൊരു സുപ്രധാനമായ ചോദ്യമാണ്. ഈ പറയുന്ന ആദ്യത്തെ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഈ ഡീൽ ആരോപണങ്ങളാണ്. അതിൽ ചുറ്റിയായിരുന്നു കുറേ ദിവസങ്ങൾ ചർച്ച പോയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ കാര്യമായി എവിടെയും ഇന്നോ ഇന്നലെയോ ഒന്നും അങ്ങനെ അങ്ങ് ഉയർന്നു കേട്ടില്ല. മറിച്ച് ഈ വിഷയത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ടോ? പ്രജിൻ, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ ഡീൽ വിവാദങ്ങളായിരുന്നു. ആ ഡീൽ വിവാദത്തെ മറികടക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവ ചർച്ചയാകാതിരുന്ന വിഷയങ്ങൾ, അത് സ്വർണ്ണക്കൊള്ള നേരത്തെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയം UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായിരുന്നു. അത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം പ്രധാന വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഡീലിലേക്കാണ്. അതിൻ്റെ ആദ്യഘട്ടത്തിൽ, ഈ പ്രചാരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഡീലിലേക്ക് ചർച്ച, ആരോപണങ്ങൾ ഇതൊക്കെ മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അതിൻ്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ സ്വർണ്ണക്കൊള്ള വീണ്ടും ചർച്ചയാവുകയാണ്. അതേസമയം തന്നെ CPIM ഇതിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ഇതിനെ മറികടക്കാൻ ഉപയോഗിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള അവരുടെ പുനരധിവാസം സംബന്ധിച്ച കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം അത് നടപ്പിലാകുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തിൽ ശബരിമല പരാമർശിച്ചില്ല എന്ന ആരോപണം, അത് CPIM BJP ഡീലിൻ്റെ മറ്റൊരു ഉദാഹരണം എന്നായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ പിന്നീട് അത് BJPയുടെ ദേശീയ പ്രസിഡന്റ്, കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവരൊക്കെ ഇവിടെ അവരുടെ പ്രചാരണത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രകടന പത്രികയിൽ ഇക്കാര്യം CBI അന്വേഷണം നടത്തും, BJP അധികാരത്തിലെത്തിയാൽ, NDA അധികാരത്തിലെത്തിയാൽ എന്ന കാര്യം അവർ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇപ്പോൾ പ്രശ്നം, ഇതിലിപ്പോൾ ഏറ്റവും ഒടുവിലായി സ്വർണ്ണക്കൊള്ളയും വയനാട് പുനരധിവാസവുമാണ് പ്രധാനമായും നിൽക്കുന്നത്. അതിൻ്റെ ന്യായാന്യായങ്ങൾ എന്തൊക്കെയാകട്ടെ, ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ള നേരത്തെ മുതൽ തന്നെ UDFൻ്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്ന ആരോപണമാണ്. BJPയെ സംബന്ധിച്ച് അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കി സജീവമാക്കി നിർത്തുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേതുപോലെ അല്ലെങ്കിൽ കഴിഞ്ഞ യുവതീ പ്രവേശന വിഷയകാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ UDFനായിരിക്കും അതിൻ്റെ നേട്ടമുണ്ടാവുക എന്ന് BJP നേതൃത്വം സ്വാഭാവികമായും ആശങ്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് വികസിത കേരളം എന്ന നിലയിലേക്കൊക്കെ അവരുടെ ചർച്ചകൾ മാറുന്നത്. ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുമാണ്. അതിപ്പോഴും ആ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ ഇപ്പോഴും KC വേണുഗോപാൽ അല്പം മുമ്പ് SKN നൽകിയ അഭിമുഖത്തിലും പറഞ്ഞിരിക്കുന്നത് 6 മാസത്തിനകം അവിടെ പൂർത്തിയാക്കും എന്നാണ്. അതിന് ഈ 6 മാസത്തിനകം പൂർത്തിയാക്കുന്നതിൻ്റെ യാതൊരു ലക്ഷണവും, അതായത് പഞ്ചായത്തിലൊരു അപേക്ഷ കൊടുക്കുക, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ആദ്യം ഒരു അപേക്ഷ കൊടുക്കണമല്ലോ, അത്തരം അപേക്ഷ കൊടുക്കുക എന്ന ഘട്ടത്തിലേക്ക് പോലും കോൺഗ്രസ് ഇതുവരെ കടന്നിട്ടില്ല. അത് സ്വാഭാവികമായും വോട്ടർമാരിൽ അതിൻ്റെ സംശയങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് നേതാക്കളാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തമായൊരു മറുപടി നൽകേണ്ടത്. ഹാഷ്മി, ഈ പറയുന്ന ഈ ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള ചോദ്യം, അതിന് ഏത് രീതിയിലാണ് മറുപക്ഷം LDF അല്ലെങ്കിൽ CPM പ്രതിരോധിക്കുന്നതെന്നാണ്. എന്താണ് ഈ സ്വർണ്ണക്കൊള്ളയിലൂടെ കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യം എന്നതും പ്രസക്തമല്ല. എന്താണ് കോൺഗ്രസ് ചോദിക്കുന്നത്? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്ത് ചോദ്യമാണ് ഉയർത്തുന്നത്? ഉറപ്പായും പ്രജി, സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് കേവലം രാഷ്ട്രീയ വിഷയമല്ല. അത് ശബരിമലയിലേക്ക് പോകുന്ന ശബരിമല അയ്യപ്പ ഭക്തൻ, അയ്യപ്പൻ എന്ന് പറയുന്ന അവരുടെ വിശ്വാസം വല്ലാതെ വൈകാരികമായ വിഷയമാണ്. എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു ദൈവം എന്ന നിലയ്ക്ക് വളരെ വൈകാരിക വിശ്വാസ പ്രശ്നമാണ്. അപ്പോൾ ശബരിമലയിൽ ഭഗവാന്റെ സ്വത്തടിച്ചു മാറ്റി എന്നുള്ളതാണല്ലോ അതിൻ്റെ വൈകാരിക പ്രശ്നം.
അപ്പോൾ അങ്ങനെ കേവലം രാഷ്ട്രീയ പ്രശ്നമല്ല, അത് വൈകാരിക പ്രശ്നമാണ്. അതിനി ആരെങ്കിലും രാഷ്ട്രീയമായി ഉന്നയിച്ചാലും ഇല്ലെങ്കിലും അത് UDF ആണോ LDF ആണോ അങ്ങോട്ടുള്ള ചക്കളത്തി പോരാട്ടത്തിനപ്പുറം അതിൽ ആർക്ക് അനുകൂലമാണെങ്കിലും ആർക്ക് പ്രതികൂലമാണെങ്കിലും ഒരു അയ്യപ്പ വിശ്വാസിയായ ആൾ പോളിംഗ് ബൂത്തിലേക്ക് കയറുമ്പോൾ അവൻ്റെ മനസ്സിൽ അത് ഉണ്ടാവുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു ഘട്ടത്തിൽ വലിയ ചർച്ചയായി. അതിനുശേഷം ഈ പറഞ്ഞ കൊടിമര പ്രതിഷ്ഠയിലേക്ക് വന്നു. കൊടിമര പ്രതിഷ്ഠ കോടതിയിൽ എങ്ങും എത്താതെ പോയി. ആദ്യഘട്ടത്തിൽ BJP അത് ഉയർത്തിയില്ല. അത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റേഡിയോ ബ്രിഡ്ജ് മുതൽ അത് BJP വളരെ സജീവമായി ഉയർത്തുന്നുണ്ട്. BJP പക്ഷേ അത് ഉയർത്തുമ്പോഴും പറയുന്നത് LDFും UDFും ക്ഷേത്രക്കൊള്ളക്കാരാണ്, ഞങ്ങളാണ് ഈ പറഞ്ഞ ശബരിമല കാക്കാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അതവിടെ ഈ പറയുന്ന ഈ കൊടിമര പ്രതിഷ്ഠയിൽ UDFിനെ കോടതി കുറ്റമുക്തമാക്കി, അല്ലെങ്കിൽ UDF ഭരണസമിതിയെ കോടതി കുറ്റമുക്തമാക്കി എന്ന് കരുതി LDFിനെതിരെ മാത്രം പറഞ്ഞാൽ ഉറപ്പായും അത് പ്രയോജനപ്പെടാൻ പോകുന്ന UDFിനാണെന്ന കാര്യം നല്ലവണ്ണം BJPക്ക് അറിയാം. അതവർക്ക് ശബരിമല യുവതീ പ്രവേശന കാലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ട അടക്കമുള്ള കൈപ്പനുഭവങ്ങൾ അതുണ്ട്. സ്വാഭാവികമായും അവരതേ പറയുകയുള്ളൂ. ഇവിടെ നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയിൽ സ്വീകരിച്ച നടപടികൾ മറുഭാഗത്ത് സർക്കാർ നിരത്താനില്ല. അപ്പോൾ ചോദ്യം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ചോദ്യം അത് തന്നെയാണ്. ചോദ്യം ഇവിടെ ഇത് രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയമായി ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഷ്ട്രീയമായി CPM നിയമിച്ച ആളാണ് പത്മകുമാർ. ആ പത്മകുമാർ അടക്കം ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയിൽ അകത്ത് കിടന്ന ആളാണ്. ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. പുറത്താക്കിയത് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് മാത്രമാണ്. കേവലം സസ്പെൻഡ് ചെയ്ത് നിർത്തുക, ഈ പറയുന്ന കുറ്റപത്രം വന്ന് കുറ്റക്കാരനാണെങ്കിൽ മാത്രം പുറത്താക്കുക, അല്ലെങ്കിൽ അകത്തെടുക്കുക എന്നൊരു മിനിമം നടപടി പോലും എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. അതേസമയം തന്നെ ഈ പറയുന്ന സോണിയാഗാന്ധി അവിടെ പോയി പോറ്റിക്കൊപ്പം ചിത്രം അടക്കം വെച്ചാണ് അതിലുള്ള പ്രതിരോധം. ആ പ്രതിരോധം ഉണ്ടായ പ്രശ്നം എന്താണ്? ഇവിടെ ഒരാൾക്കൊപ്പം നിന്നാൾ അയാളും കുറ്റക്കാരനാണോ എന്ന് ചോദ്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏത് സമയത്താണ്? സ്വർണ്ണക്കടത്ത് സമയത്ത് സ്വപ്ന സുരേഷുമായി ചിത്രം വന്നപ്പോഴേക്കും അത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായി ഇവിടെ യാഥാർത്ഥ്യങ്ങൾ നിൽക്കുന്നത് ഇവിടെ കൊള്ളയുണ്ടായി എന്നുള്ളതാണ്. ആ കൊള്ളയിൽ പ്രതികൾ പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതിലൊരാൾ CPMന് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളതാണ്. അതിലൊരാൾ 2 തവണ മുൻ MLA ആയിരുന്ന ആളാണെന്നുള്ളതാണ്. അതിലൊരാൾ CPM നിയോഗിച്ച ദേവസ്വം ബോർഡ് അധ്യക്ഷനായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാഷ്ട്രീയമായി CPMന് നിരാകരിക്കാൻ കഴിയാത്തവണ്ണം, നിഷേധിക്കാൻ കഴിയാത്തവണ്ണം അവിടെ കണക്ഷൻ കിടക്കുമ്പോൾ അത് UDF ഉറപ്പായും ഉയർത്തും. എടുത്തില്ല എന്നുള്ളത് മാത്രമാണോ? അത് മാത്രം ഉയർത്തിക്കൊണ്ട് ഈ പറയുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിന് ആ രീതിയിൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇല്ല, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് അത് ആയുധമേ ആക്കിയില്ല. ആദ്യഘട്ടത്തിലൊന്നും ആയുധമേ ആക്കിയിരുന്നില്ല. അവർ ഡീലിൽ തന്നെ നിൽക്കായിരുന്നു. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് അത് ആയുധമാക്കുന്നത്. അത് ഉറപ്പായും കേരളത്തിൽ ഇപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, അത് കോൺഗ്രസ് ഉയർത്തിയാലും ഇല്ലെങ്കിലും അത് ഏറ്റവും ചുരുങ്ങിയത് 3 ജില്ലകളിലെങ്കിലും മതഭേദമെന്നെ, ഞാൻ പറഞ്ഞത് ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരൊന്നുമല്ല, മതഭേദമെന്നെ. ഇപ്പം എൻ്റെ നാട് പന്തളമാണ്. നമ്മൾക്കൊക്കെ ശബരിമല ഉള്ളത് ഒരുതരം ആദരവുള്ള മനുഷ്യന്മാരാണ്. അവിടെയുള്ള ആൾക്കാർ, അവിടെ കൾച്ചർ മനസ്സിലായി അറിയാം. അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ശബരിമലയോട് വിശ്വാസഭേദമെന്നെ, മതഭേദമെന്നെ വലിയ ആദരവുള്ള ആൾക്കാരാണ്. അവിടെ നടന്ന ഒരു അക്രമം എന്നുള്ള നിലയ്ക്ക് അവർ വേദനിക്കുന്നവരാണ്. അത് പ്രചരണമാക്കിയാലും ഇല്ലെങ്കിലും, ആർക്ക് അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും വോട്ടിൽ പ്രതിഫലിക്കുമ്പോഴേ. ഇനി ഗോപി, ഈ വിഷയം, അതായത് UDF ഉയർത്തുന്ന ഈ വിഷയം, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അവസാന ലാപ്പിൽ വീണ്ടും അത് പൊക്കിക്കൊണ്ടുവരുന്നു എന്നത് സുപ്രധാനമായ ചോദ്യമാണ്. നേരത്തെ ഉന്നയിച്ച വിഷയം തന്നെയാണ്. പക്ഷേ അത് മാത്രം മതിയോ? ഈ പറയുന്ന ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർക്കെതിരെ CPM നടപടിയെടുത്തില്ല എന്നത് മാത്രം ഉന്നയിച്ചുകൊണ്ട് സർക്കാർ പറയുന്നു സർക്കാർ ഇതിനകത്ത് ഇടപെടുന്നില്ല, കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ്, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്ന് സർക്കാർ പറയുന്നുമുണ്ട്. അപ്പോൾ നടപടിയെടുത്തില്ല CPM ആയതുകൊണ്ട് പത്മകുമാറിനെതിരെയും വാസുവിനെതിരെയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വലിയൊരു തെരഞ്ഞെടുപ്പിനെ അങ്ങനെ നേടാനാണോ ഉദ്ദേശിക്കുന്നത് UDF? എനിക്ക് തോന്നുന്നു പ്രജിൻ, ഞാൻ UDFിന്റെ ഭാഗത്തെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അവരുടെ തന്ത്രവും അതുപോലെ തന്നെ ഇടതു മുന്നണിയുടെയും രണ്ടും നമുക്ക് പറഞ്ഞു പോകണമല്ലോ. അപ്പോൾ ഇതിൽ രണ്ടുപേരും പരസ്പരമുള്ള ആരോപണങ്ങളിൽ ഒളിച്ചു കളിക്കുന്നുണ്ട്. ഒന്ന്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് UDF ഉയർത്തുന്ന ആരോപണങ്ങളിൽ നിന്ന് മറുപടി പറയാതെ ഒഴിയുന്ന സർക്കാരും അല്ലെങ്കിൽ ഭരണപക്ഷവും, ഈ വയനാട് ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ മറുപടി പറയാതെ ഒഴിയുന്ന പ്രതിപക്ഷവും. ഇതാണ് നമ്മൾ രണ്ടുപേരും കാണുന്നത്. ഇനി ഇവർ രണ്ടുപേരും ചേർന്ന ഒരു ഓഡിയോ ബ്രിഡ്ജാണോ അഷ്മിയുടെ? ഇല്ല, ഞാൻ തമാശ പറഞ്ഞു. അപ്പം ഇവർ രണ്ടുപേരും കോമൺ ആയിട്ട് NDAക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം, അത് FCRA നിയമ ഭേദഗതിയാണ്. ഇനി പ്രജിൻ ചോദിച്ച ചോദ്യത്തിന് ഡയറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം ഞാൻ പറയാം. അതായത് എന്താണ് പ്രതിപക്ഷത്തിന് ഈ സർക്കാരിനോട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുള്ള ചോദ്യം? അതാണ് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം, സ്വർണം കട്ടത് ആരപ്പ എന്നത്. ആ ചോദ്യമാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ചോദിക്കാനുള്ള ചോദ്യം. ആ ചോദ്യമാണ് രാഹുൽ ഗാന്ധിയിലൂടെ വിവിധ മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളും കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെ ചോദിക്കുന്ന ചോദ്യം ഒറ്റ ചോദ്യമേ ഉള്ളൂ, സ്വർണം കട്ടത് ആരപ്പ എന്നതാണ്. ഇനി അതിനൊരു ന്യായമായി, അല്ലെങ്കിൽ ഒരു ന്യായീകരണമായി, അതും അല്ലെങ്കിൽ ഒരു വിശദീകരണമായി, ഈ നടപടിക്രമങ്ങളൊക്കെ കോടതിയിലല്ലേ, സർക്കാർ ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ
നേരെ ചൊവ്വേ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവർക്ക് പറയാനുള്ള ന്യായമെങ്കിൽ ഈ സ്വർണം കട്ടത് എവിടെയാണെന്നും അത് ആര് കൊണ്ടുപോയി എന്നും അത് എവിടെയുണ്ടെന്നും കണ്ടെത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ആ കട്ട സ്വർണത്തിന്റെ കാര്യത്തിൽ അതിലെ വീഴ്ചയുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തം ഫിക്സ് ചെയ്യാൻ സർക്കാരിന് ഇതുവരെ കഴിയാതെ പോയത് എന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യം മാത്രമല്ല, സാധാരണ ജനങ്ങളുടെ, വിശ്വാസികളുടെ. ഇപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ ഹാഷ്മിയുടെ നിലപാടിനോടുള്ള എൻ്റെ വിയോജിപ്പ്, ഇത് വിശ്വാസ പ്രശ്നം എന്നതിനേക്കാൾ ഉപരി ഇതൊരു തട്ടിപ്പിന്റെ, കൊള്ളയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഞാൻ ആ ടെറൈനിൽ വരുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു വൈകാരികത മനസ്സിലാവും. അത്രത്തോളം വൈകാരികമായി കാണുന്ന ഒരു വിശ്വാസ കേന്ദ്രമാണ് ശബരിമല. അവിടെ ഒരു കൊള്ള എന്ന് പറഞ്ഞാൽ സാധാരണ കൊള്ളയല്ല, അത് ഭഗവാന്റെ സ്വത്ത് കൊള്ള എന്ന് വിശ്വാസി വേദനിക്കുന്ന കൊള്ളയാണ്. അത് പറഞ്ഞു. അല്ല, അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ശബരിമല യുവതീ പ്രവേശനം എന്ന വിഷയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ അത് ഈ വിശ്വാസം എന്ന ഘടകം ഇതിനകത്ത് രണ്ടാമത് വരികയും അതിനേക്കാൾ വലുത് ഇതൊരു വലിയ കൊള്ള നടന്നു എന്ന ജനങ്ങളുടെ മുന്നിലുള്ള സംശയം, ആ സംശയത്തിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഇത് പറയുമ്പോൾ വയനാട് ദുരന്തബാധിതരുടെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസും വൈകാരികമായ സംഭവമാണ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം ദുരന്തബാധിതരുള്ളപ്പോൾ അവരുടെ പേരിൽ പിരിച്ചെടുത്ത പണത്തിന് കണക്കെവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പ്രതിപക്ഷത്തിന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നത് വാസ്തവമാണ്. മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കോൺഗ്രസിന്റെ അധ്യാപക സംഘടനയായ KPSTA അവർ കോടിക്കണക്കിന്, ഏതാണ്ട് 1.5 കോടി രൂപ 10 വീട് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഈ ദുരന്ത ബാധിതർ അവരുടെ ദൃശ്യങ്ങൾ കാണിച്ച് അല്ലെങ്കിൽ അവരുടെ ദയനീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അധ്യാപകർ സ്വമേധയാ അവർ കൊടുക്കുന്ന ഒരു തുകയുണ്ടായിരുന്നു. ആ തുകയിൽ പിരിച്ചെടുത്ത KPSTA പിടിച്ചെടുത്ത തുക അത് ഏതാണ്ട് 1 കോടിയിലധികം വരും. ആ പൈസ എവിടെ? അതിന് 10 വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടോ? പിന്നെ KPCCയുടെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത പണത്തിന്റെ കണക്കെവിടെ? അത് എവിടെ വിനിയോഗിക്കപ്പെട്ടു? എവിടേക്ക് കൊടുത്തു? അപ്പോഴായിരുന്നല്ലോ മറുഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഉണ്ടായി, ഇപ്പൊ CPM കേന്ദ്ര കമ്മിറ്റി പിരിച്ചെടുത്ത ഫണ്ട് എവിടെ? ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് നമുക്ക് വയനാട്ടിലേക്ക്. അപ്പൊ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഇപ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പരമാവധി ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാകാതിരിക്കാൻ, അല്ലെങ്കിൽ അവർ മറുപടി പറയേണ്ടുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി ഇടതുമുന്നണി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യാൻ അവർ തയ്യാറാകാത്തത്. ഇനി ഒരു ഒറ്റ കാര്യം കൂടി, ഇതിൽ വലിയ രീതിയിൽ ചർച്ചയാക്കി കൊണ്ടുവരാൻ കഴിയുന്നതായിരുന്നു NDAക്കും. പക്ഷെ അവർ ആദ്യഘട്ടങ്ങളിൽ അതിൽ മൗനം പാലിച്ചു. അതിന് വളരെ സിമ്പിൾ ആയിട്ടൊരു കാരണമേ ഉള്ളൂ, ഇതിന്റെ ഗുണഭോക്താക്കൾ UDF ആയി മാറുമെന്നുള്ളതാണ്. പക്ഷേ ഈ ഓഡിയോ ബ്രിഡ്ജ് വന്നതോടുകൂടി പ്രധാനമന്ത്രി ആ വിഷയത്തെ വീണ്ടും ഉയർത്തിയിരിക്കുന്നു. നാളെ അദ്ദേഹം പ്രധാനപ്പെട്ട, ഇപ്പോൾ ആ ടെറൈനിനെ കുറിച്ചിട്ട് ഹാഷ്മി പറഞ്ഞു, ആ ടെറൈനിലാണ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരാൻ പോകുന്നത്. അദ്ദേഹം തിരുവല്ലയിൽ വരുന്നു. അടൂർ, റാന്നി, കോന്നി, ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി, അങ്ങനെ ഹരിപ്പാട് ഏതാണ്ട് 1.5 ലക്ഷം പേർ പങ്കെടുക്കുന്ന ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പോകുന്നു. അവിടെ ശബരിമല അയ്യപ്പന്റെ സ്വർണം കട്ട പ്രശ്നത്തെ ഒരു രാഷ്ട്രീയ വിഷയമായി, ഭരണപക്ഷത്തിനെതിരായ ഒരു അഴിമതിയുടെ വിഷയമായി NDA ഉയർത്തിക്കാട്ടുമോ എന്ന് നാളെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം അത് UDF വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമായി ഉയർത്തുന്നു എന്നുള്ളതാണ് ഈ അവസാന ലാപ്പിലും കാണുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് അസിത സഹീറിലേക്ക് ചോദ്യം. വീണ്ടും അത് തന്നെയാണ്, ഇത്രയും നാൾ ഉയർത്താതെ വീണ്ടും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതിലെ യുക്തി എന്താണ്? എന്തുകൊണ്ട് അത് കത്തിച്ചു നിർത്താൻ UDF ആലോചിക്കുന്നു, ഒപ്പം NDAയും? ിലേക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ പ്രചാരണായുധമായി മാറുമെന്ന് കരുതിയ വിഷയമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള. പക്ഷേ ആദ്യ ലാപ്പിൽ കോൺഗ്രസ് പോലും അത് അത്ര ഗൗരവത്തോടു കൂടി ഉയർത്തിയോ എന്നുള്ളതിൽ സംശയമാണ്. കോൺഗ്രസ് എപ്പോഴാണ് അത് പറയാൻ തുടങ്ങുന്നത്? രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് എത്തിയതിന് പിന്നാലെയാണ്. രാഹുൽ ഗാന്ധി ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേട്ട പാരഡി പാട്ടൊക്കെ പാടുന്നുണ്ട്. പക്ഷേ അതിന് പിന്നാലെ വീണ്ടും രാഹുൽ ഗാന്ധിയുടെ പാട്ടിനോട് ചേർത്ത് വെച്ച് സോണിയാഗാന്ധിയുമാക്കിയായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വീണ്ടും വളരെ സജീവമായി ചർച്ചയിലേക്ക് വരുന്നതാണ് കാണുന്നത്. അതോടുകൂടി രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വിഷയം അതേ തീവ്രതയിൽ പിന്നെ അങ്ങോട്ട് കോൺഗ്രസ് നേതാക്കൾക്ക്, മറ്റുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഏറ്റെടുക്കാനായോ എന്നതിലും സംശയമുണ്ട്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള എന്തുകൊണ്ടോ വലിയൊരു പ്രചാരണ ആയുധമാക്കി ഉയർത്താൻ UDF, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും അവർക്ക് അതിന് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ അതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടക്കുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ അത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുണ്ടായ ഒരു വീഴ്ചയാണ്. അതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കൂട്ടം കൂടി നടത്തിയ കൊള്ള എന്നതിലപ്പുറം ആ നിലയിൽ താല്പര്യമുള്ള കുറെ മനുഷ്യർ അവർ ചേർന്ന് നടത്തിയൊരു കൊള്ളയാണ്. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധമുള്ള ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് പ്രത്യേകിച്ചും CPMന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന നേതാക്കളടക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആ നിലയിലുള്ള നടപടി എടുക്കേണ്ടതായിരുന്നു, മാതൃകാപരമായ ഇടപെടൽ ഉണ്ടാകേണ്ടതായിരുന്നു. അത് ഉണ്ടായില്ല എന്നുള്ളതും ദൗർഭാഗ്യകരമാണ്. ആ സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ആ കൃത്യം ഫോക്കസിലേക്ക് കോൺഗ്രസിന് ഈ വിഷയം കൊണ്ടുവരാൻ കഴിയാതെ പോയി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ്. രാഹുൽ ഗാന്ധി അത് ഉയർത്താൻ ശ്രമിച്ചപ്പോഴും പിന്നീട് അത് കോൺഗ്രസ് നേതാക്കൾ ആ നില ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയും ചെയ്യുന്നില്ല. ഗോപി, സിംഗിൾ
നോട്ടിൽ ഈ പറയുന്നത് പോലെ ഇതേ വിഷയം ഇതേ രീതിയിൽ കത്തിച്ചു നിർത്തി കഴിഞ്ഞാൽ കേരളത്തിന്റെ എല്ലായിടങ്ങളിലും എല്ലാ മേഖലകളിലും എല്ലാ മണ്ഡലങ്ങളിലും അതൊരു സ്വാധീന വിഷയമായി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ ഇത് ചില മേഖലകളിൽ ചില മണ്ഡലങ്ങളിൽ ഇതിന് സ്വാധീനമുണ്ടാക്കും. മാത്രമല്ല ഇതിലൊരു ഹാഷ്മി പറഞ്ഞതുപോലെ അതിനകത്തൊരു വൈകാരിക തലം പ്രവർത്തിക്കുകയാണെങ്കിൽ, അതായത് ഇത് വിശ്വാസികളെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് ഏറ്റെടുക്കുകയാണെങ്കിൽ കേരളത്തിലെമ്പാടും അതിനൊരു എഫക്റ്റ് ഉണ്ടാകും. ഒറ്റ കാര്യം കൂടി, ഇതിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഏതാനും ചില ആളുകൾ കൂട്ടത്തോടുകൂടി നടത്തിയ തട്ടിപ്പ് എന്ന് പറയുമ്പോൾ ഇത് ആരുടെ വീഴ്ച എന്നതാണ് അതിലെ ചോദ്യം. അതുകൊണ്ട് കട്ടതാരാണ്, കട്ട മുതൽ എവിടെയാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഹാഷ്മി നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ അവിടെ ആ ജില്ലയിൽ മാത്രമല്ല അപ്പുറത്തേക്ക് പാൻ കേരള ഇമ്പാക്ട് ഉണ്ടാകുന്ന വിഷയമല്ല ശബരിമല. എടുത്തുകൊണ്ടുവരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയമാക്കി ഉയർത്തുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞത് വലിയ ലാഭം പ്രതീക്ഷിച്ചാണല്ലോ ഉണ്ടാവില്ല. അത് ഉയർന്ന രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ അത് ശക്തമായി ഉന്നയിച്ച രാഹുൽ ഗാന്ധിയാണ്. അത് അദ്ദേഹം പറയാൻ കാരണം എന്താണെന്ന് അറിയോ? അത് CPM BJP ഡീലിനുള്ള ഒരു ഉദാഹരണമായി പറയാം. എന്തുകൊണ്ടാണത്? ഇവിടെ സ്വർണ്ണം കട്ട കാര്യം ഇവിടെ പ്രധാനമെന്ന് വന്നപ്പോൾ കമാന്ന് മിണ്ടിയില്ല. അതൊരു ഡീലിനുള്ള തെളിവ് എന്ന മട്ടിലാണ് യഥാർത്ഥത്തിൽ ആ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത്. മാറി, പക്ഷേ അവരും പറയുന്നു CBI കൊണ്ടുവരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടാണല്ലോ അത് രാഹുൽ ഗാന്ധിയുടെ ആ പ്രശ്നം കഴിഞ്ഞതിന് ശേഷമാണ് BJP അതിലേക്ക് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയത്. പോട്ടെ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ പ്രജിൻ, ഇത് ഇമോഷണൽ മുറിവാണ്. ആ മുറിവ് ഓൾറെഡി ഹാപ്പൻ, അത് അവിടെ ഉണ്ട്. അതിനി കോൺഗ്രസ് ഉയർത്തി അത് പ്രചരണ വിഷയമാക്കിയാലും അല്ലെങ്കിലും ആ മുറിവ് അവിടെ ഉണ്ട്. ആ മുറിവിന്റെ ഇമ്പാക്ട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും. ആർക്ക് അനുകൂലം പ്രതികൂലം ഞാൻ പറയുന്നില്ല, ഇമ്പാക്ട് അവിടെ ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസ് അതുകൂടി കണക്കിലെടുത്താവണം അത്. ഇനി മറുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സുപ്രധാനമായ ചോദ്യമാണ് LDF ചോദിക്കുന്നത്. ഈ പറയുന്ന പോലെ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പിരിച്ച പണം, ആ പണം ഏത് അക്കൗണ്ടിൽ, എത്ര രൂപ, ഈ കണക്കുകൾ ചോദിക്കുകയാണ്. ഉത്തരവുണ്ടോ കോൺഗ്രസിന് മറുഭാഗത്ത്? ഉത്തരവില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം വി കുഞ്ഞികൃഷ്ണൻ ഇന്ന് M സ്വരാജിനെ വിളിക്കുന്നത് പയ്യന്നൂരെ ശവന്തൂക്കികളെ വെള്ളയടിക്കുന്ന നേതാവ് എന്നുള്ളതാണ്. അതിന് കാരണം ഇന്നലെ M സ്വരാജിനോട് രക്തസാക്ഷി ഫണ്ട് പുറത്തുവിടുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും വി കുഞ്ഞികൃഷ്ണനെ ഇപ്പോൾ ഒരു കള്ളൻ ചോദിച്ചാൽ പുറത്തുവിടേണ്ടതല്ല കണക്കെന്ന് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ അതൊരു ധിക്കാരത്തിന്റെ മറുപടിയാണ്. അങ്ങനെ പറയേണ്ടതില്ല ഒരു വിഷയത്തിലും. രക്തസാക്ഷി ഫണ്ട് ആകട്ടെ വയനാട് ഫണ്ട്, രണ്ടും ഞാൻ താരതമ്യപ്പെടുത്തതല്ല. വയനാട് ഫണ്ട് കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടേ മതിയാവും, ഒരു തർക്കമില്ല. അത് പുറത്തുവിട്ടേ മതിയാവുകയുള്ളൂ. പുറത്തുവിടൽ മാത്രമല്ല, ഇത്രത്തോളം ആരോപണമുണ്ടായ ഇത്രത്തോളം സംശയമുണ്ടായ സാഹചര്യത്തിൽ അവരുടെ ഈ പറയുന്ന രീതിയിലുള്ള ഏതൊക്കെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം പേപ്പറുകൾ മുന്നിൽ കേരളത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കോൺഗ്രസ് അതിലാണ് ആ പൈസ എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യം കേരളത്തെ കോൺഗ്രസ് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ ഒരു നോ ഡൗട്ട്, അക്കാര്യത്തിൽ അത് കോൺഗ്രസിന്റെ ഫണ്ടല്ലേ, കോൺഗ്രസ് പുറത്തുവിടട്ടെ, അല്ലെങ്കിൽ ചോദിക്കാൻ ആരാന്നൊക്കെ ചോദിക്കണമെങ്കിൽ അത്രത്തോളം പാർട്ടി അടിമയായിരിക്കണം. ഒരു തർക്കം അക്കാര്യത്തിൽ കേരളത്തെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്താത്ത പക്ഷം ഈ പറയുന്ന ശവന്തൂക്കികൾ പോലെയുള്ള കടുത്ത ആരോപണങ്ങൾ കേൾക്കാൻ അവർ അർഹരാണ് എന്നാണ് പറയേണ്ടി വരിക. പ്രജിൻ, അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയേണ്ട കാര്യമാണ് സർക്കാർ വീടുകളുടെ കാര്യം എവിടെയായി എന്ന ചോദ്യം പിന്നെയും ആവർത്തിക്കേണ്ടി വരും. എന്തുകൊണ്ടാണത്? അത് CPM ഫണ്ട് മാത്രമല്ല, അത് CPM-ന്റെയും കോൺഗ്രസിന്റെയും BJP-യുടെയും മതമുള്ളവരുടെയും മതമില്ലാത്തവരുടെയും എല്ലാവരുടെയും ഉള്ള മനസാക്ഷിയുള്ള മനുഷ്യരുടെ മൊത്തം ഫണ്ടാണ് ഈ പറഞ്ഞ 768 കോടി എന്നുള്ളത്. 768 കോടി റെഡിയായി പൈസ കയ്യിലുള്ള സർക്കാർ ഇതേവരെ ഇപ്പോൾ വരെ ഏതെങ്കിലും ഒറ്റ വീടുകളിൽ മനുഷ്യനേക്ക് താമസിക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ 178 വീടുകളേ ഉള്ളൂ. ബാക്കി 410 പുറത്തുള്ള വീടുകൾ എവിടെയും ആവാതെ ഇവിടെ കിടക്കുകയാണ്. ആ വീടുകൾ തന്നെ ഇപ്പോൾ കൊടുത്ത വീടുകളിൽ തന്നെ ഇപ്പോഴും താമസം കയറാൻ കഴിയുന്നില്ല. അപ്പോൾ അത് സർക്കാരിൻ്റെ വലിയ പരാജയമല്ല എന്ന ചോദ്യമുണ്ട്. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ അത് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ചോദ്യമാണ്. ആ ചോദ്യം അവർ ഉന്നയിക്കാൻ കാരണം ഈ നിങ്ങളുടെ ഫണ്ട് എവിടെ എന്ന ചോദ്യത്തിൽ മറുചോദ്യമാണ്. രാഷ്ട്രീയമാണെങ്കിൽ കൂടിയും അതിൻ്റെ പൊളിറ്റിക്കൽ മാർജിൻ മാറ്റി നിർത്തിയാൽ തന്നെ ഊരാളങ്കലിന് കൊടുത്ത പണത്തെപ്പറ്റി കോൺഗ്രസ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഉറപ്പായും അത് ഈ ചോദ്യത്തിന് മറുചോദ്യം ചോദിക്കുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ഊരാളങ്കലിന് കൊടുക്കുന്നത് 299 കോടി ടൗൺഷിപ്പിനാണ്. അവരവിടെ വെക്കുന്ന 400 വീടുകൾ വെക്കുന്നു. ഒരു വീട് 20 കോടി, 80 കോടി. ഭൂമി ഒരുക്കാനുള്ള കണക്കെല്ലാം കൂടെ നോക്കിയാൽ ഒരു 20 കോടി 100 കോടി. അതിൻ്റെ ബാക്കിയുള്ള അതിനകത്തുള്ള അങ്കണവാടി, റോഡ്, ഈ പറഞ്ഞ സൗരോർജ്ജ വേലി, താഴെക്കൂടുള്ള വൈദ്യുതി, റോഡ് എല്ലാം കൂടെ ചോദിച്ചാൽ നമ്മൾ കോൺട്രാക്ടർമാർ സംസാരിക്കുമ്പോൾ പരമാവധി കൊടുക്കാൻ പറ്റുന്ന 90 കോടി, മാക്സിമം ചെലവ് വെച്ചാലും ഒരു 99 കോടി, പിന്നെയും അവിടെ 100 കോടി കിടക്കുകയാണ്. ആ 100 കോടി എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക്, ഞാൻ അഴിമതി ആരോപണം ഉന്നയിക്കുന്നതല്ല, അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കറിയണമെങ്കിൽ എന്താണ് ടെൻഡർ വേണം. അവിടെ ഒരു ടെൻഡർ ഇല്ല, യഥാർത്ഥ ടെൻഡർ ഇല്ല. അപ്പോൾ അത് ഓഡിറ്റബിൾ ആവണ്ടേ എന്ന് കോൺഗ്രസ് ചോദിക്കുന്നു. ആ ചോദ്യം അല്ലാതാവുന്നില്ല. മാത്രമല്ല അവിടെ പുന്നപ്പുഴ പുഴ നവീകരണത്തിന് കൊടുക്കുന്നത് 195 കോടിയാണ്. അത് കൊടുക്കുന്ന ആർക്കാണ്? ഊരാളുകൾ തന്നെ കൊടുക്കുന്നത്. അവിടെയുള്ള പ്രധാന പണി എന്താണ്? ഈ ഡെബറിസുകൾ വാരി മാറ്റുക എന്നുള്ള ഏറ്റവും ഹെക്റ്റിക്കായ പണിയാണ് അവിടെ നടക്കുന്നത്. ആ പണി ഊരാൾ നേരത്തെ ചെയ്തിട്ടുണ്ടോ ഇല്ല, അവർക്കത് മുൻപരിചയമുണ്ടോ ഇല്ല. ഹിമാചലിലടക്കം അത് ചെയ്യുന്ന കമ്പനികളുണ്ട്, ഏജൻസികളുണ്ട്. അവർക്ക് കൊടുക്കില്ല. കാരണം എന്താണ്? അതിനും ടെൻഡറില്ല. അതെന്താണ് ഇപ്പോൾ പറയുന്ന വീട് വെക്കാൻ ടെൻഡറില്ലാതെ ഊരാളെങ്കിൽ, എന്താണ് പുഴ കെട്ടാൻ ടെൻഡറില്ലാതെ ഊരാളെങ്കിൽ, അയ്യപ്പ സംഗമത്തിന് ടെൻഡറില്ലാതെ ഊരാളെങ്കിൽ,
ഇവിടെ സർക്കാരിന്റെ സകലമാന കോൺക്ലേവ് നടത്താൻ ടെൻഡർ ഇല്ലാതെ ഊരാളെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ അറിയാവുന്ന ഊരാളെങ്കിൽ മാത്രമേ ഉള്ളൂ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. കോൺഗ്രസിനോട് ചോദ്യം മറുചോദ്യം അല്ലെങ്കിൽ കൂടിയും എല്ലാത്തിനും ഉത്തരങ്ങൾ വേണ്ട ചോദ്യങ്ങളുമാണ്. അസിത, ഈ പറയുന്ന പോലെ കണക്കുകൾ പറയുമ്പോൾ തിരികെയും ചോദ്യങ്ങളുണ്ട് എന്നതാണ് കോൺഗ്രസ് പറയുന്നത്. അതിന് സർക്കാർ എപ്പോഴായിരിക്കും ആ കണക്കുകൾ പുറത്തുവിടുക? കൃത്യമായി എന്തുകൊണ്ട് ഇപ്പോഴും ഈ വലിയ ആരോപണം ഉന്നയിക്കുമ്പോഴും സർക്കാർ കണക്കുകൾ കൃത്യമായി എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യമാണ്. അതിന് പക്ഷേ ഒരു സമയപരിധിയൊക്കെ ഉണ്ടാവാം, എങ്കിൽ കൂടിയും ആ ചോദ്യം പ്രസക്തമാണ്. ഈ പറയുന്ന 178 വീടുകൾ നൽകിയെങ്കിലും പട്ടയം നൽകിയെങ്കിലും അവിടെ ആരും താമസമാക്കിയിട്ടില്ല എന്നതും വസ്തുതയാണ്. മറുഭാഗത്ത് ഒന്നുമില്ല, കോൺഗ്രസിന്റെ പണം എവിടെ, അതിന് കൃത്യമായി ഉത്തരമില്ല. അല്ലെങ്കിൽ പണം സ്ഥലം വാങ്ങിയെന്ന് KPCC അധ്യക്ഷൻ പറയുന്നു, സ്ഥലം വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു, അവിടെ പണി ആരംഭിക്കുമെന്നാണ് ഇതാ ഇപ്പം KPCC ജനറൽ സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത്, AICC ജനറൽ സെക്രട്ടറിയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയം അത് LDF കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്, എന്തുകൊണ്ട് അത് കൊണ്ടുവരുന്നു, അതിന് കോൺഗ്രസിന് മറുപടി ഉണ്ടോ? ഒപ്പം തന്നെ തിരികെ ചോദിക്കുന്ന ചോദ്യത്തിന് സർക്കാർ അല്ലെങ്കിൽ CPM മറുപടി ഉണ്ടോ? പ്രജിൻ, കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അവർക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ തെരഞ്ഞെടുപ്പിനോട് അടുക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ചോദ്യം വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടാണ്. ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസിന് ആ വിഷയത്തിൽ മറുപടി പറയാൻ സാധിക്കാത്തത്? ആ ഫണ്ടിന്റെ കണക്കില്ല, അല്ലെങ്കിൽ ആ ഫണ്ടിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടെ തന്നെയാകും, അതിലൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഉറപ്പായും ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിലെങ്കിലും ആ കണക്കുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോൺഗ്രസ് പുറത്തുവിടേണ്ടതായിരുന്നു. ഇപ്പോൾ നോക്കൂ, കോൺഗ്രസ് ആദ്യം പിരിവ് നടത്തുന്നുണ്ട്. CMDRFിലേക്ക് സംഭാവന നൽകരുത് അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ സ്വന്തമായി ഫണ്ട് പിരിക്കുകയും വീട് വെച്ച് കൊടുക്കാമെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഈ പറഞ്ഞ നിലയിൽ സമയബന്ധിതമായ വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി എന്ന് കരുതുക. ആരെങ്കിലും ഈ ചോദ്യം കോൺഗ്രസിനോട് ചോദിക്കുമോ? ഉറപ്പായും ചോദിക്കില്ല. ഇവിടെ ആദ്യഘട്ടത്തിൽ തന്നെ സർക്കാർ സ്ഥലം നൽകും എന്ന് തെറ്റായ പ്രചാരണം നടത്തി അത് നീട്ടി കൊണ്ടുപോയി. ഏറ്റവും ഒടുവിൽ സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞു, ആ സ്ഥലത്ത് കല്ലിട്ടു. ആ ഇട്ട കല്ലിന്റെ മേളിൽ ഒരു കല്ല് പോലും കൂടുതൽ വീണിട്ടില്ല. അവിടെയാണ് വീണ്ടും ഇത് വളരെ ചർച്ചയാകുകയും ഈ ചോദ്യങ്ങൾ കോൺഗ്രസിനോട് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തത്. പ്രജിൻ, ഈ കണക്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ കയ്യിൽ ഇതിനൊരു വ്യക്തതയുമില്ല എന്ന് തെളിയിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രതികരണമുണ്ട്. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റേതാണ്. അദ്ദേഹം ആദ്യം പറയുന്നത് 3 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങി എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറയുകയാണ് 5 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങി എന്ന് പറയുകയാണ്. എവിടെയാണ് അപ്പോൾ ആ 2 കോടിയുടെ ഡിഫറൻസ് എവിടെയാണ് വരുന്നത്? KPCC അധ്യക്ഷന്റെ പേരിലാണ് ആ പ്രമാണം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അറിയില്ലേ എത്ര കോടിക്കാണ് പണം വാങ്ങിയതെന്ന്? 2 കോടിയുടെ കണക്കൊക്കെ ഒരു 2 ദിവസത്തെ വ്യത്യാസത്തിൽ വെറുതെ അങ്ങ് ഉണ്ടാകുകയാണ്. ഹാഷ്മി ഈ വയനാട് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നമ്മുടെ ഒരു ചർച്ചയിൽ ആധികാരികമായ ഒരു വിവരം പറഞ്ഞിരുന്നു. അപ്പോൾ എന്റെ സഹപ്രവർത്തകൻ പറഞ്ഞ ആ വിവരത്തെ നിലവിൽ വ്യക്തതയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ പറയുന്ന കണക്കിനേക്കാളും ഞാൻ മുഖവിലേക്ക് എടുക്കുക. അപ്പോൾ ഹാഷ്മി പറഞ്ഞ ആ കണക്കുകൾ പ്രകാരം അന്ന് കോൺഗ്രസ് ആകെ പിരിച്ച കണക്കായി വന്നത് 5,38,21,632 രൂപയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്നെ നോക്കൂ, 5 കോടി പിരിച്ചു എന്നുള്ളത് ഓഡിറ്ററുമായി ബന്ധപ്പെട്ട ഹാഷ്മി പറഞ്ഞ ആ കണക്കാണെങ്കിൽ അതേ 5 കോടി മുടക്കി സ്ഥലം വാങ്ങിയെന്നുള്ളതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്. ഒപ്പം തന്നെ ഹാഷ്മി അന്ന് പറഞ്ഞ ഈ ആപ്പിന്റെ മെയിൻ്റനൻസിന് അടക്കം കൊടുത്ത തുകയുണ്ട്, അത് ഏകദേശം 10 ലക്ഷം രൂപയോളം വരും. അപ്പോൾ ആ തുക എവിടെ പോയി? ആ തുക ഏത് കണക്കിലാണ് വരുന്നത്? അപ്പോൾ ഇവരുടെ കയ്യിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു കണക്കുമില്ല എന്നുള്ളതാണ് വസ്തുത. മാത്രമല്ല 6 മാസത്തിനുള്ളിൽ വീട് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് പറയുന്നു. ഇതുവരെ നിർമ്മാണത്തിനുള്ള അപേക്ഷ പോലും കൊടുക്കാത്ത ഭൂമിയിൽ എങ്ങനെ 6 മാസത്തിനകം ഈ വീട് പൂർത്തീകരിച്ചു കൊടുക്കുമെന്നുള്ള അടുത്ത ചോദ്യം കൂടിയുണ്ട്. ഇനി വാങ്ങിയ സ്ഥലം ഏതാണ്? അത് ആനത്താരിയാണെന്നുള്ള ആക്ഷേപം അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത്, ഇപ്പോൾ ഇട്ട കല്ലുണ്ടല്ലോ, അതിന് മുകളിൽ ഒരു കല്ലിടുന്നതിന് മുൻപ് ആ സ്ഥലത്തിന് ചുറ്റും ഒരു ഫെൻസിങ് ചെയ്യണം. അതാണ് കോൺഗ്രസ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ മനുഷ്യരെ പാർപ്പിക്കണമെന്ന താല്പര്യം അവർക്കുണ്ടെങ്കിൽ. ഇനി സർക്കാരിന്റെ വീടുമായി ബന്ധപ്പെട്ട ചോദ്യം. സർക്കാർ ഉദ്ഘാടനം നടത്തി, അല്ലെങ്കിൽ ആ ടൗൺഷിപ്പിന്റെ താക്കോൽദാനം നടത്തി എന്നുള്ളത് ശരിയാണ്. അത് നടത്തുന്ന ഘട്ടത്തിലും പറഞ്ഞിരുന്നു ഏപ്രിൽ അവസാനത്തോടു കൂടി താമസയോഗ്യമാകുന്ന നിലയിലേക്ക് മാത്രമാണ് ആ വീടുകൾ കൈമാറുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ പറഞ്ഞ സമയമായിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയം ഉയർന്നു വരുമ്പോൾ അവരാണ് മറുചോദ്യമായി ഇത് ഉയർത്തിയത്. സർക്കാരിന്റെ വീട്ടിൽ ഇതുവരെ താമസമായിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് മാധ്യമങ്ങൾ അവിടേക്ക് പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന യാഥാർത്ഥ്യം എന്താണ്? ഏപ്രിൽ അവസാനം എന്നുള്ളതാണ് പറഞ്ഞത്. പ്രജൻ, ഇപ്പോഴും ആ ദുരന്തബാധിതരായ മനുഷ്യരുടെ പ്രതികരണം കേട്ടു നോക്കൂ. അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടേക്ക് താമസം മാറാനാണ് താല്പര്യം, അത് ഞങ്ങളുടെ താല്പര്യമാണ്, ഞങ്ങളാണത് പറയുന്നത് എന്ന് ഇപ്പോഴും അവർ പറയുന്നുണ്ട്. അവർക്കൊരു പരാതിയുമില്ല. ഇനി സർക്കാർ അവരെ വഴിയാധാരമാക്കി എന്നുള്ള നിലയിൽ ഈ പ്രതികരണങ്ങൾ വരുമ്പോൾ ഇപ്പോഴും അവരുടെ വീടിന്റെ വാടക കൊടുക്കുന്നത് സർക്കാരാണ്. എല്ലാ മാസവും അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നുണ്ട്. എന്നാണോ അവർക്ക് ആ വീടുകളിലേക്ക് താമസം മാറാൻ സാധിക്കുന്നത്, അന്ന് വരെ സർക്കാരിന്റെ ചെലവിലാണ് അവർ താമസിക്കുന്നത്, അവർ ജീവിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇനി ഇതിനൊക്കെ അപ്പുറം ഈ വീടിന്റെ താക്കോൽദാനം കൈമാറിയതിന് ശേഷവും 1 ലക്ഷം രൂപ വീതം എല്ലാ കുടുംബങ്ങൾക്കും നൽകുന്നുണ്ട് ആ വീട്ടിലേക്ക് ആവശ്യമായ ഫർണിച്ചർ വാങ്ങാൻ. ഇതൊന്നും സർക്കാരിന്റെ ഔദാര്യം എന്നുള്ള മട്ടിലല്ല പറയുന്നത്, നമ്മളെല്ലാവരും ഉൾപ്പെടെയുള്ള സമൂഹം കൊടുത്ത തുക തന്നെയാണ്. ഇനി ആ തുകയുടെ കാര്യത്തിൽ എന്താണ് ക്ലാരിറ്റി കുറവുള്ളത്? CMDRFിലേക്ക് സംഭാവന ചെയ്ത തുകയാണത്, അത് ഓഡിറ്റബിൾ ആണ്, അത് പബ്ലിക്കിന്റെ മുന്നിൽ ഉള്ള കണക്കുകളുമാണ്. റജിൻ, ഇതിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, രവീന്ദ്രൻ എന്ന് പറഞ്ഞ്, എൻ്റെ നാട്ടിലുള്ള ഒരു സുഹൃത്താണ്. പുള്ളി ഒരു വർക്ക്ഷോപ്പ് നടത്തുന്നയാളാണ്.
എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ രവീന്ദ്രൻ നമ്മളോട് ഇടയ്ക്ക് നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറയാറുണ്ട്, അതായത് മുണ്ടക്കൈ ഈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി ഈ ദുരന്തമുണ്ടായ സമയത്ത് അവരും പ്രഖ്യാപിച്ചിരുന്നു, അവരുടെ സംഘടന, അതായത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള, അവർ പ്രഖ്യാപിച്ച 10 വീടായിരുന്നു അത്. ആ 10 വീടുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ തന്നെ പല വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ഈ 10 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ, അത് പുരോഗമിക്കുന്ന ഘട്ടത്തിലൊക്കെ നമ്മൾ വാർത്തകൾ കൊടുത്തിട്ടുള്ളതാണ്. അതിനൊക്കെ ഈ രവീന്ദ്രൻ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഈ മറ്റേ ട്യൂബ് വഴി ഓയിൽ പിടിച്ച് നമ്മുടെ വായിലേക്കൊക്കെ പിടിച്ചെടുത്തിട്ട് അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ് എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ ആ പൈസ കൊണ്ട് അവർ 10 വീടുകൾ അവിടെ നിർമ്മിച്ചു കഴിഞ്ഞു. അങ്ങനെ ആ നിലയിൽ നിരവധി സംഘടനകൾ അവിടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, വീട് വെച്ച് കൊടുക്കാം എന്നുള്ള വാഗ്ദാനങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി സംഘടനകൾ. തമിഴ്നാട് മുസ്ലിം ജമായത്ത് 14 വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. വിവിധ മുജാഹിദ് സംഘടനകൾ 40 വീടിനുള്ള സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. എറണാകുളം മഹല്ല് കമ്മിറ്റി 22 വീടിൻ്റെ നിർമ്മാണം, അതിൻ്റെ പണികൾ പുരോഗമിക്കുന്നുണ്ട്. CSI സഭ 13 വീടുകൾ, പെന്തക്കോസ്ത് സഭ 11 വീട്. ഇത് കൂടാതെ മുസ്ലിം ലീഗ് ഏറ്റവും മാതൃകയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടത്തിയത് മുസ്ലിം ലീഗാണ്. ഈ അടുത്ത കാലത്ത് അവർ 105 വീടുകളാണ് നിർമ്മിച്ച് നൽകും എന്ന് പറഞ്ഞത്. അതിൽ 51 വീടുകളുടെ താക്കോൽദാനം അവർ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ സംഘടനകളെല്ലാം അവർ പ്രഖ്യാപിച്ച ആ സമയത്തോ അല്ലെങ്കിൽ അവർ വാഗ്ദാനം ചെയ്തിരുന്നതോ അവർക്ക് പറഞ്ഞിരുന്ന സമയത്ത്, അത് ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ സമയത്ത് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പക്ഷേ അവർ ആ വാഗ്ദാനം പ്രഖ്യാപിച്ച കാര്യം നിറവേറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ചിലരത് നിറവേറ്റി കഴിഞ്ഞു. അവിടെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ, ഒരു കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ആ പാർട്ടി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുക, പണപ്പിരിവ് നടത്തുക, പിന്നീട് ഇതൊക്കെ ജനം മറന്നുപോകും എന്നുള്ള ധാരണയിലാകാം. ഏതായാലും ഇതൊക്കെ ഒരു പാഠമായിരിക്കണം ജനങ്ങൾക്ക്. ഇത്തരം ഫണ്ട് ആഹ്വാനം ചെയ്തിട്ട് നേതാക്കൾ പിരിവിന് വരുമ്പോൾ അവരോട് മുഖത്ത് നോക്കി, നേരത്തെ നമ്മൾ പിരിച്ചിട്ട് പോയ പൈസയുടെ കണക്കെവിടെ എന്നതറിയാനും അതെങ്ങനെ ഉപയോഗിച്ചു എന്നറിയാനും ജനത്തിനൊരു അവകാശമുണ്ട്. കാരണം ഇത് മറ്റ് ഫണ്ടുകളെപ്പോലല്ല, ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് അവർ ആഹ്വാനം ചെയ്തത് പ്രഖ്യാപിച്ചതാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് KPCCയുടെ 1000 വീട് പദ്ധതിയുടെ അവസ്ഥ നേരത്തെ പ്രഖ്യാപിച്ച. അപ്പോൾ ഈ വീടുകൾ അല്ലെങ്കിൽ ഇങ്ങനെ ദുരന്തമുണ്ടാകുമ്പോൾ വന്ന് അതൊരു പിരിവിനുള്ള അവസരമാക്കി ഈ രാഷ്ട്രീയ പാർട്ടികൾ കാണരുത്. അതിന് അർഹതയുള്ളവർക്ക് കൊടുക്കണം. അവരുടെ കണ്ണീരിൻ്റെ, അവരുടെ വേദനയുടെ വിലയാണ് അത്. ഈ പാർട്ടി നേതൃത്വങ്ങൾ മനസ്സിലാക്കണം. അവർ ഒരുപക്ഷെ തരാതരം പോലെ ഇത് അവർക്ക് പണം പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടോ, അവർ ലക്ഷ്യമിട്ട പണം പിരിഞ്ഞു കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി പണം കിട്ടാത്തത് കൊണ്ടാണോ എന്നുള്ള കാര്യം അറിയില്ല. അതല്ല, കിട്ടിയ പണം അവിടെ ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ അത് പണം പിരിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കൃത്യമായി എന്തിനാണോ പണം പിരിച്ചത് അത് നിറവേറ്റാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കാട്ടണം. അല്ലാതെ ചോദിക്കുമ്പോഴെല്ലാം കണക്കുണ്ടല്ലോ, കണക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്, വീട് നിർമ്മിച്ചു നൽകാം എന്ന് പറയുകയല്ല. ഞാൻ വരാം, നമുക്കൊരു ചെറിയ ഇടവേള വേണം. ഗോപിയിലേക്കാണ് അടുത്തത്. നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ദുരന്തം എന്ന് പറയുന്ന ഒരു അതിവൈകാരികമായ ഒരു വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുപോലെ കണക്കുകൾ ഇല്ലാത്ത രീതിയിൽ പണപ്പിരിവ് നടക്കുന്നെങ്കിൽ അത് തീർത്തും തെറ്റാണ്. അതിൽ മറ്റൊരു അഭിപ്രായമില്ല. എന്തായാലും അതിൽ കോൺഗ്രസ് തന്നെ കൃത്യമായി മറുപടി പറയട്ടെ. ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. തിരികെ എത്താൻ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ബാക്ക്. മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് തുടരുകയാണ്. നമ്മുടെ വിഷയം വീണ്ടും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചർച്ച എന്തുകൊണ്ട് LDF ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഗോപി, പ്രജൻ, ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഈ പിരിച്ച ഫണ്ടിന്റെ കണക്ക് ചോദിക്കുമ്പോൾ തിന്നിമാറുന്ന പ്രതിപക്ഷത്തിന് ഒരു തരത്തിലുള്ള ന്യായീകരണവും പറയാൻ അവകാശമില്ല. കാരണം ഇത് പിരിച്ചിരിക്കുന്ന, നേരത്തെ ദിലീപ് പറഞ്ഞതുപോലെ തന്നെ ഇത് കൃത്യമായി പിരിച്ച് ഏറ്റവും കഷ്ടപ്പെടുന്ന ആളുകൾ, അവർ ഈ ദൈന്യത കണ്ട് ഇട്ട പണം അത് കൃത്യമായി വിനിയോഗിക്കുകയും വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്ത അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് കോൺഗ്രസ് പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടന ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു കണക്ക് പറയാതെ ഒഴിഞ്ഞു മാറുന്നത്. മാത്രമല്ല ഇത് വലിയൊരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ്. കാരണം ഇതിലെ കണക്ക് എവിടെ, നിങ്ങൾക്ക് പേപ്പറിൽ കാണിക്കാനുണ്ടെന്ന് ഇപ്പോൾ പറയാൻ അവർക്ക് കണക്കില്ല. അവർ അത് ചെയ്യും ഇത് ചെയ്യും, ഞങ്ങൾ പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചു എന്നൊക്കെ എവിടെയും തൊടാത്ത ചില ന്യായമാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ ഇവരുടെ അധ്യാപക സംഘടന, ഞാൻ നേരത്തെ പറഞ്ഞ KPSTA, അവരും ഇതേപോലെ 10 വീട് നിർമ്മിച്ച് നൽകാം എന്ന് പറഞ്ഞിട്ട് പണം പിരിച്ചിട്ടുണ്ട്. കണക്കുകളില്ല. അത് നൽകിയിരിക്കുന്ന അധ്യാപകരാണ്, അവരുടെ ശമ്പളത്തിന്റെ ഒരു ഭാഗമാണ് അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ കണക്ക് എവിടെയാണ്, എന്തിനു വേണ്ടി ചിലവഴിച്ചു? കാരണം ഇതൊരു വലിയ രാഷ്ട്രീയ പ്രശ്നമാണ് ഞാൻ പറയാൻ കാരണം. ഇവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ഗുരുതരമായ രാഷ്ട്രീയ ആരോപണം കേവലം ഈ പണം പിരിച്ച് അതിന് കണക്കില്ല എന്ന് മാത്രമല്ല, അത് 2 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ദുർവിനിയോഗം ചെയ്തു.
എന്ന ആക്ഷേപം കൂടി അവർ നേരിടുന്നുണ്ട്. അതിൽ ഒന്ന് കൽപ്പറ്റയാണ്, ഒന്ന് ഷൊർണൂരാണ്. അത് ഈ ഗുരുസ്പർശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഫണ്ട് പിരിച്ച ഗുരുസ്പർശം എന്ന പേരിലാണ് ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് പിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തുക എവിടെ പോയി, ഇത് എന്തിനു വേണ്ടി ചെലവഴിച്ചു? അതുകൊണ്ട് CPM ചോദിക്കുന്നത് നിങ്ങൾ പിരിച്ചത് എത്ര, നിങ്ങൾ കട്ടത് എത്ര എന്നാണ്. അപ്പോൾ ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് അവർക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അത് കട്ടിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ, കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ധാർമ്മികമായി ആ രീതിയിൽ അങ്ങനെയെങ്കിൽ സർക്കാരിന് ഉത്തരവാദിത്തമില്ല. സർക്കാർ പറഞ്ഞ രീതിയിൽ എന്തുകൊണ്ടാണ് വീടുകൾ പൂർത്തിയാവാത്തുന്ന ചോദ്യം അല്ലല്ല, അത് ഞാൻ പറയാം. സർക്കാരിന്റെ ഭാഗം ഇപ്പൊ അസിത ചില കണക്കുകൾ പറഞ്ഞതിന് എനിക്ക് മറുപടി ഉണ്ട്, അത് ഞാൻ പറയാം. ഞാൻ കണക്ക് അല്ലാതെ പ്രജൻ ചോദിച്ച ഒറ്റ കാര്യത്തിന് ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഇല്ല വേണ്ട, ഞാൻ പറഞ്ഞിട്ട് അല്ല പറഞ്ഞോ. അല്ല, അതായത് ഈ 2 വർഷം സർക്കാർ ഇത് മുന്നോട്ട് കൊണ്ടുപോയി 2 വർഷമായിട്ട് വീട് അവിടെ വെച്ച് കൊടുത്തിട്ടില്ല എന്നുള്ളതാണല്ലോ കോൺഗ്രസിന്റെ ആരോപണം. ആ ആരോപണം തന്നെ അടിസ്ഥാനരഹിതമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിന് മുൻപുള്ള ചില സംഭവങ്ങൾ മറന്നുകൊണ്ടാണ് വളരെ നോർമൽ എന്ന് തോന്നുന്ന നിലയിൽ ഈ 2 വർഷത്തെ കണക്കങ്ങ് പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ ദുരന്തമുണ്ടായ ശേഷം ടൗൺഷിപ്പ് എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നു. ടൗൺഷിപ്പിന് ഭൂമി കണ്ടെത്താൻ എടുത്ത സമയമുണ്ട്. ഇനി അത് ഭൂമി കണ്ടെത്തിയ ശേഷം ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടം ആ ഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഏകദേശം 1 വർഷത്തോളം സമയമെടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം തുടങ്ങിയത് എന്നുള്ളത് കൂടിയുണ്ട്. അപ്പോൾ 2 വർഷം കൊണ്ട് അവിടെ പണി നടക്കുന്നു എന്നുള്ളത് തെറ്റാണ്. ശരി, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളുണ്ട്, നിയമപ്രശ്നങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. അതിന് നമുക്ക് വെള്ളപൂശാൻ പറ്റില്ല. അതിനൊരു ന്യായീകരണവുമില്ല. തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ, കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണ്, അവര് ഈ കണക്ക് എവിടെയെന്ന് കേരളത്തിലെ ജനങ്ങളോട് മുന്നിൽ പറയണം. കാരണം അത് ദുരന്തബാധയുടെ പേരിൽ ഇനി ഇത് മാത്രമല്ല, അവർ ഇൻഡിവിജ്വലി ഇപ്പോൾ ഷാഫി പറമ്പലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഗൾഫിൽ നിന്ന് പണം പിരിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ട ബാധ്യത, ധാർമ്മികമായ ബാധ്യത അവർക്കുണ്ട്. അത് അവർ ചോദ്യമുനയിൽ തന്നെയാണ്. ഇപ്പോൾ KC വേണുഗോപാൽ നിങ്ങൾ 6 മാസം കഴിഞ്ഞ് വന്നോ, ഞാൻ അവിടെ വീട് നിർമ്മിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അപ്പോൾ മറുപടി പറയാം എന്നൊന്നല്ല. അവർക്ക് സംഭവം പിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കണക്കുണ്ടാകും. ആ കണക്ക് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പറയണം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ സാധാരണ നിലയിൽ പെട്ടെന്ന് ഇത് കേൾക്കുന്ന ജനങ്ങൾക്ക് തോന്നും, സർക്കാർ ഇത്രയും കാലം ഇവരെ പിന്തുണച്ചില്ലേ, അവർക്ക് വാടക വീട്ടിൽ കഴിയുന്ന അവരുടെ വാടക സർക്കാർ കൊടുത്തില്ലേ, അവരിപ്പോഴും പിന്തുണയ്ക്കുന്നില്ലേ? സർക്കാരിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയുമാണ് ഇത്തരമൊരു ദുരന്ത മുഖത്ത് നിൽക്കുന്ന ആളുകളെ കൈപിടിച്ചു. കാരണം പ്രജിത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച് പലർക്കും സ്വന്തമായ ഒരു വീടെന്നത് ഒരു സ്വപ്നമാണ്, അല്ലേ? നമ്മൾ സന്തോഷത്തോടു കൂടി കാണുന്ന ഒരു സ്വപ്നമാണ്. പക്ഷേ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവരുടെ ഏക ആശ്രയമാണ്. അവർക്ക് കയറി കടക്കാൻ ഒരു ഇടമില്ലാതെ നിൽക്കുന്ന, നിരാലംബരായി നിൽക്കുന്ന കുടുംബങ്ങളാണ്. കാരണം അവരുടെ ഉറ്റവരെയും ഉടയവരെയും കൺമുന്നിൽ വെച്ച് നിസ്സഹായരെ നോക്കി നിൽക്കുക അവർക്ക് നഷ്ടപ്പെട്ട കുടുംബമാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഒരു വീടെന്ന് പറയുമ്പോൾ അത് സുന്ദരമായ ഒരു സ്വപ്നമായിട്ടാണ് കാണുന്നതെങ്കിൽ വയനാട്ടിലെ ദുരന്ത ബാധിതരെ സംബന്ധിച്ച് അവരുടെ കണ്ണീരിൽ കുതിർന്നിട്ടുള്ള അവരുടെ ഏക ആശ്രയം എന്ന നിലയിലാണ് അവർ ആ വീടിനെ കാണുന്നത്. അതുകൊണ്ട് അവരുടെ വീട്, അവർക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ആ കാര്യത്തിൽ സർക്കാർ പ്രഥമ പരിഗണനയോട് പരിഗണിക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മൾ സ്വാഭാവികമായും സ്വീകാര്യം എന്ന് തോന്നുന്നതും സർക്കാർ ഇത്രയൊക്കെ ചെയ്തില്ല എന്ന് തോന്നുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇത്രയും കാലം ഇവർക്ക് ദുരന്തബാധിതർക്ക് സഹായഹസ്തം നീട്ടിയില്ലേ സർക്കാർ എന്ന്. ഞാൻ അതിനെ കുറച്ച് കാണുന്നേയില്ല. പക്ഷേ അവിടുത്തെ ഒരു ദുരന്ത ബാധിതരുടെ കുടുംബാംഗങ്ങൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് കോട്ടാണ് ഞാൻ പറയുന്നത്. നോക്കുക, അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഇവിടെ ഈ ടൗൺഷിപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് 1 മാസമായി, പക്ഷേ വീടുകളുടെ പണി മഴയ്ക്ക് മുൻപോ അടുത്ത മാസമോ തീരുമെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ 178 കുടുംബങ്ങളും വലിയ ആശങ്കയിലാണ്. ഇതാണ് ഈ ദുരന്ത ബാധിതർ പറഞ്ഞിരിക്കുന്നത്. പണി കഴിഞ്ഞ കുറച്ച് വീടുകൾ മാത്രമാണ് മാധ്യമങ്ങൾ കാണിക്കുന്നത്. ഞങ്ങൾക്കെല്ലാം വീടുകൾ കൈമാറിയെന്നും ഞങ്ങൾ അവിടെ താമസം തുടങ്ങി എന്നുമാണ് കേരള ജനത ഇപ്പോൾ വിശ്വസിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. ഇപ്പോഴും ഒരു വീട്ടിൽ പോലും കയറി താമസിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇനി അവർ പറയുന്നത് ഒറ്റ കാര്യം കൂടി, അതായത് ഈ താമസം മാറാൻ വൈകുന്നവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പലരും പലയിടങ്ങളിലും വാടക വീടുകളിൽ താമസിക്കുന്നത് സർക്കാർ കൊടുത്ത പണത്തേക്കാൾ കൂടുതൽ പൈസ സ്വന്തം കയ്യിൽ നിന്നിട്ടിട്ടാണ് അവർ വാടക കൊടുക്കുന്നത് എന്ന് പറയുന്നത് ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് വീട് മാത്രമല്ല നഷ്ടപ്പെട്ടത്, അവർക്ക് അടുത്ത ഉറ്റവരും ഉടയവരും മാത്രമല്ല നഷ്ടപ്പെട്ടത്, അവർക്ക് ഒരു ഉപജീവനത്തിനുള്ള മാർഗം പോലും നഷ്ടപ്പെട്ട ഒരു ജനതയാണ് അവിടെയുള്ളത്. അതുകൊണ്ട് പ്രഥമ പരിഗണനയിൽ പരിഗണിക്കേണ്ട ഒന്നായിരുന്നു അവരുടെ സാഹചര്യം. ആ അർത്ഥത്തിൽ അവർക്ക് ഒരു ആശ്വാസമായി ഇതെല്ലാം മാറിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ഞാൻ എന്റെ നേർക്കുന്ന അന്വേഷണത്തിൽ അവർ ഓഡിറ്ററിൽ നിന്ന് കിട്ടിയ രേഖകൾ പ്രകാരം 60 ലക്ഷം ബാക്കിയുണ്ടെന്നുള്ളത് നമ്മൾ നേർക്കുന്ന കണ്ടപ്പെട്ട എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അത് കോൺഗ്രസ് പുറത്തുവിടുന്നില്ല, അതിലെന്ത് ഉടായ്പുണ്ടോ എന്ന് ഉറപ്പായി സംശയിക്കാം. ഇവിടെ വയനാട് കുന്നംപറ്റയിൽ ആദ്യഘട്ടത്തിൽ അവർ 3.28 ഏക്കർ സ്ഥലം തീരാധാരം നടത്തി തറക്കല്ലിട്ടു. അതിന് പെർമിറ്റ് ഉണ്ട്. പഞ്ചായത്തിൽ നിന്ന് അപേക്ഷ കൊടുത്തെന്ന് വെച്ചാൽ അത് കേസ്മാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. ആ ആപ്പ് വഴിയുള്ള പെർമിറ്റ് ഇന്നലെ രാജു പി നായർ പുറത്തു വിടുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു, നമുക്കെല്ലാം കാണാവുന്നതാണ്. അതുകൊണ്ട് തിരുവട്ടം പറഞ്ഞല്ല, അത് പെർമിറ്റ് ഉണ്ട്. പിന്നെ അടുത്ത കാര്യം,
ഈ ആനത്താര എന്ന് പറയുന്ന ആനത്താര എന്ന ആരോപണം രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, അത് ക്രൂരമായ ആരോപണം. കാരണം എന്താണ്, ഏതെങ്കിലും കാലത്ത് അവിടെ ഒരു വീട് വെച്ച് താമസിക്കാൻ വരുന്നവരെ ഭീതിയിലാക്കുന്ന ആരോപണമാണ്. അവിടെ ഒരു ആനത്താരയുമല്ല, അവിടെ ഒരു കാട്ടാനയും ഇറങ്ങിയിട്ടില്ല, അവിടെ ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിട്ടില്ല. അതാദ്യം പറഞ്ഞത് വസീഫ് പറഞ്ഞു വന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം വസീഫ് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആനത്താര എന്ന് പറയുന്ന ആരോപണം പൊളിറ്റിക്കൽ ആരോപണമാണ്, അത് ആവർത്തിക്കരുത്. പ്രചരണത്തിൽ അതിനൊറ്റ കൗണ്ടർ പറഞ്ഞോട്ടെ. ഞാൻ ആദ്യത്തെ ദിവസം ഈ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് വരുമ്പോൾ SKN എന്നെ പരിചയപ്പെടുത്തിയത് ഞാൻ ഇവിടെ വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. ഇതിന് മുൻപ് ഞാൻ മറ്റൊരു ചാനലിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ചാനലിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിൽ ഈ വിഷയം വലിയ നിലയിൽ ഉയർന്നു വരുന്ന ഒരു സമയമാണിത്. അന്ന് ആ ചാനലിലെ വയനാട് റിപ്പോർട്ടർ ഈ പറയുന്ന സ്ഥലത്ത് പോയി അവിടെ നിന്ന് തത്സമയമായി ഒരു കവറേജ് നൽകുന്നുണ്ട്. അതിൽ ഈ കോൺഗ്രസ് വാങ്ങിയ ഭൂമി അവസാനിക്കുന്ന സമയത്ത് അവർ നിന്നൊരു P2C ഉണ്ട്. അവർ അവിടെ നിന്നാണ് ആ ലൈവ് അവർ അവസാനിപ്പിക്കുന്നത്. അതിൽ കൃത്യമായി ആ ഭൂമി ഏതാണെന്നും അവിടുത്തെ ഫെൻസിങ് ഏതാണെന്നും അവർ കൃത്യമായി വളരെ കൃത്യമായി അതിൽ കാണിക്കുന്നു. ഒരു ആന ഇറങ്ങിയിട്ടില്ല, ഒരു കാട്ടാനാക്രമണത്തിന് അല്ല വസീഫ് പറഞ്ഞില്ല. വസീഫിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ആരോപണം ഉന്നയിച്ചു വസീഫ് തന്നെ പറഞ്ഞില്ല. വെറുതെ മനുഷ്യന്മാരുടെ മനസ്സിൽ ഭീതി കോരിയിടരുത്. ഞാൻ പറഞ്ഞത് പ്രജിൻ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം, അതിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വയനാട്ടിലെ ഒരു റിപ്പോർട്ടർ, അവരുടെ പേര് PV ജോഷിൽ എന്നാണ്. ഈ സ്ഥാപനം മറ്റുള്ള ആളുകളുടെ പേര് പറഞ്ഞു തന്നെ ഉദ്ധരിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ഉറപ്പായും പറയാം PV ജോഷിൽ എന്നാണ് അവരുടെ പേര്. അവർ ഈ പറയുന്ന സ്ഥലത്ത് പോയി ഒരു ലൈവ് റിപ്പോർട്ട് അന്ന് പങ്കുവച്ചിരുന്നു. അതിൽ ഈ സ്ഥലം ഏതാണെന്നും അവിടുത്തെ ഫെൻസിങ് ഏതാണെന്നും അവർ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം. അങ്ങനെയാണെങ്കിൽ വീട് വെക്കാൻ പെർമിറ്റ് കൊടുക്കില്ല, അതിന് പെർമിറ്റ് ഉണ്ട്. ആ പഞ്ചായത്ത് കൊടുത്ത പെർമിറ്റ് ആണ്. ആനത്താര വീട് വെക്കാൻ പെർമിറ്റ് കൊടുക്കും പഞ്ചായത്ത്. എന്തായാലും നോക്കാം ഏത് രീതിയിലാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഈ വിഷയങ്ങൾ. പ്രധാനമായും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഒപ്പം വയനാട് പുനരധിവാസവും അത് ചർച്ചയാക്കാൻ പോകുന്നു ഇരു മുന്നണികളും എന്നുള്ളതാണ്. അതിൽ ജനങ്ങൾ തന്നെ തീരുമാനിക്കട്ടെ. ഇതിൽ ആര് പറയുന്നതാണ് ശരിയല്ലെങ്കിൽ ജനങ്ങളുടെ എന്താണ് ബോധ്യം, അതിനായിരിക്കും വോട്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാം. എന്നാൽ പശ്ചിമേഷ്യയിലേക്കാണ്. ഇറാനെ തച്ചു തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ടുകൾ. ഇന്ന് ഇറാന്റെ ആക്രമണത്തിൽ അബുദാബിയിൽ 5 ഇന്ത്യക്കാരടക്കം 12 പേർക്കാണ് പരിക്കേറ്റത്. അജ്മാനിൽ മിസൈൽ അവശിഷ്ടം വീണാണ് പരിക്കുണ്ടായത്. അബുദാബിയിലെ ഹബ്ഷാൻ ഗ്യാസ് കേന്ദ്രത്തിന് തീപിടിച്ചു. അതേസമയം ഇറാന്റെ ആയുധശേഷി ഇനിയും നശിപ്പിക്കാനായിട്ടില്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വിലയിരുത്തലും ഇന്ന് വന്നിട്ടുണ്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര, ഒപ്പം ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുന്നു. ആദ്യം മധു കൊട്ടാരക്കരയിലേക്ക്. മധു, നിലവിൽ ഇപ്പോഴും സംഘർഷത്തിന് ഒട്ടും അയവില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ US രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു പുതിയ റിപ്പോർട്ട് വരുന്നത്. ഇനിയും ഇറാനുമായി ബന്ധപ്പെട്ട് അവിടെ നടപടികൾക്ക് ഇനിയും സ്കോപ്പുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആ റിപ്പോർട്ടിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. മധു, എന്താണ് അമേരിക്കൻ നിലപാട്? അമേരിക്കൻ നിലപാടിലേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ ജോർജി ഷാമേലുണ്ട്. ഇവിടെ അമേരിക്കയിലെ ദുഃഖ വെള്ളിയാഴ്ചയാണ്. അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ വിദഗ്ധനും അമേരിക്കയിലെ കേരള അസോസിയേഷൻ ന്യൂജേഴ്സിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ജോർജി, ഈ യുദ്ധം നീണ്ടുപോകുന്നതിൽ ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഓരോ അഡ്മിനിസ്ട്രേഷന്റെയും കർത്തവ്യമാണ്. അത് ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഗ്യാസിന്റെ വില $1 കൂടിയിട്ടുണ്ട്. അത് ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോബ് മാർക്കറ്റും അത്ര പോസിറ്റീവായിട്ട് പോകുന്നില്ല. എത്രയും പെട്ടെന്ന് യുദ്ധം തീരട്ടെ എന്നാണ് ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം. ഇതാണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. ഇപ്പോൾ നമുക്കിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വാർത്ത അമേരിക്കയുടെ F-35 എന്ന് പറയുന്ന വിമാനം വെടിവെച്ചിട്ടു. അതിൽ നിന്ന് പാരച്യൂട്ട് വഴി പൈലറ്റ് പുറത്തെത്തിയതായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പെന്റഗണോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസോ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ലെങ്കിലും അവിടെ നിന്നുള്ള ചില സോഴ്സുകളെ ഉപയോഗിച്ച് തന്നെ ഈ പൈലറ്റിനെ രക്ഷപ്പെടുത്തുവാനായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നാണ് പറയുന്നത്. ഇന്ന് അല്പം മണിക്കൂറുകൾക്കകം ഐക്യരാഷ്ട്ര സഭയിൽ സുരക്ഷാ കൗൺസിലിൽ ബഹ്റിൻ കൊണ്ടുവരുന്ന പ്രമേയത്തിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കും. ഹോർമൂസ് കടലെടുക്ക് അതുവഴിയുള്ള സുഗമമായ കപ്പൽ സഞ്ചാരത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രമേയമാണ്. എന്നാൽ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ സൈനിക ഇടപെടലുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു കാര്യത്തിൽ റഷ്യയും ചൈനയും ഉറച്ചു നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഫലം എന്താണെന്ന് അറിയുവാൻ ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കണം. ഇതേസമയം തന്നെ നേറ്റോയുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയുള്ള ഉലച്ചിലുകളും തുടരുകയാണ്. ഏതാണ്ട് 70 വർഷങ്ങൾക്ക് ശേഷം നേറ്റോയിൽ നിന്ന് അമേരിക്ക പിന്മാറുമോ ഇല്ലയോ, ഒരു US പ്രസിഡന്റിനുള്ള അതിനുള്ള അധികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതും ഒരു വലിയൊരു ചോദ്യമായിട്ട് മാറി നിൽക്കുകയാണ്. കാര്യം മുൻ അഡ്മിനിസ്ട്രേഷൻ ഈ ഒരു നേറ്റോയിൽ നിന്ന് ഒരു US പ്രസിഡന്റിന് സ്വമേധയാ പിന്മാറാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ജോ ബൈഡന്റെ സമയത്ത് ഒരു ഭേദഗതി കൊണ്ടുവന്നതാണ് നിയമവിദഗ്ധർ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. അത്
മാത്രമല്ല ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിദഗ്ധർ 100 പേർ ഒപ്പിട്ട ഒരു കത്തും കൂടെ വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രസ്താവനകളും നിയമക്കുരുക്കിലേക്ക് പോകും. അതായത് ജസ്റ്റ് ഫോർ എ ഫൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയും ഇതിന്റെ പരിധിയിൽ വരുന്നതാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൂടാതെ ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്ക് വേണമെങ്കിൽ അത് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ്. ഇതാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തരാൻ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾ. ശരി, മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ. നമുക്ക് ദുബായിലേക്ക് ഒന്ന് പോകാം. എന്താണ് GCC മേഖലയിലെ ഇപ്പോഴത്തെ സ്ഥിതി എന്നിവിടെ അറിയാം. ദുബായിൽ നിന്നും മുഹമ്മദ് റഹീസ് ചെയ്യുന്നു. റഹീസ്, നിലവിലും ആക്രമണങ്ങൾ ആ മേഖലയിലാകെ ഉണ്ട് എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യക്കാർക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ ആക്രമണങ്ങൾ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതലും ഇപ്പോൾ ഉള്ളത്? അവിടെ ഈ അമേരിക്കൻ കമ്പനികളെയൊക്കെ ലക്ഷ്യം വെക്കുമെന്ന് നേരത്തെ ഇറാന്റെ ഒരു മുന്നറിയിപ്പ് വന്നതായി ഒക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിൽ ഒക്കെ ഇപ്പോൾ എങ്ങനെയാണ് ഓരോ രാജ്യങ്ങളും ഇടപെടുന്നത്, പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിൽ? പ്രജിൻ, കഴിഞ്ഞൊരു 1.5 ആഴ്ചയായി ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം ദിനം പ്രതി വർദ്ധിക്കുകയാണെന്നാണ് ഔദ്യോഗികമായ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത്. നമ്മൾ നേരത്തെ ഈ ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ആ ആക്രമണങ്ങളുടെ ഒന്നും കണക്കെടുക്കില്ലായിരുന്നു. അപ്പോൾ സ്ഥിരമായി കിട്ടുന്ന ഔദ്യോഗിക സോഴ്സിൽ നിന്നും എത്ര ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്, അതിനെ തകർത്തിട്ടുണ്ട്, മിസൈലുകൾ എത്തി അതിനെ തകർത്തു എന്നുള്ള കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷേ അതിന്റെ ഇരട്ടിയോളം വരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഓരോ ദിവസവും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. ഔദ്യോഗിക വിവരങ്ങൾ പോലും അത്തരത്തിൽ ആണ് ലഭിക്കുന്നത്. കാരണം നേരത്തെ രാവിലെ ഏതെങ്കിലും നിലയ്ക്ക് ആക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഉച്ചയ്ക്ക് ആക്രമണം ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് അത് എല്ലാ ദിവസവും പുലർച്ചെ ഉണ്ടാകുന്ന ആക്രമണങ്ങളായിരുന്നു ഗൾഫ് മേഖല കേന്ദ്രീകരിച്ചുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ആ നിലയ്ക്ക് ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ആക്രമണത്തിലാണ്, അതായത് അബുദാബിയിലെ അജ്മാനിലുണ്ടായ ആക്രമണത്തിൽ 5 ഇന്ത്യക്കാരുൾപ്പെടെ 12 പേർക്ക് പരിക്കേറ്റത്. അതിൽ 7 പേർ നേപ്പാൾ സ്വദേശികളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് സാരമായ പരിക്കല്ല, നിസാരമായ പരിക്കല്ല, അത്യാവശ്യം സാരമായ പരിക്ക് തന്നെയാണ് എന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നു. അതോടുകൂടി ഈ UAE-യിൽ ഈ യുദ്ധം ആരംഭിച്ചത് മുതൽ തന്നെ, അല്ലെങ്കിൽ ഇറാന്റെ ആക്രമണം ആരംഭിച്ചത് മുതൽ ഈ പരിക്കേറ്റവരുടെ എണ്ണം 200-ന് മുകളിലേക്ക് കടന്നിരിക്കുകയാണ്. മരണവും 2 അംഗ സംഖ്യയിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ അത്ര കണ്ട ആശ്വാസമല്ല എന്നുള്ളത് കൂടി പറയേണ്ടി വരും. അങ്ങനെ അബുദാബി കേന്ദ്രീകരിച്ചും ദുബായ് കേന്ദ്രീകരിച്ചും ഒക്കെ ആക്രമണം ഉണ്ടാകുന്നു. അതിൽ തന്നെ ഇന്ന് ഹബ്ഷാൻ ഗ്യാസിൽ ആ കേന്ദ്രത്തിന് തീ പിടിച്ചിട്ടുണ്ട്. താൽക്കാലികമായി അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അത്ര വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. എന്തായാലും ആളപായമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് കുവൈറ്റിലും ഒപ്പം തന്നെ ബഹ്റൈനിലും ഒക്കെ പുലർച്ചെ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ഈ എണ്ണ കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണം, അവിടെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ആക്രമണം നടന്നു വരികയാണ്. എന്തായാലും ഈ ആരാധനാലയങ്ങളിലൊക്കെയും സുരക്ഷാ മുൻകരുതലുകളെ മുൻനിർത്തിക്കൊണ്ട് അതൊക്കെ അടച്ചിടുകയും വിശ്വാസികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾക്കൊന്നും കാര്യമായി അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത തരത്തിൽ അല്ലെങ്കിൽ പ്രവേശിക്കേണ്ട എന്നുള്ള ഒരു സർക്കുലറും മറ്റുമൊക്കെ ഓരോ ആരാധനാലയങ്ങളും നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ജാഗ്രത പാലിക്കുക. ഒപ്പം തന്നെ ഈ അലാറം ലഭിക്കുന്ന സമയത്ത് പുറത്തിറങ്ങി നിൽക്കുന്നവർക്കാണ് അപകടം കൂടുതലായി ഉണ്ടാകുന്നത്. അത് കർശനമായി ആ സാഹചര്യം ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം കൂടി പുതുതായും വന്നിട്ടുണ്ട്. പ്രജിത്ത്, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അതായത് വലിയ മാറ്റങ്ങളൊന്നുമില്ല, മുൻപ് ഏത് രീതിയിലാണോ ഉണ്ടായത് അതേ നില ഇപ്പോഴും ഈ മേഖലയിലാകെ ഉണ്ടാകുന്നുണ്ട്. ആ ഭീതിയും ആശങ്കയൊക്കെ പങ്കുവെക്കുന്നുണ്ട് അവിടുത്തെ ജനങ്ങളെന്നാണ് റഹീസ് നൽകുന്ന വിവരം. അതേസമയം അമേരിക്ക പറയുന്നു ഇനിയും പൂർണ്ണമായും ഇറാന്റെ ആയുധശേഷി നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ വീണ്ടും ഒരു അറ്റാക്ക് ആ രീതിയിൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നൊരു സൂചനയായി കൂടി നമുക്ക് അതിനെ വിലയിരുത്താൻ കഴിയും. എന്തായാലും കൂടുതൽ വലിയ വിശദാംശങ്ങളിലേക്കും വിശകലനങ്ങളിലേക്കും നമുക്ക് ഈ ഘട്ടത്തിൽ പോകാൻ കഴിയില്ല, സമയപരിമിതിയുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. മലപ്പുറം വണ്ടൂരിൽ ഡോക്ടർ ശശി തരൂർ MP-ക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി എന്നാണ് വാർത്ത. ഗൺമാന് പരിക്കേറ്റിട്ടുണ്ട്. ബൈക്കിലെത്തിയ സംഘം വാഹനം തടഞ്ഞു മർദ്ദിച്ചു എന്നാണ്. 5 പേർക്കെതിരെ കേസെടുത്തു. പ്രതികരണത്തിലേക്ക് ആദ്യം നമുക്ക് ഗോകുൽ K വേണുഗോപാലിലേക്ക് ആദ്യം ഒന്ന് പോകണം. എന്താണ് അവിടെ സംഭവിച്ചെന്നറിയാം. ഗോകുൽ, ഈ വണ്ടൂരിനടുത്താണ് ഈ സംഭവം നടന്നെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഉണ്ടായത്? ഈ മർദ്ദിച്ചവരാരാണ്? വിവരം. പ്രജിൻ, വൈകിട്ട് 7 മണിയോടെയാണ് ഇത്തരത്തിൽ ശശി തരൂരിന്റെ വാഹനത്തിന് നേരെ അക്രമ സംഭവം ഉണ്ടായത്. വണ്ടൂരിലെ പരിപാടി ചെള്ളിത്തോടടുത്ത് വെച്ചായിരുന്നു സംഭവം നടന്നത്. ഏറനാട് പരിപാടിക്ക് ശേഷം PK ബഷീറിന്റെ പരിപാടിക്ക് ശേഷം വണ്ടൂരിൽ AP അനന്ത്കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് പോകുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ കാർ പിന്തുടർന്ന് വന്നെത്തിയ സംഘം, ബൈക്കിലെത്തിയ സംഘം ശശി തരൂരിന്റെ വാഹനത്തെ തടയുകയും ശശി തരൂരിന് നേരെ അസഭ്യം പറഞ്ഞ് അദ്ദേഹത്തെ ആക്രമിക്കാൻ മുതിരുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ അതിൽ ഇടപെടുകയായിരുന്നു ഈ ശശി തരൂരിന്റെ ഗൺമാൻ. ആ സമയത്താണ് അദ്ദേഹത്തിന് പരിക്ക് പറ്റിയത്. ഈ ഗൺമാൻ പരാതിയിലാണ് ഇപ്പോൾ വണ്ടൂർ പോലീസ്
പോലീസ് കേസെടുത്തിട്ടുള്ളത്. കേസെടുത്തതിനു ശേഷം തുറന്നടികൾക്ക് ശേഷം ശശി തരൂർ നിലമ്പൂരിലെ മറ്റു തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് പോയിട്ടുണ്ട്. ശശി തരൂരിന് ആക്രമണം ഏറ്റിട്ടില്ല. അദ്ദേഹത്തെ ആക്രമിക്കാൻ മുന്നിൽ ഗൺമാനാണ് പരിക്കേറ്റിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരാതിയാണ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. യെസ്, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്. ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്തു നിന്നും. ആ പ്രതികരണം നമുക്ക് ഒന്ന് കേൾക്കേണ്ടതുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ്. അതെ, എനിക്ക് തോന്നുന്നത് ആ പരിപാടിയുടെ സമയത്ത് നടന്ന ഒരു വിഷ്വൽസ് ആണ് കണ്ടത്. എനിക്ക് തോന്നുന്ന പ്രതികരണം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ താരപ്രചാരകരിൽ ഒരാളാണ് ശശി തരൂർ. അദ്ദേഹം കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവുമായൊക്കെ കുറച്ച് അകലത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവർക്കും ഡോക്ടർ ശശി തരൂരിനെ അവരുടെ മണ്ഡലത്തിൽ പ്രചാരണത്തിന് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ മിക്ക സ്ഥാനാർത്ഥികളുടെയും മണ്ഡലങ്ങളിൽ പോയിട്ടുമുണ്ട്. ഇതിൽ ഏതാണ്ട് 1-ാം തീയതിക്ക് മുമ്പുള്ള ആദ്യഘട്ടത്തിൽ അദ്ദേഹം 56 നിയമസഭാ മണ്ഡലങ്ങളിൽ പര്യടനം നടത്തി. ഇനി 37 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ അദ്ദേഹം ഈ 2-ാം ഘട്ടത്തിൽ, അതായത് ഈ ഏപ്രിൽ 2-ാം തീയതി മുതൽ 6-ാം തീയതി വരെയുള്ള സമയത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വണ്ടൂരിലൊക്കെ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരകൻ എന്നുള്ള രാഹുൽ ഗാന്ധിയെ കണ്ട ശേഷം പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ടത് വ്യക്തമായിട്ടില്ല. UDF-നെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഡോക്ടർ ശശി തരൂർ. എന്തിനാണ് ഈ ആക്രമണം നടന്നത്? അത് വളരെ ഇത്തരം സംഭവിക്കാൻ പാടില്ലാത്തതും തെറ്റായ കാര്യവും. ബാക്കിയുള്ള 3 ദിവസങ്ങളിൽ ഇലക്ഷൻ പ്രചരണ വേദിയിൽ കത്താനിടയുള്ള ഒരു സാഹചര്യം ആയിരിക്കണോ? എന്തെങ്കിലും പൊളിറ്റിക്കൽ ബന്ധമുണ്ട്? എന്താണ് യഥാർത്ഥ കാരണം അറിയില്ല. അത് വരും മിനിറ്റുകളിൽ ലഭ്യമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കിനി മറ്റ് സെഗ്മെന്റുകളിലേക്കാണ്. ഇനി മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി. പാലക്കാട് ഇപ്പോൾ ഇരട്ടി ആവേശത്തിലാണ്. കൊയ്ത്ത് കഴിഞ്ഞ വയലുകൾ ഉത്സവപ്പറമ്പാകുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് വന്നെത്തിയത്. പൂരപ്പറമ്പിലെ തെരഞ്ഞെടുപ്പ് വിശേഷം തേടിയാണ് മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരിഗിരിയുടെ ഇന്നത്തെ യാത്ര. മിസസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി യാത്ര ചെയ്തിപ്പോൾ പാലക്കാട് ജില്ലയിൽ എത്തിയിരിക്കുകയാണ്. ആലത്തൂരാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ കാട്ടുശ്ശേരി ക്ഷേത്രത്തിൽ ഉത്സവമാണ് ഇന്ന്. അപ്പം ആ ഒരു കാഴ്ചകളും കൂടി നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നമ്മൾ വന്നപോലെ ഗംഭീരമായിട്ടുള്ള ഉത്സവം നടക്കുകയാണ്. നല്ല മേളം നടക്കുന്നുണ്ട്, വലിയ തിരക്കുണ്ട്, നല്ല പന്തൽ, മനോഹരമായ ഒരു പന്തലുണ്ട്. ഈ നാട് മുഴുവനായി ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്നിച്ചു കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. പക്ഷേ രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഉത്സവമാണ്. വലിയൊരു ഉത്സവം. ഞങ്ങൾ ശരിക്കും ഡൽഹിയിൽ നിന്നാണ് വന്നേക്കുന്നത്. ഞങ്ങളൊരു ഇലക്ഷൻ കവറേജിൽ എത്തിയതാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വരുന്ന വഴിക്ക് തിരുവനന്തപുരം മുതൽ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു ഉത്സവം കാണുന്നത്. ഇത് വന്നത് മീനമാസത്തിലെ അത്തം നാളിൽ ഭഗവതിയുടെ പിറന്നാളാണ്, പുതുക്കുടങ്ങര ഭഗവതി. ഇപ്പോൾ 2 പുതിയംഗം കാട്ടുശ്ശേരി പറഞ്ഞ 2 ദേശക്കാർ ഭഗവതിയെ പോയി നമസ്കരിച്ചു വരുന്ന ഒരു ചടങ്ങാണത്. അത് മീനത്തിൽ അത്തം നാളിലാണ് അത് വരുന്നത്. മേളം കൊഴുക്കും. ഗംഭീര മേളാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു മേളം കഴിഞ്ഞ് വെടിക്കെട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെടിക്കെട്ട് കഴിഞ്ഞിട്ടാണ് അടുത്ത വലിയ മേളം. ഇവിടുന്ന് തുടങ്ങി തൃക്കൺ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലേക്ക് ഇവിടുന്ന് 7 ആനത്തോടു കൂടി ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് ചെല്ലും. കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ മേളം കൂടിയാണ്. അത് രണ്ടും ഇതിന്റെ കൂടെ നടക്കണ്ട്. പക്ഷേ പൂരം വേല എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഹരല്ലേ. രാഷ്ട്രീയം അത് ഒരു വഴി കൂടെ പോണു. ഇലക്ഷന് ഇത് കഴിഞ്ഞാൽ ഇലക്ഷന്റെ തിരക്കായി. അതിനും ഒരു കാത്തിരിപ്പ്. തെരഞ്ഞെടുപ്പിന്റെ ആലത്തൂരിലെ രണ്ടുപേരും നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുക? നല്ല വാശിയാണ്. പിന്നെ ഇവിടുത്തെ ഈ ഉത്സവത്തിന് കാണുന്ന അതേ വാശി അതിലുണ്ടാവും. ഇതാ ഒരു ചേട്ടൻ നമ്മളെ വിഷ്വലൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഉത്സവം? അടിപൊളി. കാവശ്ശേരി, പുതിയംഗം, കാട്ടുശ്ശേരി, നാളെ നെന്മാറ, വല്ലങ്ങി, ഉത്സവത്തിന്റെ ഉത്സവത്തിന്റെ അടിപൊളിയാണ്. തെരഞ്ഞെടുപ്പ് അതിനേക്കാൾ അങ്ങപ്പുറമായിരിക്കും. ആലത്തൂര് മിക്കവാറും UDF ആയിരിക്കും വിചാരിക്കുന്നു. എന്തായാലും നല്ല വാശിയാണ്. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉത്സവം കൂടി നടക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് അത്? അത് അത്ര ചൂട് പിടിച്ച് കാണാനില്ല ഈ ഏരിയയില്.
ഇവിടെ അത്ര ചൂട് എത്തിയിട്ടില്ല. ഇനി ആയിരിക്കാം. ഇവിടെ ഉത്സവത്തിന്റെ ചൂടിലാണല്ലേ? അതെ അതെ. എങ്ങനെയാ ഒരു കാറ്റ് ഇത്തവണ? ഈ പ്രാവശ്യം LDF UDF ഒന്നും അറിയണില്ല. നല്ല അതിലൊരാളായിരിക്കും. ഈ ഉത്സവത്തിന്റെ ഒരു വാശി പോലെ അവിടെ ഇങ്ങനെ വാശി ഇതാ വെടിക്കെട്ടൊക്കെ തുടങ്ങി. ഗംഭീരമായ വെടിക്കെട്ട്. അതിനെ കാത്തു നിൽക്കുന്നവരാണ് ഇവിടെ കൂടുതലും. ഇലക്ഷൻ ചൂടിലാണ് ഞങ്ങള് ആലത്തൂരുകാര്. അങ്ങനെ പറയാൻ പറ്റൂല. രണ്ടും പ്രവചിക്കാൻ പറ്റില്ല. മനോഹരമായ ഉത്സവമാണ്. നമുക്ക് കാണാം വെടിക്കെട്ട് ഒരു സൈഡില്. ഈ വെടിക്കെട്ട് കാണാൻ വേണ്ടി കാത്തു നിന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ പാലക്കാട് നിന്ന് ഉത്സവം കണ്ട്, ഉത്സവം എന്ന് പറയുമ്പോൾ ഒരു ദേശത്തിന്റെ ഇനി നമുക്ക് പോകുന്ന വഴിക്കും ഒരുപാട് ഉത്സവങ്ങളും വേലകളും ഒക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. ഒത്തുചേരാനുള്ള ഒരു അവസരമാണ്. പല നാട്ടിൽ നിന്നുള്ളവർ, രണ്ട് നാട്ടിലെ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് മിസ്സിസ് ആൻഡ് മിസ്റ്റർ സവാരി ഗിരിഗിരി യാത്ര മുന്നോട്ട്. വെൽക്കം ബാക്ക്. നമ്മൾ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിന്റെ വയനാട് ഫണ്ട് ചർച്ചയാകുന്നതിനിടയിലാണ് കെ കരുണാകരൻ സ്മാരക നിർമ്മാണവും ചർച്ചയാകുന്നത്. സ്മാരകത്തിനായി ലഭിച്ച സ്ഥലത്ത് ഒരു കല്ല് പോലും ഇട്ട് കാണുന്നില്ല എന്നാണ് പത്മജ വേണുഗോപാൽ 24-നോട് പറഞ്ഞത്. കാണാം ഇന്ന് വോട്ട് പീടികയിൽ ഏതൊക്കെ ഫണ്ടിന് എന്തൊക്കെ ഉത്തരം നൽകണം. എന്തായാലും നാളെ നമ്മൾ 24-ന്റെ സ്പെഷ്യൽ വോട്ടത്തോൺ ഉണ്ട്. നാളെ ഉച്ചയ്ക്ക് ശേഷമാണ് ആ വോട്ടത്തോൺ ഉണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ 140 മണ്ഡലങ്ങളിലും നമ്മൾ ഉണ്ടാകും അല്ലേ? ദിലീപ്. നാളെ നമ്മുടെ പ്രധാനപ്പെട്ട അവതാരകരെല്ലാം നാടിൻ്റെ ന്യൂസ് ഡെസ്ക് നാളെ മുതൽ നാടിൻ്റെ ഇലക്ഷൻ ഡെസ്കായി മാറുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നാളെ എല്ലാ പ്രേക്ഷകരും നമുക്കൊപ്പം ഉണ്ടാകും എന്ന് കരുതുന്നു. ഇനി വോട്ട് പീടികയിലേക്ക്. ഗുഡ് ബൈ. വയനാട് ഫണ്ടിനെ കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാന്ന് ആലോചിച്ച് നടക്കുകയാണ് കോൺഗ്രസ്സുകാർ. അപ്പോൾ അതാ സരിന് വക അടുത്ത ഫണ്ടിന്റെ കഥ. കോൺഗ്രസിന്റെ സീറോ അക്കൗണ്ടബിലിറ്റി, അതായത് ആരോടും ഒരു ഉത്തരവാദിത്വമില്ല, കണക്ക് ബോധിപ്പിക്കേണ്ട എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കരുണാകരൻ സ്മാരക ഫണ്ട്. പറഞ്ഞ പോലെ അതിന്റെ പണി നടക്കൂലേ? ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു. അല്ല, നൂലാമാലൊക്കെ അവിടെ നിൽക്കട്ടെ, ആ പൈസ അതിന്റെ പേരിൽ ഒരു കാശ് പോലും നഷ്ടപ്പെടില്ല. അപ്പൊ പൈസ സേഫാണ്. എന്താ എന്നിട്ട് ഇത് തുടങ്ങാത്ത? ഫൗണ്ടേഷൻ ഇടുന്നതിന് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഒരു താല്പര്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ കൂടി ഇത് പിരിക്കാനുള്ള ചാൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ പിരിവിനിയും കഴിഞ്ഞിട്ടില്ലേ? ഇത് എത്ര ഘട്ടമായിട്ടാ പിരിക്കണേ? അഞ്ചാമത് ഒരിക്കൽ കൂടി പുതിയ KPCC പ്രസിഡന്റ് ചാർജ് എടുത്തിട്ട് ഒരു കൊല്ലല്ലേ ആവുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ ചാൻസ് ഇനി കളയണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ല, മാറി വരുന്ന എല്ലാ KPCC പ്രസിഡന്റുമാർക്കും ഇത് പിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് പണി നടക്കണ്ടേ? മക്കളോട് അന്വേഷിച്ചാൽ ഇത് അറിയാൻ പറ്റുന്നതാണ്. മക്കൾക്ക് വല്ല വിവരമുണ്ടോ ഈ പിരിച്ച പൈസ എന്തായിന്ന്? എന്തൊക്കെയോ പിരിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. അല്ല, വയനാട്ടിൽ കല്ലെങ്കിലും ഇട്ടു എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ കല്ലും ഇട്ടിട്ടില്ലേ? ഇതിനിടയ്ക്ക് പോലും അച്ഛൻ്റെ അതിൻ്റെ മുമ്പ് കൂടെ പോയി എന്തെങ്കിലും ഒരു കല്ല് വെച്ചോ എന്ന് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരു കല്ലും കൂടെ ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ മകൾക്ക് പരാതി ഉണ്ട്. ഇപ്പൊ കണ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് അതിനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല. ഇങ്ങക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല എന്നാണ് മുരളിയേട്ടൻ പറയണത്. പൈസ കുറെ പേരുടെ പലരും കൊടുത്തിട്ടുണ്ട് അച്ഛനോടുള്ള സ്നേഹം കൊണ്ട്. അതെനിക്കറിയാം, എത്രയാണെന്ന് എനിക്കറിയില്ല. അല്ല, എങ്ങനെയായിരുന്നു ഇപ്പൊ ഇതിന്റെ പിരിവ്? കൂപ്പൺ കൊടുക്കണ കാണാം, പിരിക്കണ കാണാം. പൈസക്ക് അവിടെ പോയി. അപ്പൊ പിരിവ് ശരിക്കും നടന്നു, പണി ശരിയായി നടന്നില്ല എന്നല്ല, തുടങ്ങിയിട്ട് തന്നെ ഇല്ല. പെട്ടെന്ന് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വരെ തുടങ്ങാൻ പറ്റില്ലല്ലോ. അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കയ്യിൽ കിട്ടിയാൽ എല്ലാ പണിയും പെട്ടെന്ന് തീർക്കുന്നതായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.